വർക്ക്, എനർജി ആൻഡ് പവർ. ഫിസിക്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ സംസാരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്ക് ഡൺ അല്ല ഫിസിക്സിലെ വർക്ക് ഡൺ. അതെന്താണെന്നുള്ളത് ഇപ്പോൾ പറയും. അതുപോലെ തന്നെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത് തന്നെയാണ്. എനർജി പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അത് ഫിസിക്സിലും അങ്ങനെ തന്നെയാണ്. പിന്നെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാം, ഒരു പവർഫുൾ പഞ്ച്, ഓക്കെ, പവർഫുൾ ഷോട്ട് എന്നൊക്കെ പറയും. ഈ പവർഫുൾ ഷോട്ടോ അല്ലെങ്കിൽ പവർഫുൾ പഞ്ച് എന്നൊക്കെ പറയുന്നത് എന്താ, ഫാസ്റ്റ് മൂവിങ് അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ പവർ ഈസ് റിലേറ്റഡ് ടു വെലോസിറ്റി ഓർ ലെറ്റ് us say വെലോസിറ്റി ഈസ് ഹൈ, പവർ ഈസ് കൺസിഡർഡ് ആസ് ഹൈ. ഫിസിക്സിലും അങ്ങനെ തന്നെയാണ്. ഈ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പവർ. വെലോസിറ്റി കൂടുമ്പോൾ പവർ കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ വർക്ക് എനർജി പവറിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ദി സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സാണ്. നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ രണ്ട് വിധത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു വിധത്തിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് സ്കേലാർ ആവും. അതിനെയാണ് നമ്മൾ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെങ്ത് ഓഫ് ദാറ്റ് ലൈൻ. ഡിറക്ഷൻ പിന്നെ ഇങ്ങോട്ടാണ്, സെക്കൻഡ് വെക്ടർ ബി അങ്ങോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക എന്താ, സ്കേലാറാണ്. ഓക്കെ, ഇൻ ദിസ് വേ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ദ റിസൾട്ട് വിൽ ബി എ സ്കേലാർ. ഓക്കെ, അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എ എന്ന് പറയുന്ന വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. ബി എന്നുള്ള വെക്ടറിനും മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. പക്ഷേ എ ഡോട്ട് ബി കണ്ടു കഴിഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വേ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കോൾഡ് സ്കേലാർ പ്രോഡക്റ്റ്. അപ്പോൾ റിസൾട്ട് കിട്ടുന്നത് എന്താണെന്ന് അറിയോ? റിസൾട്ട് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ ബി കോസ് തീറ്റ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ വെക്ടർ നോക്കൂ, വെക്ടർ ദിസ് ഈസ് എ. അപ്പോൾ ഈ വെക്ടർ ബി ഉണ്ടല്ലോ, ആ ബിക്ക് നോക്കൂ, എയുടെ ഡിറക്ഷനിലുള്ള കമ്പോണൻറ്റ്, ഇതിന് നമ്മൾ പറയുക പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്നാ. ഓക്കെ, അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റിന് നമുക്ക് എന്താ പറയുക, എ ഇൻറ്റു ബി കോസ് തീറ്റ എന്ന് പറയാം. അതായത് എ ഇൻറ്റു ആ ബ്രാക്കറ്റിൽ കിടക്കുന്നത് എന്താ, ഇറ്റ് ഈസ് പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമ്മൾ ഇത് എ ആണ്, ഇത് എ ആണ്. ഓക്കെ, നമുക്ക് എന്താ പറയാം, ഇപ്പോൾ ഈ എ എന്നുള്ള വെക്ടറിന് ബി എന്നുള്ള വെക്ടറിലുള്ള കമ്പോണൻ്റ് ആണിത്. കമ്പോണൻ്റ് ഓഫ് എ എലോങ് ദ ഡിറക്ഷൻ ഓഫ് ബി, അല്ലെങ്കിൽ ലെറ്റ് us say ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. എക്ക് ബിയിലുള്ള പ്രൊജക്ഷൻ ആണ്, അതിനെ നമ്മൾ എന്താ പറയുക, ഇറ്റ്സ് കോൾഡ് എ കോസ് തീറ്റ. ആ എ കോസ് തീറ്റ അപ്പോൾ നമുക്ക് ആ ഡോട്ട് പ്രോഡക്റ്റിന് ഇങ്ങനെ പറയാം, എ ഡോട്ട് ബി എന്താ, എ ബി കോസ് തീറ്റ അല്ലെങ്കിൽ ബി എ കോസ് തീറ്റ. ബി ഇൻറ്റു എന്താ, എ കോസ് തീറ്റ എന്താ, ഇറ്റ് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് മറ്റൊരു ഈ ഡോട്ട് പ്രോഡക്റ്റിൽ തന്നെ എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവാണ്. ഓക്കെ, ഇപ്പോൾ എ ഡോട്ട് ബി ചെയ്താലും ബി ഡോട്ട് എ ചെയ്താലും എന്താ, ഒന്നാ കിട്ടുക. ഓക്കെ, പിന്നെ അടുത്തത് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫ്ലോ. ഓക്കെ, ഇറ്റ് ഒബേസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫ്ലോ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി പ്ലസ് സി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. പിന്നെ നോക്കൂ, എന്താ, ഇവിടെ ലാംഡ എന്ന് പറയുന്ന ഒരു സ്കേലാറാണ്, അല്ലെങ്കിൽ അതൊരു റിയൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ലാംഡ ടൈംസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വെക്ടർ ബി ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കേലാർ ഓർ എ റിയൽ നമ്പർ. ഇപ്പോൾ ഒന്നുമില്ല, ആ ബിയെ നമ്മളിപ്പോൾ ലാംഡ 5 വിചാരിക്കാം. വെൻ ദാറ്റ് വെക്ടർ ബി ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 5 we will get another vector whose magnitude will be 5 times the magnitude of b. ഓക്കെ, ഇനി എന്താവും, ഡിറക്ഷൻ അതേ ഡിറക്ഷൻ ആവും, ബിയുടെ അതേ ഡിറക്ഷൻ ആവും ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവും ലാംഡ നെഗറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് എ ഡോട്ട് ലാംഡ ബിക്ക് പകരം നമ്മൾ എ ഡോട്ട് ബി കണ്ടിട്ട് അതിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇനി അടുത്തത് നമ്മൾ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് ആർ യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് ദ പോസിറ്റീവ് ഡിറക്ഷൻസ് ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് ആക്സസ്. അപ്പോൾ ഐ ഡോട്ട് ഐ എന്താവും, ഇപ്പോൾ എ ഡോട്ട് ബി എന്താ പറഞ്ഞേ, ഒന്നാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, രണ്ടാമത്തെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ. അപ്പോൾ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താവും, ഐ ഫസ്റ്റ് വെക്ടർ ഐ ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1. രണ്ടാമത്തെ വെക്ടർ ഐ ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1. രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്, അല്ലേ, രണ്ടുപേരെയും ഐ ആണല്ലോ. അപ്പോൾ cos 0 1 ആണ്. അപ്പോൾ ഐ ഡോട്ട് ഐ 1 ആണ്. അതേപോലെ തന്നെ ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും 1 ആവും. അതാണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വെൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാ. ഓക്കെ, ഫസ്റ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സെക്കൻഡ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് perpendicular ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി 90 degree ആൻഡ് ദ ഡോട്ട് പ്രോഡക്റ്റ് വിൽ ബി 0. അപ്പോൾ ഐ ക്യാപ്പ് ആൻഡ് ജെ ക്യാപ്പ്
are unit vectors along the positive directions of x and y axis. രണ്ടിനും എടുക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഐ ഡോട്ട് ജെ എന്താവും? 0 ആവും. ഇനി ജെ ആൻഡ് കെ ആർ യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് ദ പോസിറ്റീവ് ഡിറക്ഷൻസ് ഓഫ് വൈ ആൻഡ് സെഡ് ആക്സിസ്. ദേ ആർ ഓൾസോ പെർപെൻഡിക്കുലർ. അപ്പോഴെന്താ? ജെ ഡോട്ട് കെ വിൽ ബി 0. സിമിലർലി എന്താ? കെ ഡോട്ട് ഐ ഓൾസോ വിൽ ബി 0. ഓക്കെ. ഇനി സപ്പോസ് ദ വെക്ടർ എ is given in the component form. അതായത് x component, y component, z component തന്നിട്ടുണ്ട്. Okay, and the second vector b is also given in the component form. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മൾ ഈ ഫസ്റ്റ് വെക്ടറിൻ്റെ എക്സ് കമ്പോണൻ്റ് എടുക്കുക, സെക്കൻഡ് വെക്ടറിൻ്റെ എക്സ് കമ്പോണൻ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് വെക്ടറിൻ്റെ വൈ കമ്പോണൻ്റ് എടുക്കുക, സെക്കൻഡ് വെക്ടറിൻ്റെ വൈ കമ്പോണൻ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റിൻ്റെ സെറ്റ് കമ്പോണൻ്റ് എടുക്കുക, സെക്കൻഡിൻ്റെ സെറ്റ് കമ്പോണൻ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എ എക്സ് ബി എക്സ്, എ വൈ ബി വൈ, എ സെഡ് ബി സെഡ് കിട്ടും. ഈ മൂന്ന് പ്രോഡക്റ്റും നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കിട്ടും. അതായത് എ ഡോട്ട് ബി ഇൻ കമ്പോണൻറ്റ് ഫോം വിൽ ബി ഇപ്പോൾ എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. ഇനി നമ്മൾ ഒരു വെക്ടർ ആ വെക്ടറുമായിട്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ നോക്കൂ, എ ഡോട്ട് എ. ഓക്കെ, എ ഡോട്ട് എ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഈ ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് അതിൻ്റെ തന്നെ എക്സ് കമ്പോണൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എ എക്സ് വരും, എ വൈ വരും, എ സെഡ് വരും, ഓർ ലെറ്റസ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ വരും. ഇവിടെ എന്താ വരിക? ഫസ്റ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ ആണ്, സെക്കൻഡ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും എ ആണ്, രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ എ കോസ് 0 1 അപ്പോൾ എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പ്ലസ് എ സ്ക്വയർ വൈ പ്ലസ് എ സ്ക്വയർ സെഡ് വരും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? അല്ലെങ്കിൽ നമുക്ക് ദി മാഗ്നിറ്റ്യൂഡ് ഓർ ദി മോഡ്യൂലസ് ഓഫ് ദി വെക്ടർ എ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എക്സ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് സെഡ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ അണ്ടർ റൂട്ട്. ഓക്കെ, ദാറ്റ് ഗിവ്സ് ദ magnitude or modulus of a vector given in the component form. Okay, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് എഫ് ഈക്വൽ ടു 3i cap plus 4j cap minus 5k cap unit and displacement d equal to 5i cap plus 4j cap plus 3k cap unit. Also find the projection of f on d. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിൽ കോസ് തീറ്റ പറഞ്ഞാൽ എഫ് ഡോട്ട് ടി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി. ഓക്കെ, ഈ എഫ് ഡോട്ട് ഡി നമ്മൾ എങ്ങനെയാണ് കാണുക? എഫ് ഡോട്ട് ഡി പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഐ കമ്പോണൻറ്റ് എത്രയാണ്? 3 × 5 വരും. ജെയും എന്താ? 4 × 4 വരും. പിന്നെ കെ കമ്പോണൻറ്റ് എന്താ? -5 × 3. അപ്പോൾ 3 × 5 4 × 4 -5 × 3. ഓക്കെ, ഇത് -15 വരും, ഇത് +15 വരും, കട്ടായി പോവും, ബാക്കി 16 വരും. അപ്പോൾ എഫ് ഡോട്ട് ഡി പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആകാണ്ട്. ഓക്കെ, അത് നമുക്ക് എന്താ വരിക? 3² + 4² + -5² അണ്ടർ റൂട്ട്. 3² + 4² എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5² + 5² വരും, അതായത് 5√2 വരും. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ പറഞ്ഞാൽ 5² + 4² + 3². ഓക്കെ, ഇവിടെ നിങ്ങൾ വീണ്ടും ഈ 4² + 3² എന്താ? അത് 5² ആണ്. അപ്പോൾ 5² + 5², 2 5² വരും. റൂട്ടിനകത്ത് 2 × 5². അതിൽ ആ 5² നിങ്ങൾ പുറത്തെടുത്താൽ 5, പിന്നെ റൂട്ടിനകത്ത് 2 മാത്രമാണ് വരിക. അപ്പോൾ അതേ 5√2 വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യം കാണേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സാണ്. അതിൻ്റെ പരിപാടി ഇതാണ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ കണ്ടുവച്ചു 16. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫസ്റ്റ് വെക്ടർ ഫോഴ്സ് എഫ് 5√2, സെക്കൻഡ് വെക്ടർ ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് 5√2. 5 × 5 എത്രയാണ്? 25. √2 × √2 എത്രയാണ്? ദാറ്റ് ഈസ് 2 ആണ്. അപ്പോൾ 25 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50, അതായത് 16/50 വരും. അതിന് നമുക്ക് 32/100 എന്ന് എഴുതാം, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.32. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു 0.32 ആണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 0.32 എന്ന് പറയാം. അതായത് തീറ്റ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതി എങ്ങനെയാണ്? കോസ് ഇൻവേഴ്സ് 0.3, ഓ മൈ ഗോഡ്, കോസ് ഇൻവേഴ്സ് 0.32 പറയാം. ഓക്കെ, പിന്നെ പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, അതായത് എഫ് കോസ് തീറ്റ കാണണം. എഫ് കോസ് തീറ്റ എങ്ങനെ കാണാം? എഫ് ഡോട്ട് ഡി എന്താ? എഫ് ഡി കോസ് തീറ്റ. അപ്പോൾ അതിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി. ഓക്കെ, ഈ എഫ് ഡോട്ട് ഡി എന്താ? 16.
മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എന്താ ഡിവൈഡ് ബൈ 5√2 വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കെന്താ, ഇപ്പോൾ മേലെയും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16√2 ഡിവൈഡഡ് ബൈ 10 വരും. ഓർ ലെറ്റ് us say this is equal to 1.6√2 എന്ന് വരും. ദാറ്റ് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് എഫ് ഓൺ ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഓർ ദ കമ്പോണന്റ് ഓഫ് എഫ് ഓൺ ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതിൽ വർക്ക് എനർജി തിയറം എന്നാണ്. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് വി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as. അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് m/2 കൊണ്ട്, അതായത് മാസ് ഡിവൈഡ് ബൈ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടേം എന്താവും m/2 വി സ്ക്വയർ, സെക്കൻഡ് ടേം എന്താവും m/2 യു സ്ക്വയർ, തേർഡ് ടേമിൽ m/2 × 2as എന്ന് വരും. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഈ 2ഉം 2 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ നോക്കൂ, 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ma × s എന്ന് വരും. ഓക്കെ, അതിൽ ഈ ma എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സാണ്. ഓക്കെ, s എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. പക്ഷേ ഇവിടെ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ NCERT ബുക്കിൽ വർക്ക് എനർജി പവറിലെ ഡിസ്പ്ലേസ്മെൻറ്റ് D ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ എസ്സിനെ D എന്ന് മാറ്റാൻ പോവുക. ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ കിടക്കുന്ന എന്താ, ½ m/v². ഓക്കെ, റൈറ്റിൽ നോക്കൂ, ½ m/v² മൈനസ് ½ m/u². ഇത് കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി. ഇത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എനർജിയും സ്കേലാറാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയും സ്കേലാറാണ്. റൈറ്റ് സൈഡിൽ ഇപ്പോൾ എന്താ കിടക്കുന്നതെന്ന് അറിയോ, ഇത് ഫോഴ്സാണ്. പിന്നെ അടുത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ എസ്സിന് പകരം ഞാൻ D എന്ന് എഴുതി, കാരണം 1 ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് S വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ നിങ്ങളുടെ NCERT ബുക്കിൽ D ആണ്, അതുകൊണ്ട് ഞാൻ ആ എസ്സിന് പകരം D എഴുതിയതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ഫോഴ്സ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടും വെക്ടേഴ്സാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എന്താ, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. ഞാൻ പറഞ്ഞു ഫിസിക്സിൽ എപ്പോഴും ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. അപ്പോൾ ഇവിടെ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അതൊരു സ്കേലാറാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ കിടക്കുന്ന രണ്ട് വെക്ടേഴ്സാണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും. ഈ രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് രണ്ട് വിധത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, one way of multiplication, result will be a scalar and it is called a scalar product or dot product. In the other way, the result will be a vector, it is called a vector product or cross product. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ട എന്താ, ലെഫ്റ്റ് സൈഡിൽ സ്കേലാർ ആയത് കാരണം ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആവണം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, ഈ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ഡെഫിനിഷൻ. അതായത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് the dot product of force and displacement. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, വർക്ക് ഡൺ ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓർ ലെറ്റ് us say ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതിന് നമ്മൾ പറയാം വർക്ക് എനർജി തിയറം എന്നാ. എന്ത്, വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനി ഇവിടെ നോക്കൂ, നമ്മളുടെ ബുക്കിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. രണ്ടാമത്തെ എക്സാമ്പിളാണ് ഈ ചാപ്റ്ററിലെ. അപ്പോൾ അതിൽ ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് എ റെയിൻ ഡ്രോപ്സ് ഫാൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ദ ഓപ്പോസിങ് റെസിസ്റ്റീവ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ദി ലാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എയർ റെസിസ്റ്റൻസ് ഓർ വിസ്കസ് ഫോഴ്സ് ഈസ് നോൺ ടു ബി പ്രൊപ്പോർഷണൽ ടു ദ സ്പീഡ് ഓഫ് ദ ഡ്രോപ്പ് ബട്ട് ഈസ് അതർവൈസ് അൺഡിറ്റർമിൻഡ്. ഓക്കെ, അതായത് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ എയർ റെസിസ്റ്റൻസ് ആണെങ്കിലും ശരി, വിസ്കസ് ഫോഴ്സ് ആണെങ്കിലും ശരി, അത് വെലോസിറ്റിക്ക് പ്രപ്പോർഷണലാണ്. വെലോസിറ്റി കൂടുമ്പോൾ വിസ്കസ് ഫോഴ്സ് കൂടും. ഓക്കെ, വെലോസിറ്റി ഇല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 11th തന്നെ പഠിക്കുന്നുണ്ട്, പിന്നീട് നോക്കാം അത്. അപ്പോൾ കൺസിഡർ എ ഡ്രോപ്പ് ഓഫ് മാസ് 1 gram ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 kilometer 1000 meters. ഹൈറ്റിൽ നിന്ന് വീഴുകയാണ്. ഓക്കെ, ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് എ സ്പീഡ് 50 meters per second. What is the work done by the gravitational force? What is the work done by the unknown resistive force? അതിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ, വെയിറ്റ്, അതെങ്ങോട്ടാ, താഴോട്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാ, താഴോട്ട്. അപ്പോൾ വർക്ക് ഡൺ എന്താ, വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ 1 × 10⁻³ പറഞ്ഞാൽ ഇത് 1 gram എന്നുള്ളതിനെ കിലോഗ്രാം ആക്കിയതാണ്. ഓക്കെ, 10⁻³ ഓക്കെ. പിന്നെ G പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഞാൻ 9.8 ഒന്നും എടുക്കാൻ പോയിട്ടില്ല.
അപ്രോക്സിമേറ്റ് എടുക്കാൻ ഞാൻ 10 എടുത്തു. പിന്നെ ഹൈറ്റ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 1 കിലോമീറ്റർ, അപ്പോൾ ഞാൻ 1000 മീറ്റേഴ്സിന് എടുത്തു. ഓക്കെ, ഈ 1000ഉം 10⁻³ എന്താവും, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ വരും, 10 ജൂൾ എന്ന് വരും. അതായത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈക്വൽ ടു 10 ജൂൾ. ഓക്കെ, ഇനീഷ്യലി ഈ എന്താ ലിക്വിഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ റെയിൻ ഡ്രോപ്പ് റെസ്റ്റിലായിരുന്നു. ഫൈനലി വെൻ ഇറ്റ് റീച്ചസ് എർത്ത് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഗിവൺ ആസ് 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി നോക്കാം. ഫൈനൽ കൈനറ്റിക് എനർജി അല്ല, ഇവിടെ ഇപ്പോൾ എന്താണെന്നോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ കെ സ്റ്റാൻഡ്സ് ഫോർ കൈനറ്റിക് എനർജി ആൻഡ് ഡെൽറ്റ സ്റ്റാൻഡ്സ് ഫോർ ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ കെ പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എന്തുവാ പറഞ്ഞേ, ഇവിടെ നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി ½mv², ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി കാണാൻ വേണ്ടിയിട്ട് ഹാഫ് മാസ് 1 gram ആണ്, അതിനെ കിലോഗ്രാം ആക്കാൻ 10⁻³ പിന്നെ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 50² ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഫ് 10⁻³ 2500 മനസ്സിലാവുന്നുണ്ടല്ലോ. ആ 2500നെ നിങ്ങൾക്ക് 10,000 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 10,000ഉം 10⁻³ ഇവിടെ ചേരുമ്പോൾ 10 വരും. അപ്പോൾ 10/4 അല്ലെങ്കിൽ 10/4 × 2 എത്രയാണ്, 10/8 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25 ജൂൾ വരും. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാ. ഇവിടെ വർക്ക് ഈസ് ഡൺ ബൈ ഗ്രാവിറ്റി ആൻഡ് ഓൾസോ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ്. അപ്പോൾ 2 ഫോഴ്സസ് അവിടെ വർക്ക് ചെയ്യുന്നത്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി പ്ലസ് വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമുക്ക് WR വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മൈനസ് എന്താ, വാട്ട് ഈസ് ദാറ്റ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ കെ ഉണ്ടല്ലോ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇതാ ഇവിടെ 1.25 ജൂളാണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്താ 10 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ്. ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്യുന്നത് -8.75 ജൂളാണ്. ഓക്കെ, റെസിസ്റ്റീവ് ഫോഴ്സ് ചെയ്ത വർക്ക് അവിടെ നെഗറ്റീവാണ് കിട്ടി. കാര്യം എന്താ, നമ്മൾ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ് പാർട്ടിക്കിളിൻ്റെ, റെസിസ്റ്റീവ് ഫോഴ്സ് മേലോട്ടാണ്. ദാറ്റ് ഈസ് വൈ വി ഹാവ് ഗോട്ട് ദാറ്റ് വർക്ക് ഡൺ ആസ് നെഗറ്റീവ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് വർക്ക് ഡൺ. അതിൽ വർക്ക് ഡൺ ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സി ദ W ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് വെക്ടറാണ്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് അനദർ വെക്ടർ. പക്ഷേ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താ, റിസൾട്ട് സ്കേലാർ കിട്ടേണ്ട വിധത്തിലാണ്. അതായത് സ്കേലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റാണ്. ഈ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വർക്ക് ഡൺ മസ്റ്റ് ബി എ സ്കേലാർ. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ സ്കേലാർ ആണ്. അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ജൂളാണ്. ഓക്കെ, ജൂളിൽ എഴുതുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഫുൾ എഴുതണം, ഇറ്റ് മസ്റ്റ് ബി സ്റ്റാർട്ടിങ് വിത്ത് എ സ്മോൾ ലെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ക്യാപിറ്റൽ J എന്ന് മാത്രം എഴുതുക. ഡയമെൻഷണൽ ഫോർമുല ml² T⁻². ഇപ്പോൾ നമുക്ക് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അല്ലെങ്കിൽ ഏകദേശം എത്രമാത്രം ദൂരമാണ് 1 മീറ്റർ. അതുപോലെ 1 കിലോഗ്രാം ഏകദേശം എത്രയാണെന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഫോഴ്സിനെ കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ഒരു ധാരണ ഉണ്ടാക്കി. അതെന്തായിരുന്നു, 1 കിലോഗ്രാം മാസിൽ 1 മീറ്റർ പെർ സെക്കൻഡ്² ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഫോഴ്സ് വേണോ അതിനെയാണ് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറയുക. ഓക്കെ, അതേപോലെ വാട്ട് ഈസ് 1 ജൂൾ ഓഫ് വർക്ക്. അതിൽ ഇവിടെ നോക്കൂ, വർക്ക് ഡണ്ണിൻ്റെ നമുക്ക് FD cos θ, അതിൽ F ഈക്വൽ ടു 1 ന്യൂട്ടൺ വിചാരിച്ചോ, D ഈക്വൽ ടു 1 മീറ്റർ വിചാരിച്ചോ, cos θ ഈക്വൽ ടു 1 വിചാരിക്കുക, അതായത് θ 0, അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡിറക്ഷനിൽ, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ അതേ ഡിറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ Fഉം Dയും cos θ 1 ആകുമ്പോൾ വർക്ക് ഡൺ 1 കിട്ടും, അതായത് 1 ജൂൾ കിട്ടും. അതായത് സി വർക്ക് ഡൺ ഈസ് സെറ്റ് ടു ബി 1 ജൂൾ ഇഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ആക്ടിങ് ഓൺ എ ബോഡി produces a displacement of 1 meter along the direction of the force. Okay, force in the അതേ ഡിറക്ഷനിൽ 1 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ് ഒരു കോൺസ്റ്റൻറ്റ് 1 ന്യൂട്ടൺ ഫോഴ്സ് എങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് 1 ജൂളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ വർക്ക് ഡൺ സ്കേലാർ ആണ്. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, ഇറ്റ് ക്യാൻ ബി 0, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്. ഇവിടെ ഇപ്പോൾ എന്താണെന്നറിയോ, സപ്പോസ് എ ബ്ലോക്ക് ഈസ് കെപ്റ്റ് ഓൺ എ
ഹൊറിസോണ്ടൽ ഫ്ലോർ അത് റഫ് ആണെന്ന് വിചാരിച്ചോളൂ, അതായത് കുറച്ച് ഫ്രിക്ഷനും ഇരിക്കട്ടെ. അതിൽ ഇവിടെ വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ്? ഒന്ന് നമുക്കിത് ഇങ്ങനെ പറയാം, സി ഇതിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. ഇവിടെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും, തീർച്ചയായിട്ടും നോർമൽ റിയാക്ഷൻ മേലോട്ടുണ്ടാവും. ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് സ്മോൾ എഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു, അത് ബാക്ക്വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണെന്നോ, ഡബ്ല്യു വിത്ത് സഫിക്സ് ക്യാപിറ്റൽ എഫ് എന്നാണ്. ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ആ ബോഡിയിൽ അപ്ലൈ ചെയ്ത ഫോഴ്സാണ്. ഓക്കെ, ഇതാ ബോഡി ഈസ് ബീങ് പുൾഡ് ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ക്യാപിറ്റൽ എഫ് അപ്ലൈഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, നോക്കൂ, ഒരു എഫ് ഫോഴ്സ് നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് തീറ്റ ആംഗിൾ വലിച്ചു, അതായത് ഇപ്പോൾ ഒരു സ്ട്രിങ് കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്, അത് അക്യൂട്ട് ആംഗിളാണ്, അതായത് ലെസ് ദാൻ 90. അപ്പോൾ കോസ് തീറ്റ പറഞ്ഞാൽ പോസിറ്റീവ് ആവും. ഓക്കെ, കോസ് തീറ്റ പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് അവിടെ നോക്കൂ, വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് ഡബ്ല്യു വിത്ത് സഫിക്സ് എഫ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. ഓക്കെ, അതിൽ തീറ്റ ലെസ് ദാൻ 90 ആണ്, അപ്പോൾ കോസ് തീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ്. വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി? ഗ്രാവിറ്റി എങ്ങോട്ടാ? ഗ്രാവിറ്റി താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാ. അപ്പോൾ direction between gravitational force and the displacement is 90 degree. So work done by gravity will be mg force by gravity d displacement രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളിന്റെ കൊസൈൻ ഫംഗ്ഷൻ cos 90. അപ്പോൾ 0 യാ. What would be the work done by normal reaction? നോർമൽ റിയാക്ഷൻ അങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാ, രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാ. അപ്പോൾ വർക്ക് ഡൺ വിൽ ബി 0. വാട്ട് വുഡ് ബി ദ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്? നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, ഫ്രിക്ഷൻ അങ്ങോട്ട്, അപ്പോൾ രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 180. കോസ് 180 പറഞ്ഞാൽ -1 ആണ്, അപ്പോൾ -f/d വരും. അതായത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ സ്മോൾ എഫ് ആ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈസ് നെഗറ്റീവ്. അപ്പോൾ ഈ ഒരൊറ്റ കേസിൽ തന്നെ വെൻ എ ബ്ലോക്ക് ഈസ് ബീങ് പുൾഡ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ സർഫസ് ബൈ എ ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, ആ തീറ്റ അക്യൂട്ട് ആണെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ 3 ടൈപ്പ് ഓഫ് വർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? പോസിറ്റീവ് വർക്ക് ഉണ്ട്, 0 വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് is always directed towards the center and the velocity of a particle in circular motion is always along the tangents. സർക്കിളിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ ആയിട്ടാണ്. വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാവും ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിട്ടാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി അലോങ് ദി ടാൻജൻറ്റ്സ്. ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റും ടാൻജൻഷ്യൽ ആയിട്ടാവും. അപ്പോൾ ഓരോ മൊമെൻറ്റിലും, സർക്കുലർ മോഷനിൽ ഓരോ മൊമെൻറ്റിലും ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഓരോ മൊമെൻറ്റിലും വർക്ക് ഡൺ 0 ആവും. ഓക്കെ, അതായത് ഒരു വർക്കും ചെയ്യാത്ത ഫോഴ്സാണ് എന്ത്? സെൻട്രിപ്പെറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വർക്ക് ഡണ്ണിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് ജൂള് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ. പിന്നെ നമ്മൾ ഈ SI യൂണിറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് CGS യൂണിറ്റാണ് യൂസ് ചെയ്തിരുന്നത്. അതിനകത്ത് വർക്കിൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ എർഗാണ്. ഓക്കെ, ERG. അപ്പോൾ ആ ഒരു എർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വർക്ക് ഡൺ ഉണ്ട്, എത്രമാത്രം ജൂളാണ്, അത് നമുക്കൊന്ന് നോക്കാം. ഈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നേരെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ 1 ജൂൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് മാൻസ് 2. ഓക്കെ, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് മാൻസ് 2 പറഞ്ഞാൽ ഫോഴ്സാണ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കൂടെ വരും, അതായത് മീറ്റർ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് മാൻസ് 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്നറിയോ? 1 കിലോഗ്രാം ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ, സെക്കൻഡ് റൈസ് മാൻസ് 2 എന്ന് പറഞ്ഞാൽ അടിയിൽ 1 സെക്കൻഡ് ഇൻറ്റു 1 സെക്കൻഡ്. ഓക്കെ, മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ, സെക്കൻഡ് റൈസ് മാൻസ് 2 പറഞ്ഞാൽ അടിയിൽ 1 സെക്കൻഡ് ഇൻറ്റു 1 സെക്കൻഡ്. അതാ, അപ്പോൾ നമുക്ക് 1 കിലോഗ്രാം പിന്നെന്താ മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് മാൻസ് 2. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? 1000 ഗ്രാം. അത് ഞാനിവിടെ എഴുതി 10⁻³ ഗ്രാം. പിന്നെ മീറ്റർ സ്ക്വയറാ എന്ന് പറഞ്ഞാൽ മീറ്റർ ഇൻറ്റു മീറ്റർ ഇതാ 2 തവണയുണ്ട്. അപ്പോൾ 1 മീറ്റർ പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ, 100ന് ഞാൻ 10 സ്ക്വയർ എന്ന് എഴുതി. ആ 1 മീറ്ററും കൂടെ ഉണ്ട്, കാരണം മീറ്റർ സ്ക്വയറാ. അപ്പോൾ അതും എന്താ 100 സെൻറ്റിമീറ്റർ. ആ 100ന് ഞാൻ 10 സ്ക്വയർ എന്ന് എഴുതി, സെൻറ്റിമീറ്റർ. പിന്നെ സെക്കൻഡ് റൈസ് മാൻസ് 2 പറഞ്ഞാൽ അത് ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡാണ്.
ഓക്കെ, നമ്മൾ SI സിസ്റ്റത്തിൽ നിന്ന് CGസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവിടെ ടൈം സെക്കൻഡാണ്, ഇവിടെയും ടൈം സെക്കൻഡാണ്. അപ്പോൾ കൺവേർഷൻ ഇല്ല. അപ്പോൾ 1 സെക്കൻഡിന് 1 സെക്കൻഡ്. ഇവിടെ ഇപ്പോൾ 10⁻³ ഇൻറ്റു 10⁻² പറഞ്ഞാൽ 10⁵ ഇൻറ്റു 10⁻² പറഞ്ഞാൽ 10⁻7. അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? 10⁻7 ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻². ഈ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻² പറഞ്ഞാൽ അതാണ് എർഗ്. ഓക്കെ, അപ്പോൾ ഈ 1 എർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് നോക്കൂ, 1 ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻7 എർഗ്. അപ്പോൾ 1 എർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10⁻⁻7 ജൂൾ. അതാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ വോൾട്ടാണ്. ഇത് സാധാരണ നമ്മൾ ഈ ന്യൂക്ലിയസ്, ഇലക്ട്രോണ്, പ്രോട്ടോണ് അങ്ങനെയൊക്കെയുള്ള അറ്റമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഇത്. ഇതെന്താ സംഭവം എന്നറിയോ? ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്, പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട് വിചാരിച്ചോളൂ. നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഇലക്ട്രോൺ അതെ ഇലക്ട്രോൺ ഞാനിപ്പോൾ ഇവിടെ അവിടെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യണം. പിടി വിട്ട് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങോട്ട് ആക്സലറേറ്റ് ചെയ്യും. പിടിച്ചു വെക്കണം, സംഹൗ പിടിച്ചു വെച്ചാൽ മാത്രമേ അവിടെ നിൽക്കുള്ളൂ. സപ്പോസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് റിലീസ്ഡ്. മാത്രമല്ല ഇവിടെ പ്ലസും ഇവിടെ മൈനസും ഉണ്ടാവണം. ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്താലേ അത് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഈ കണക്ട് ചെയ്ത സെല്ല് 1 വോൾട്ടാണ് എന്ന് വിചാരിച്ചോ. 1 വോൾട്ട്. അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന ചെറിയ സെല്ലുണ്ടല്ലോ, അത് 1.5 വോൾട്ടാണ്. ഇതിപ്പോൾ 1 വോൾട്ടാണ് വിചാരിച്ചോ. അപ്പോൾ ആ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത 2 മെറ്റൽ പ്ലേറ്റ്സ്. ഇലക്ട്രോൺ വെറുതെ അവിടെ നിൽക്കില്ല, കാരണം ഇതിന് നെഗറ്റീവ് പൊളാരിറ്റി ഉള്ളത്. ഇലക്ട്രോൺ വിൽ ബി റിപ്പൽഡ് ബൈ ദാറ്റ് പ്ലേറ്റ്സ്. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കണം ഇലക്ട്രോണിനെ അവിടെ. നമ്മൾ റിലീസ് ചെയ്താൽ, പിടിവിട്ടാൽ ആ ഇലക്ട്രോൺ അങ്ങോട്ട് വലിക്കും. ഇറ്റ് വിൽ ഗെറ്റ് ആക്സിലറേറ്റഡ്. സോ ഇറ്റ്സ് വെലോസിറ്റി വിൽ ഇൻക്രീസ് ആൻഡ് ഇറ്റ് വിൽ ഗെയിൻ കൈനറ്റിക് എനർജി. അങ്ങനെ 1 വോൾട്ടിലൂടെ ആക്സിലറേറ്റ് ചെയ്ത ഒരു ഇലക്ട്രോൺ എത്ര കൈനറ്റിക് എനർജി അക്വയർ ചെയ്യൂ? ദി കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. അതിനെയാണ് നമ്മൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുക. ഈ ഇലക്ട്രോൺ വോൾട്ടിന്റെ സിമ്പൽ സ്മോൾ ഇ ക്യാപിറ്റൽ വി ആ. കണ്ടോ? സ്മോൾ ഇ ക്യാപിറ്റൽ വി. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? ഒരു ഇലക്ട്രോണിക് ചാർജിന്റെ വാല്യൂ, ഇലക്ട്രോണിന്റെ മേലുള്ള ചാർജ് ഉണ്ടല്ലോ, അതിന്റെ വാല്യൂ 1.6 × 10⁻⁻19 കുളുംസ. അതേ വാല്യൂ, അത്രയും ജൂളാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട്. കണ്ടോ? 1.6 × 10⁻⁻19 ജൂൾ. പിന്നെന്താണെന്നറിയോ, പണ്ട് കാലത്ത് നമ്മൾ എന്താ പറയുക, ഈ ഹീറ്റ് മെഷർ ചെയ്തിരുന്നത് കലോറിയിലും എനർജി മെഷർ ചെയ്തിരുന്നത് എർഗിലുമായിരുന്നു. മനസ്സിലാവുണ്ടോ? പിന്നെ നമ്മൾ ഈ SI സിസ്റ്റം അഡോപ്റ്റ് ചെയ്തപ്പോൾ ഓൾ ഫോംസ് ഓഫ് എനർജി, ഹീറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് എനർജി, എല്ലാ എനർജിയും നമ്മൾ മെഷർ ചെയ്യുന്നപ്പോൾ ജൂളിലാണ്. അപ്പോൾ പണ്ട് നമ്മൾ യൂസ് ചെയ്ത ഹീറ്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന യൂണിറ്റാണ് കലോറി. അപ്പോൾ ഈ 1 കലോറി പറഞ്ഞു കഴിഞ്ഞാൽ 4.186 ജൂൾ. ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എത്ര കലോറി ബേൺ ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ പറയുക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് അനദർ യൂണിറ്റ് ഓഫ് എനർജി. പിന്നെ കിലോ വാട്ട് അവർ. ബ്യൂട്ടിഫുൾ. അത് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഉണ്ടല്ലോ, ആ ഇലക്ട്രിക്കൽ എനർജി എത്ര നമ്മൾ കൺസ്യൂം ചെയ്തോ അതിനുള്ള എന്താ പറയുക പൈസയാണ് നമ്മൾ KSEBക്ക് കൊടുക്കുന്നത്. അതിൽ നമ്മൾ എത്ര യൂണിറ്റ് കൺസംഷനാണ് പറയുക. ഓക്കെ, എത്ര യൂണിറ്റ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, 1 യൂണിറ്റ് ഈസ് 1 കിലോ വാട്ട് അവർ. 1 യൂണിറ്റ് സാധാരണ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പറയുമ്പോൾ നമ്മൾ പറയുന്ന സാധനമാണ് ഈ 1 യൂണിറ്റ്. എത്ര യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു എന്നാണ് പറയുക. ആ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 കിലോ വാട്ട് അവർ എന്നാണ്. 1 കിലോ വാട്ട് അവർ. ഓക്കെ, അപ്പോൾ ഈ 1 കിലോ വാട്ടർ ഈ 3.6 × 10⁻⁶ ജൂൾ എങ്ങനെ കിട്ടി എന്നുള്ളത് ഈ ചാപ്റ്ററിൽ തന്നെ ഒരല്പം കൂടെ കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്താ 3.6 × 10⁻⁶ ജൂൾ, ദാറ്റ് ഈസ് 1 കിലോ വാട്ട് അവർ. ഓക്കെ, now see we have an interesting numerical example. A cyclist comes to a skidding stop in 10 meter. ബ്രേക്ക് പിടിച്ചു, ഒരു 10 മീറ്റർ കൊണ്ടാണ് സ്റ്റോപ്പ് ആയത്. ഓക്കെ, പിന്നെ ഡ്യൂറിങ് ദിസ് പ്രോസസ് ദ ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു ദ റോഡ് ഈസ് 200 Newton ആൻഡ് ഈസ് ഡയറക്ട്ലി opposed to the motion. എന്തൊക്കെയാ? How much work does the road do on the cycle? അപ്പോൾ അതിൽ W പറഞ്ഞാൽ F.D ആണ്. ദാറ്റ് ഈസ് FD cos theta. അതിൽ ഫോഴ്സ് ഈസ് ഗിവൺ ആസ് 200 Newton. ഡിസ്പ്ലേസ്മെന്റ് ഈസ് 10 meter. ഓക്കെ, ഫോഴ്സ് അങ്ങോട്ടല്ല, ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ട്,
ഫോഴ്സ് പുറകോട്ടെ, റൈറ്റ്? സൈക്കിൾ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 200 × 10 × cos 180 എത്രയാണ്, -1 ആണ്. അപ്പോൾ എത്ര വരും, -2000 ജൂൾ എന്ന് വരും. ഓക്കെ, അവിടെ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ് ബിക്കോസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓർ വർക്ക് ഈസ് ബീങ് ഡൺ ബൈ എ റിട്ടാർഡിങ് ഫോഴ്സ്. ഓക്കെ, അങ്ങനെ. പിന്നെ രണ്ടാമത്തെ, ഹൗ മച്ച് വർക്ക് ഡസ് ദ സൈക്കിൾ ഡു ഓൺ ദ റോഡ്? See, when a road exerts a force on the cycle, then definitely cycle will exert a force on the road. But the road is not moving. Even though cycle exerts an equal force on the road, as the road is at rest or the displacement is zero, whatever force is applied, that force cannot do any work. മനസ്സിലായില്ലേ? അപ്പോൾ work done by the cyclist on the road is zero. Okay, അതിൽ see the energy possessed by a body by virtue of its motion, അതിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി പറയുക. ഈ കൈനറ്റിക് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നറിയോ? അതിൻ്റെ എക്സ്പ്രഷൻ K = ½ mv², ½ mv². ഓക്കെ, അതിൽ ആ V എന്താ, വേണമെങ്കിൽ നമുക്ക് ആ v²നെ v.v എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി വിൽ ബി ½ × m × v.v. ഓക്കെ, വെലോസിറ്റി, ആ വെലോസിറ്റി കൊണ്ട് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാസ് എന്ന് പറയാം, ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് സ്പീഡ് ഓൾസോ. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന സാധനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ എന്തുമാത്രം കൈനറ്റിക് എനർജി ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടേബിൾ തന്നിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഒരു കാറ് 25 m/s. 25 m/s എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയോ? 90 km/h മൂവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോവുക. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു കാറിന് 6.3 × 10⁵. 10⁵ എന്ന് പറഞ്ഞാൽ 1,00,000. അപ്പോൾ ഏകദേശം എന്താ, 6,30,000 ജൂള്. ഓക്കെ, കൈനറ്റിക് എനർജി ഉണ്ട് ഈ 6.3 × 10⁵ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റണ്ണിങ് അത്ലീറ്റ്. ഓക്കെ, ഈ അത്ലറ്റിൻ്റെ മാസ് എത്രയാണെന്ന് അറിയോ? 70 kg ആണ്. ആൻഡ് ഈസ് റണ്ണിങ് അറ്റ് 10 m/s. 10 m/s നടക്കുമോ? 10 m/s എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡായി കേട്ടോ. പിന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. മീൻസ് എന്താ, നമ്മൾ ആ ഒളിമ്പിക്സിലൊക്കെ ഓടുന്ന ആൾക്കാരുടെയൊക്കെ സ്പീഡ് എന്താ, അതാ വരിക 10 m/s. ഓക്കെ, അതിൽ 70 kg ആണ് മാസ്. പിന്നെ ½ mv² ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3.5 × 10⁻³ 10⁻³ എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ. അപ്പോൾ 3500 ജൂളാണ് വരിക. ഓക്കെ, കൈനറ്റിക് എനർജി. പിന്നെ അടുത്ത എന്താ, ബുള്ളറ്റ്. ബുള്ളറ്റിന് പക്ഷേ പ്രശ്നം എന്താ അറിയോ? മാസ് വളരെ കുറവാണ്. നോക്കുക, അവർ തന്നിരിക്കുന്നത് 50 ഗ്രാമാണ്. 5 × 10⁻² kg പറഞ്ഞാൽ 50 ഗ്രാമാണ്. ബട്ട് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് 200 m/s. ഓക്കെ, എന്താ പറയുക, അപ്പോൾ നമുക്ക് അതിൻ്റെ എനർജി തന്നിരിക്കുന്നത് 1000 ജൂളാണ്, കൈനറ്റിക് എനർജി. പിന്നെ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം 10 മീറ്റർ, 10 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴോട്ടിട്ടുള്ള ഒരു സ്റ്റോൺ താഴെ എത്തുമ്പോൾ അതിൻ്റെ മാസ് എത്ര, 1 kg ആണ് എടുത്തിരിക്കുന്നത്. സ്പീഡ് എത്രയാണ്? സ്പീഡ് 14 m/s ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് 100 ജൂൾ നിയർലി. ഓക്കെ, പിന്നെ അടുത്തത് റെയിൻ ഡ്രോപ്പ് അറ്റ് ടെർമിനൽ സ്പീഡ്. അതെന്താ കാര്യം എന്നറിയോ? ഈ റെയിൻ ഡ്രോപ്പ് ചെയ്യുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കല്ല് നമ്മൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി 10 m/s കൂടും. ഓക്കെ, ഓരോ സെക്കൻഡിലും 10 m/s വെലോസിറ്റി കൂടും. പക്ഷെ നേരത്തെ നമ്മൾ എടുത്ത ഒരു റെയിൻ ഡ്രോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ വെലോസിറ്റി 50 m/s ആയിരുന്നു. മീൻസ് ഇൻ ഓർഡർ ടു അക്വയർ എ വെലോസിറ്റി 50 m/s ഇറ്റ് വിൽ ഹാവ് ടു ഫോൾ ഫോർ എ ടൈം ഓഫ് 5 seconds. പക്ഷെ അതല്ലല്ലോ. പക്ഷേ ഈ റെയിൻ ഡ്രോപ്പ് നമ്മൾ എയറിലൂടെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലൂടെ വരുമ്പോഴെന്താണെന്നറിയോ? കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും 10 m/s വെച്ച് കൂടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് അകലത്തിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇറ്റ് വിൽ സ്റ്റോപ്പ് ആക്സിലറേറ്റിംഗ്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യും. അങ്ങനെ ദി കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻ ബൈ എ പാർട്ടിക്കിൾ മൂവിങ് ത്രൂ എ വിസ്കസ് മീഡിയം. ഒരു വിസ്കസ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡി കുറച്ചൊക്കെ ആക്സിലറേറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ആ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയെ ടെർമിനൽ വെലോസിറ്റി എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് പിന്നെന്താ, അതിനുശേഷം ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി വിൽ ബി ബാലൻസ്ഡ് ബൈ ദ വിസ്കസ് ഫോഴ്സ്. പിന്നെ വെലോസിറ്റി കൂടില്ല. ഓക്കെ, ആ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതാ. അപ്പോൾ ഇവിടെ മാസ് എത്രയാണ്? 3.5 × 10⁻⁵. ഇതെന്താ, റെയിൻ ഡ്രോപ്പാണ് കേട്ടോ. 10⁻⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണെന്നറിയോ?
അത്രയും കിലോഗ്രാം. അപ്പോൾ 3.5 ഇൻറ്റു 10⁻² ഗ്രാം ആണ് അല്ലേ. 3.5 ഇൻറ്റു 10⁻² ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 35 മില്ലിഗ്രാം എന്ന് പറയാം. 35 മില്ലിഗ്രാം റെയിൻ ഡ്രോപ്പ്. ഓക്കെ, 35 മില്ലിഗ്രാം ആണ്. അതിൻ്റെ മാസ്. സ്പീഡ് എത്രയാണ്? 9 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സ്പീഡ്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറവാണ്. അതായത് 1.4 മില്ലി ജൂളേ ഉള്ളൂ കൈനറ്റിക് എനർജി. പിന്നെ ധാരാ എയർ മോളിക്യൂളിൻ്റെ മാസ് എത്രയാ? 10⁻26 കിലോഗ്രാമാണ്. ഓക്കെ, 10⁻26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 കുറവാണ്, പ്രശ്നമില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് സ്പീഡ് ഈസ് 500 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ കാണിച്ച സ്പീഡിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് എന്താ? ഈ എയർ മോളിക്യൂളാണ്. 500 മീറ്റർ പെർ സെക്കൻഡ് ആയിക്കോട്ടെ. പക്ഷേ അതിൻ്റെ കൈനറ്റിക് എനർജി എന്നിട്ടും വളരെ കുറവാണ്. 10⁻21 ഉള്ളൂ. അതിൻ്റെ കാര്യം എന്താ? മാസ് നമുക്ക് ഇപ്പോൾ ഇത് മറ്റതൊക്കെ മാസ് എത്രമാത്രം ഉണ്ടെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. ഇതിപ്പോൾ ഇത് പറയാൻ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രമാത്രം ചെറിയ നെഗ്ലിജിബിൾ മാസേ ഉള്ളൂ ഒരു മോളിക്യൂളിന്. സോ ദ കൈനറ്റിക് എനർജി ഈസ് അത്രമാത്രം ചെറുതാണ്. ഇനി example 5.4. In a ballistics demonstration, a police officer fires a bullet of mass 50 gram with a speed 200 meter per second on soft plywood of thickness 2 centimeter. The bullet emerges with only 10% of its initial kinetic energy. What is the emergent speed of the bullet? അപ്പോൾ ഇത് നിങ്ങളുടെ NCERT ബുക്കിൽ വർക്ക്ഡ് ഔട്ടാണ്. അപ്പോൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ നോക്കാം. 1/2 mvi². അതിൽ മാസ് എത്രയാണ്? 50 ഗ്രാമിന് കിലോഗ്രാം ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വെലോസിറ്റി 200 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ 200² എന്ന് എഴുതി. ഓക്കെ, ടേബിൾ 5.2 എന്നാ. 5.2 അവർ തന്നിരിക്കുന്ന എന്താ? ഓക്കെ, എയർ മോളിക്യൂളിൻ്റെ ആണ് 500, റൈറ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടിയത് 1000 ജൂളിനാണ് കിട്ടിയത്. പക്ഷേ ആ 2 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള പ്ലൈവുഡിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പുറത്ത് വന്നപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഓൺലി 10%. ഈ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 10/100 അല്ലെങ്കിൽ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്രയാ? ഫൈനൽ കൈനറ്റിക് എനർജി 100 ജൂളിന് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൽ 1/2 mvf². അതാണ് അല്ലേ, VF ഈസ് ദ ഫൈനൽ വെലോസിറ്റി 100 ജൂൾ. അപ്പോൾ അവിടുന്ന് നമുക്ക് VF ഈക്വൽ ടു എത്ര കിട്ടിയെന്ന് അറിയാം? 63.2 മീറ്റർ പെർ സെക്കൻഡാണ്. 63.2 മീറ്റർ പെർ സെക്കൻഡ്. ഒറിജിനലി ദ വെലോസിറ്റി വാസ് 200 മീറ്റർ പെർ സെക്കൻഡ്. After penetrating through 2 centimeter of plywood, its kinetic energy is reduced to 10% and its velocity becomes 63.2 meter per second. അപ്പോൾ ഇവിടെ നോക്കൂ, ഫൈനൽ വെലോസിറ്റി ആണ് ഇത് 63.2. ഇനീഷ്യൽ വെലോസിറ്റി ആണ് 200. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യലി 100 ഉണ്ടായിരുന്നു, ഇപ്പോൾ 20 ആണ് പറഞ്ഞാൽ 20% ആയി കുറഞ്ഞു എന്നാ. അതെങ്ങനെ കിട്ടിയത്? ഇപ്പോൾ ഉള്ള 20 നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ 100 ഇൻറ്റു 100, അതാ പെർസെൻറ്റേജ് കാണുക. അപ്പോൾ ഇപ്പോൾ ഉള്ള കൈനറ്റിക് എനർജി ഇപ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ്? 63.2. ഒറിജിനലി ഉണ്ടായിരുന്നു 200. അപ്പോൾ ആ 63.2 ഒറിജിനൽ വെലോസിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 63.2 ഡിവൈഡ് ബൈ ഒറിജിനൽ വെലോസിറ്റി ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അപ്പോൾ 63.2ൻ്റെ പകുതി വരും, അതായത് പിന്നെ 31.6 വരും. അപ്പോൾ 31.6% വെലോസിറ്റിയേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നറിയോ? 68.4% ലൂസ് ചെയ്തു വെലോസിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ചെയ്തിരിക്കുന്നത്. സോ പെർസെൻറ്റേജ് ലോസ് ഓഫ് വെലോസിറ്റി ഈസ് 68.4. ഇനി നമുക്ക് ഇതിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. കൈനറ്റിക് എനർജി K ഈക്വൽ ടു 1/2 mv² ആണ്. ഓർ ലെറ്റ് us say കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വെലോസിറ്റി, ഓർ വെലോസിറ്റി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? വെലോസിറ്റി V പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ VF ഡിവൈഡ് ബൈ VI ഈക്വൽ ടു റൂട്ട് ഓഫ് KF ഡിവൈഡ് ബൈ KI. അതിൽ F സ്റ്റാൻഡ്സ് ഫോർ ഫൈനൽ, I സ്റ്റാൻഡ്സ് ഫോർ ഇനീഷ്യൽ. ഓക്കെ, അതിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 100%. ഓക്കെ, 100%. ഇപ്പോഴുള്ള കൈനറ്റിക് എനർജി എത്ര? ഫൈനൽ ഓൺലി 10%. എത്രയെന്നൊന്നും അറിയണ്ട, 10%. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് ഇവിടെ 10ൻ്റെ റൂട്ട്, നമ്മൾ ഈ ഡെസിമൽ സിസ്റ്റം ആയതുകൊണ്ടേ
ഈ 10 എന്ന് പറയുന്നതാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10. അപ്പം നിങ്ങൾ നമുക്ക് എന്താ പറയുക 2ൻ്റെ റൂട്ട് അറിയാം 1.414, 3യുടെ റൂട്ട് അറിയാം 1.732, മനസ്സിലായില്ല? 4 അറിയാം, പിന്നെ എന്താ പറയുക ബാക്കിയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സൊക്കെ അറിയാം. അതേപോലെ 10ഉം എന്താ പറയുക ഇപ്പോൾ 9ൻ്റെ റൂട്ട് എന്താ 3 ആണ്. 10 എന്ന് പറഞ്ഞാൽ അപ്പോൾ 3 പോയിൻറ്റ് സംതിങ് ആവും, മനസ്സിലായില്ല? പലപ്പോഴും നമ്മൾ കാൽക്കുലേഷനിലൊക്കെ 3.14 പൈയുടെ വാല്യൂ റൂട്ടിൻ്റെ 10 ആയിട്ട് അങ്ങ് ചെയ്യാം, കുഴപ്പമില്ല, അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടും. കുറച്ചുകൂടെ എന്താ അപ്രോക്സിമേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 3.16 ആണ്, 3.16. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 100ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രയാ? പുറത്ത് വരുമ്പോൾ 10 വരും. 10ൻ്റെ റൂട്ട് എത്രയാ? 3.16. അപ്പോൾ 3.16/10 എന്ന് പറഞ്ഞാൽ 0.316 വരും, മനസ്സിലാവുന്നുണ്ടോ? ഏത്? ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0.316. അതിനെ പെർസെൻറ്റേജ് ആക്കാൻ നിങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 31.6. ഫൈനൽ വെലോസിറ്റി ഈസ് ഓൺലി 31.6% ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ എത്ര നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടത് എത്രയാ? 31.6 ആണെങ്കിൽ നഷ്ടപ്പെട്ടത് 68.4%. ഇനി അടുത്തത് എന്താണെന്നറിയോ? വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. But force dot displacement will give you the work done only when the force is constant throughout the displacement. Throughout the displacement force constant ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്ത വർക്ക് ഡൺ കിട്ടുള്ളൂ. If the force is not constant or if we want to find the work done by a variable force, അപ്പം നമ്മൾ എന്താ ചെയ്യുക? അപ്പം നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ, ഇവിടെ നോക്കൂ, വേരിയേഷൻ ദ ഫോഴ്സ് ഈസ് പ്ലോട്ടഡ് അലോങ് ദ y ആക്സിസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ പൊസിഷൻ ഈസ് പ്ലോട്ടഡ് അലോങ് ദി x ആക്സിസ്. അപ്പോൾ നോക്കൂ, ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല, ഫോഴ്സ് ഇതേ കൂടുന്നു, വേരി ചെയ്യുന്നുണ്ട്, ഓക്കെ, കൂടിയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ഇൻറ്റർവൽസ്. ഓക്കെ, ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വെൻ യു കൺസിഡർ എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, even though the force is varying through as the body moves, when we take a small elementary displacement, in that displacement we can assume that the force is almost constant. Okay, ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെ എടുത്തിരിക്കുന്നത്? ഇത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അവിടെ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സിൽ ചെറിയ വേരിയേഷനേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ വിഡ്ത്ത്, ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ, വെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ഈസ് അഗെയിൻ റെഡ്യൂസ്ഡ്, അപ്പോഴെന്താവും? അപ്പോൾ ആ ഫോഴ്സിൻ്റെ വേരിയേഷൻ കുറച്ചുകൂടെ കുറയും. അല്ലെങ്കിൽ എന്താ, വി ക്യാൻ കൺസിഡർ ഇൻ എ വെരി സ്മോൾ എലിമെൻ്ററി ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ടു ബി ഡിവൈഡഡ് ഇൻ ടു എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ എലിമെൻറ്റ്സ്. Each of length say delta x, during that delta x force is assumed to be constant. അപ്പോൾ elementary work done in moving the particle through each delta x. അപ്പോൾ ഓരോ ഡെൽറ്റ എക്സിലൂടെയും മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് പറഞ്ഞാൽ f ഡെൽറ്റ എക്സ് വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറേ ഡെൽറ്റ എക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഡെൽറ്റ എക്സിലും ഫോഴ്സ് കോൺസ്റ്റൻ്റാണ്, ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റാണ്, അതിനകത്ത് ഫോഴ്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് എഫ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ എലിമെൻറ്റിലെയും വർക്ക് നമ്മൾ വേറെ വേറെ കാണുക. കാരണം ഫസ്റ്റ് എലിമെൻറ്റിൽ ഫോഴ്സ് ആവില്ല, അടുത്ത എലിമെൻറ്റിൽ അതാവില്ല, അടുത്ത എലിമെൻറ്റിൽ ഫോഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു എലിമെൻറ്റിൽ എന്താ, ഫോഴ്സ് മാറുന്നില്ല, ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ത്രൂ ഈച്ച് എലിമെൻ്ററി ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്. അതെല്ലാം കൂടെ നോക്കൂ, സം ചെയ്യുക, സമ്മേഷൻ. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് അസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ബോഡി. ഇനി അതിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്. അത് ചെറുതാക്കി എത്രത്തോളം ചെറുതാക്കുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആവും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അതായത് ഫോഴ്സ് വിൽ ബി ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് വെൻ ഡെൽറ്റ എക്സ് ഈസ് എക്സ്ട്രീംലി സ്മോൾ. അത് നമ്മൾ മാത്സിൽ എങ്ങനെ പറയുക? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അതായത് ഡെൽറ്റ എക്സ് ചെറുതാക്കി ഇപ്പം എന്തായി അറിയാം, ഇനി തൊട്ടാ 0 ആവും, അത്രമാത്രം ചെറുതാ. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഓക്കെ, അതിൽ എന്താ എക്സ് ഐ ടു എക്സ് എഫ്, അതായത് ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് അതായത് ഫോഴ്സ് ഇൻറ്റു എലിമെൻ്ററി ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ഡെൽറ്റ എക്സ് 0 ആകുമ്പോൾ ദിസ് സമ്മേഷൻ വിൽ ബിക്കം കണ്ടിന്യൂസ് സമ്മേഷൻ ഓർ ലെറ്റ് us say ഇൻ്റഗ്രേഷൻ.
അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രേറ്റഡ് with respect to x from xi to xf. xi stands for initial x coordinate and xf stands for final x coordinate. That gives us the work done in moving the body from xi to xf. Appo if the force is constant throughout the displacement, then simply the dot product of force and displacement will give you the work done. But if the force is not constant, or if you want to find the work done by a variable force, അതിനുള്ള മെത്തേഡ് എന്താ, ഈ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെ. ഇനി ഇവിടെ നോക്കൂ കേട്ടോ, നമ്മൾ ഈ എഫ് ഓഫ് എക്സ് ഇത് കുറേ ചെറിയ ചെറിയ റെക്ടാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റാണ് എഫ് ഓഫ് എക്സ്, അതിൻ്റെ വിഡ്ത്താണ് ഡെൽറ്റ എക്സ്. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ കിട്ടും, ആ സ്ട്രിപ്പിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഓരോ ഡെൽറ്റ എക്സിലൂടെ മൂവ് ചെയ്യാനുള്ള വർക്കും ഈ സ്ട്രിപ്പിൻ്റെ ഏരിയകളാണ്. അതെല്ലാം കൂടെ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ടോട്ടൽ ഈ കേവിൻ്റെ താഴെയുള്ള ഏരിയ കിട്ടില്ലേ, അതാണ് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ആസ് ദി ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ബൈ ഇൻ്റഗ്രേഷൻ, അതായത് ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഫ്രം ദ ഇനീഷ്യൽ ടു ദ ഫൈനൽ പൊസിഷൻ. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഓർ ഫോഴ്സ് പൊസിഷൻ ഗ്രാഫ്. രണ്ടാണെങ്കിലും കറക്റ്റാണ്. നോക്കൂ, ഇത് നിങ്ങളുടെ NCERT ബുക്കിലെ ഒരു ഗ്രാഫാണ്. അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് വായിക്കണം, ടെക്സ്റ്റ് ബുക്കാണല്ലോ, എന്തായാലും വായിക്കാതെ പറ്റില്ല. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണം. ഇപ്പോൾ നീറ്റിനാണാകട്ടെ, JEE-ക്കാവട്ടെ, ഇനിയിപ്പോൾ ബോർഡ് എക്സാമിനാവട്ടെ, ഏത് പരീക്ഷയ്ക്കും അതിൽ നിന്ന് ചോദിക്കാം. അതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല, കാരണം അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിനകത്ത് ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവാത്ത ഒരു കാര്യം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ തരുന്നത്. അപ്പോൾ ഇത് ഫോഴ്സ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് പൊസിഷൻ. അപ്പോൾ നമുക്ക് ദ ഷെയ്ഡഡ് റെക്ടാങ്കിൾ റെപ്രസെൻറ്റ്സ് ദ വർക്ക് ഡൺ ബൈ ദ വേരിയിങ് ഫോഴ്സ് എഫ് ഓഫ് എക്സ് ഓവർ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റിൽ എന്താ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണത്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയാം, delta x. Upper delta w equal to f of x delta x. Adding the areas of all such rectangles, we find that for delta x tends to 0, the area under the curve is exactly equal to work done by f of x. അപ്പോൾ വർക്ക് കാണാൻ നമുക്ക് എന്താ ഏരിയ കണ്ടാൽ മതി, അതിന് കാണാനുള്ള മെത്തേഡാണ് ഇൻ്റഗ്രേഷൻ. ഇനി ഒരു എക്സാമ്പിൾ ഉണ്ട്. എ വുമൻ പുഷസ് എ ട്രങ്ക് ഓൺ എ റെയിൽവേ പ്ലാറ്റ്ഫോം വിച്ച് ഹാസ് എ റഫ് സർഫസ്. She applies a force of 100 Newton over a distance of 110 meter. Thereafter, she gets progressively tired and her applied force reduces linearly with the distance to 50 Newton. The total distance through which the trunk has moved is 20 meter. Plot the force applied by the woman and the frictional force, which is 50 Newton versus displacement. Calculates the work done by the two forces over 20 meter. അതിൽ ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, ആകെ ഈ ട്രങ്കിനെ തള്ളിക്കൊണ്ടു പോകുന്നത് 10 + 10 20 മീറ്ററാണ്. അതിൽ ആദ്യത്തെ 10 മീറ്ററിൽ 100 ന്യൂട്ടൺ കോൺസ്റ്റന്റ് ഫോഴ്സാണ്. പിന്നെയുള്ള 10 മീറ്റർ ഉണ്ടല്ലോ, അതായത് 10 കഴിഞ്ഞ് 10 മുതൽ 20 വരെയുള്ള ആ ഡിസ്റ്റൻസിൽ ഈ 100 നിന്ന് ഗ്രാജുവലി കുറഞ്ഞ് 50 ന്യൂട്ടണിലേക്ക് എത്തും. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദ ടോട്ടൽ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് 120 മീറ്റർ. പ്ലോട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ വുമൺ ആൻഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് ഈസ് 50 ന്യൂട്ടൺ വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നോക്കാം, ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ദി അപ്ലൈഡ് ഫോഴ്സ് ഇതാണ്. അപ്ലൈഡ് ഫോഴ്സ് നോക്കൂ, ആദ്യത്തെ 0 to 10 മീറ്റർ, ആദ്യത്തെ 10 മീറ്റർ വരെ എന്താ സംഭവിക്കുന്നത്? നോക്കൂ, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ എന്താ, ആദ്യത്തെ 10 മീറ്റർ എന്താ, ആദ്യത്തെ 10 മീറ്റർ കോൺസ്റ്റന്റ് ആണ്. പിന്നെ 10 മുതൽ 20 വരെയുള്ള ദൂരം കൊണ്ട് എന്താ ഈ ഫോഴ്സ് നോക്കൂ 100 നിന്ന് ഗ്രാജുവലി കുറഞ്ഞ് എന്തായി 50 ന്യൂട്ടൺ ആയി. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് കാണണം, വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സും കാണണം, ഏരിയ അണ്ടർ ദ ഗ്രാഫാ കാണണ്ടേ. അതിൽ ഇവിടെ നമ്മൾ
ഈ അപ്ലൈഡ് ഫോഴ്സിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ ഹൈറ്റ് 100 ആണ്, വിഡ്ത്ത് എത്രയാണ് 10 ആണ്, അപ്പോൾ 1000 വരും അല്ലേ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ളത് എന്താ, ദിസ് ഈസ് എ ട്രപ്പീസിയം ആണ് അല്ലേ. ആ ട്രപ്പീസിയത്തിൽ ഇത് 100 ആണ്, ഇത് 50 ആണ് പാരലൽ സൈഡ്സ്. അതിൻ്റെ ആവറേജ് ഇൻറ്റു സെപ്പറേഷൻ എത്രയാ 10 മീറ്റർ. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 100 + 50 × 10. ഓക്കെ, ആദ്യം ഇത് റെക്റ്റാങ്കിൾ ആണ് ഈ ഏരിയ, ഇത് 100, ഇത് 10, അപ്പോൾ അത്ര 1000 വരും. പിന്നെ ഉള്ളത് ഈ ഷേപ്പിനെ നമ്മൾ എന്താ പറയുക, ട്രപ്പീസിയം എന്നാ പറയുക. അതിൻ്റെ ഏരിയ കാണാൻ 2 സൈഡ്സ് പാരലൽ ആവും, അതിൻ്റെ ആവറേജ് എടുക്കണം. ഇവിടെ പാരലൽ സൈഡ്സ് ഏതൊക്കെയാ, ഒന്ന് ഇതും അതുപോലെ ഇതുമാണ്. ഓക്കെ, അതിൽ ഇത് 100 ആണ്, ഇത് 50 ആണ്, അപ്പോൾ ആവറേജ് എത്ര വരും, 100 + 50/2. പിന്നെ ആ പാരലൽ സൈഡ്സിന് ഇടയ്ക്കുള്ള സെപ്പറേഷൻ എത്രയായി, 10, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാ 1000 + 750 എന്ന് വരും. ഓക്കെ, 1750. ഇനി വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്. അത് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് എത്രയാ, അത് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനെ ഒപ്പോസ് ചെയ്യണമെന്നാണ്. അത് 50 ന്യൂട്ടനാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 50 ഉണ്ട്. പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് 20 മീറ്റർ. അപ്പോൾ 50 × 20 പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്. പക്ഷേ ഈ ഫോഴ്സ് അല്ലെങ്കിൽ ഏരിയ താഴെയാണല്ലോ, സോ ഇറ്റ് മസ്റ്റ് ബി -1000 ജൂൾ എന്നാണ് വരിക. ഓക്കെ, അതിൽ നമുക്ക് ഇവിടെ ഇത് വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് ആണ്, W വിത്ത് എന്താ സഫിക്സ് ക്യാപിറ്റൽ F, W വിത്ത് സഫിക്സ് ക്യാപിറ്റൽ F. ഓക്കെ, ഇനി എന്താ വർക്ക് ഡൺ വിത്ത് എന്താ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്, W വിത്ത് സ്മോൾ f. അതെത്രയാ, ഫോഴ്സ് -50 ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് 20 മീറ്റർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -1000 ജൂൾ വരും, -1000 ജൂൾ. ഓക്കെ, ഇനി നമ്മൾ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞു. അതിനെന്താ, ദാറ്റ് ഈസ് ദ വർക്ക് എനർജി തിയറം. ഇവിടെ വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് നോക്കൂ, നമ്മൾ കൈനറ്റിക് എനർജി K = ½ mv², കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിന് ടൈം വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ dk/dt = ഈ m/2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, m/2 കോൺസ്റ്റന്റ് ആണ്, അത് ഞാൻ എടുത്തു. പിന്നെ v² ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താ, വിത്ത് റെസ്പെക്ട് ടു t ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ 11th പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ മാത്സ് പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായേക്കാം അത്. അപ്പോൾ അതിന് ഡോണ്ട് വറി. ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, നമ്മൾ ഈ m/2 കോൺസ്റ്റന്റ് ഞാൻ പുറത്തെടുത്തു. പിന്നെ v² ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഡോണ്ട് വറി, v² ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ dxn/dx, അതായത് x⁻n എന്ന് പറഞ്ഞാൽ അത് എക്സിൻ്റെ ഫംഗ്ഷനാണ്, x⁻n. അതിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, nx⁻n-1. ഓക്കെ, അപ്പോൾ x⁻n-1. ഇനി അതെന്താണോ, dt⁻n/dt ആണെങ്കിൽ എന്താ, n × t⁻n-1. dy⁻n/dy ആണെങ്കിൽ എന്താ, n × y⁻n-1 ആണല്ലോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, ഇവിടെ ഇപ്പം നമുക്ക് dv വിത്ത് റെസ്പെക്ട് dv⁻n, ആ n-ന് പകരം എന്താ, n-ന് പകരം ഇവിടെ ഉള്ളത് 2 ആണ്, dv². ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താ, dv² ഡിവൈഡഡ് ബൈ dv ആണെങ്കിൽ പ്രശ്നമില്ല. നോക്കൂ, dv x⁻n/dx ആണെങ്കിൽ n x⁻n-1. അപ്പോൾ dv⁻2/dv ആണെങ്കിൽ എന്താ, 2v⁻2-1, പ്രശ്നം തീരും. പക്ഷേ dv അല്ല, ഇവിടെ ഇപ്പം എന്താ, dt ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ dv ആണെങ്കിൽ ചെയ്യേണ്ട പരിപാടി നമുക്കറിയാം, പക്ഷേ dv അല്ല. അപ്പോൾ നോക്കുക എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇവിടെ നോക്കുക, dv². ഓക്കെ, പിന്നെന്താ, dv²/dt. അല്പം താഴെ നിന്ന് അല്പം ഞാൻ അങ്ങോട്ട് എന്താ മാറ്റി എഴുതി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പം ഇനി എന്താ വേണ്ടതെന്നറിയോ, നോക്കൂ, dv²/dt കുഴപ്പമില്ലല്ലോ. ഇവിടെ ഞാൻ dv ചേർത്തു, ഇവിടെയും ഞാൻ dv ചേർത്തു. ഇനി ഇതെന്താ, ഇത് കാണാൻ നമുക്ക് വിഷമല്ല. ഇതേ ഫോർമുല യൂസ് ചെയ്താൽ മതി, n x⁻n-1. അപ്പോൾ v² ആണ്, അപ്പോൾ 2v⁻2-1. ഓക്കെ, അപ്പോൾ ഇതെന്താ വരിക, ഇത് 2v⁻2-1 പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, v⁻2-1.
പിന്നെന്താ ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ 2v raised to 2 minus 1 പറഞ്ഞാൽ v ആ. അപ്പോൾ 2v ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇതാ അതെ ഇവിടെ ഉണ്ട് 2v ഇൻറ്റു ഡി വി ബൈ ഡി ടി. സി m/2 കോൺസ്റ്റന്റ് നമ്മൾ പുറത്തെടുത്തു, പിന്നെ വി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 2v ഇൻറ്റു ഡി വി ബൈ ഡി ടി കിട്ടി. അതിൽ ഇവിടെ 2 ഉണ്ട്, അതെ ആ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഓക്കെ, ബാക്കി എന്താ വരിക? m ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി ടി. അതിൽ ഞാൻ ആ എമ്മും ഡി വി ബൈ ഡി ടിയും ഞാൻ ഒരുമിച്ച് എഴുതി. ഡി വി ബൈ ഡി ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ആക്സലറേഷനാണ്. ഈ എം ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എം ഇൻറ്റു ആക്സലറേഷൻ, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി, ദാറ്റ് ഇസ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഡി കെ ഡിവൈഡഡ് ബൈ ഡി ടി, ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി, അതായത് ദ റേറ്റ് അറ്റ് വിച്ച് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ചേഞ്ചസ്, അതായത് ഒരു സെക്കൻഡിൽ എത്ര കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുമെന്ന്, അതാണ് ഡി കെ ബൈ ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇവിടെ നോക്കൂ, ഞാൻ ആ ഡി കെ ബൈ ഡി ടി ഞാൻ താഴേക്ക് എഴുതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞാനതാ ഈ എഫ് ഉണ്ടല്ലോ, അതിനത് ഇവിടെ എഴുതി. വെലോസിറ്റി പറഞ്ഞാൽ എന്താ? ഡി എക്സ് ബൈ ഡി ടി ആ, പെർ എക്സ് ഈസ് ദ പൊസിഷൻ. കുഴപ്പമില്ലല്ലോ, ഡി എക്സ് ബൈ ഡി ടി. നോക്കൂ, ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, നമുക്ക് എങ്ങനെ എന്താ അവിടെയും ഡി ടി ഉണ്ട്, ഇവിടെയും ഡി ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡി കെ ഈക്വൽ ടു എഫ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, രണ്ട് സൈഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഡി കെ എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജിയെ കുറേ ചെറിയ 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 പാർട്ടാക്കി, അതിൽ ഓരോ പാർട്ടും ഡി കെ ആണ്. മനസ്സിലായില്ലേ? ആ ഡി കെ നമ്മൾ എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുകയെന്നോ? സി ഡി കെയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ കിട്ടും. കെ, ദിസ് ഈസ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം കെ ഐ ടു കെ എഫ്, കെ ഐ ടു കെ എഫ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു, എഫ് ഡി എക്സിനെ. ഓക്കെ, ഈ എഫ് ഡി എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എക്സ് ഐ തൊട്ട് എക്സ് എഫ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സിന്റെ ഫോർമുലയാണ് ഇത്. അങ്ങനെയാണ് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പൊ കെ, കെ പറഞ്ഞാൽ അതാണ് കൈനറ്റിക് എനർജി, അതാണ് ഇവിടുത്തെ വേരിയബിൾ. ആ വേരിയബിളിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, കെ എഫ്. പിന്നെന്താ? ലോവർ ലിമിറ്റ് കൊടുക്കുക, കെ ഐ. അപ്പർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ലോവർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കെ എഫ് മൈനസ് കെ ഐ, ദിസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ ഫിസിക്സിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആ, എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ കെ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ കൈനറ്റിക് എനർജി. കെ ഐ പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. Okay, so this is the work energy theorem for a variable force. Here see we have got another example. A block of mass m equal to 1 kilogram moving on a horizontal surface with a speed vi equal to 2 meter per second enters a rough patch ranging from x equal to 0.1 meter to 2.01 meter. The retarding force Fr on the block in this range is inversely proportional to x over this range. അപ്പോൾ എഫ് ആർ റിട്ടാർഡിംഗ് ഫോഴ്സ് ഈക്വൽ ടു മൈനസ് കെ ബൈ എക്സ് എന്നാ. അതിൽ ആ നെഗറ്റീവ് സൈൻ ഈസ് ഓൺലി ടു ഷോ ദാറ്റ് ദ ഫോഴ്സ് ഒപ്പോസസ് ദ മോഷൻ. ഓക്കെ, അപ്പോൾ ആ റഫായിട്ട് ഇരിക്കുന്നത് എന്താണെന്നറിയോ? എക്സ് ഈക്വൽ ടു 0.1 തൊട്ട് 2.01 വരെയാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതാ എഫ് ഓഫ് ആർ ഈക്വൽ ടു മൈനസ് കെ ബൈ എക്സ് എന്താ ആ റേഞ്ചിൽ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ റെസിസ്റ്റീവ് ഫോഴ്സ് 0യാണ്. അപ്പോൾ ആ എക്സ് ഈക്വൽ ടു 0.1 തൊട്ട് 2.01 വരെ മാത്രമേ ഈ ഒപ്പോസിങ് ഫോഴ്സ് ഉള്ളൂ, അത് കഴിഞ്ഞല്ല. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതെ, സാധാരണ ഇപ്പോൾ ഇതെന്താണെന്നറിയോ? ഇവിടെ എന്താ നമ്മളിപ്പോൾ ഇത് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയുന്നറിയോ? ഇവിടെ എഫ് ഓഫ് ആർ ഇവിടെ തന്നെ എഴുതാം. ഇപ്പോൾ എഫ് വിത്ത് സഫിക്സ് ആർ, ദിസ് ഈസ് ഈക്വൽ ടു എന്താ? മൈനസ് കെ ബൈ എക്സ്. ഓക്കെ, എന്താ പിന്നെ ഓക്കെ മൈനസ് കെ ബൈ എക്സ് എന്താ 0.1 ഓക്കെ ലെസ് ദാൻ ഓക്കെ എക്സ് ലെസ് ദാൻ 2.01 എന്ന് പറയാം. ഓക്കെ, അതായത് ഈ എക്സ് 0.1നും 2.01നും ഇടയ്ക്കാണെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് ഇതാണ്. ഓക്കെ, ആൻഡ് 0 അതർവൈസ് എഴുതിയാൽ മതി, ബാക്കിയുള്ളിടത്തൊക്കെ 0യാ. അതാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ആൻഡ് 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ലെസ് ദാൻ 0.1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 2.01. അതായത് 0.1നേക്കാൾ കുറവാകുമ്പോഴും 2.01നേക്കാൾ കൂടുതലാകുമ്പോഴൊക്കെ
എന്താ ഫോഴ്സ് 0 ആണ്. അല്ലാത്ത ആ ഒരു റേഞ്ചിൽ മാത്രം ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയാം, ഇത് എല്ലാം കൂടെ ഇവിടെ കിടന്നിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഞാനതപ്പോൾ റൈറ്റ് അത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ, ഇവിടെ see this is the change in kinetic energy. Okay, final kinetic energy minus initial kinetic energy equal to work done by the variable force. അതാണ് വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ മൈനസ് കെ ബൈ എക്സ് ആണ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ. ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ത്, ലോവർ ലിമിറ്റ് തൊട്ട് അപ്പർ ലിമിറ്റ് വരെ. ഓക്കെ, അതായത് 0.1 വരെ ഫോഴ്സ് 0 ആണ്, വർക്ക് ഇല്ല. 2.01 കഴിഞ്ഞാലും ഫോഴ്സ് 0 ആണ്, വർക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ ആ റേഞ്ചിൽ മാത്രം നമ്മൾ വർക്ക് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ മൈനസ് കെ ഞാൻ പുറത്തെടുത്തു. 1/xന്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആ. കാര്യം എന്താ, ലോഗ് എക്സിന്റെ ഡിഫറൻഷ്യൽ 1/x ആ. അപ്പോൾ എന്താ ഇത് നമ്മൾ എന്താ, അപ്പോൾ ഈ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ അറിയാത്ത എല്ലാ പാവപ്പെട്ടവരും ശ്രദ്ധിച്ചോളൂ. ലോഗ് എക്സിന്റെ ഡിഫറൻഷ്യൽ, അതായത് d/dx ഓഫ് ലോഗ് എക്സ് ദിസ് ഈസ് ഈക്വൽ ടു 1/x ആ. ഓക്കെ, അപ്പോൾ 1/xന്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് എന്നാ. ആ ലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് സ്മോൾ എൽ സ്മോൾ എൻ ആണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ നാച്ചുറൽ ലോഗരിതം. ഓക്കെ, അത് ലോഗ് തന്നെയാണ് വായിക്കുക കേട്ടോ, ലോണെന്നൊന്നും വായിക്കരുത്, ലോഗ് തന്നെയാണ് വായിക്കുക. ലോഗ് എക്സ്. ഓക്കെ, നാച്ചുറൽ ലോഗരിതമാണ്, അതാണ് എൽ എൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 1/xന്റെ ഇൻ്റഗ്രല് ലോഗ് എക്സ് ആവും, ബിക്കോസ് ലോഗ് എക്സിന്റെ ഡിഫറൻഷ്യൽ 1/x ആ. അപ്പോൾ ഓക്കെ, അപ്പോൾ മൈനസ് കെ പുറത്തെടുത്തു, 1/xനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ലോഗ് എക്സ് കിട്ടി. അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് 0.1 തൊട്ട് 2.01 വരെയാണ്. ഇത് ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, കെ എഫ് ഈക്വൽ ടു ആ മൈനസ് കെ ഐ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോഴെന്താ പ്ലസ് കെ ഐ ആവും. പിന്നെ മൈനസ് സ്മോൾ ലെറ്റർ കെ ഉണ്ട്, അത് കോൺസ്റ്റൻ്റാ. ആ കെയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് കേട്ടോ, 0.5 ജൂൾ. ഓക്കെ, പിന്നെ ആദ്യം നമ്മൾ ലോഗ് എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുക, അപ്പോൾ ലോഗ് 2.01. പിന്നെ എക്സിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കുക, അപ്പോൾ ലോഗ് 0.1. അപ്പർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ലോവർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2.01/0.1 പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, അത് 20.1 വരും, ലോഗ് 20.1. അപ്പോൾ ഈ നാച്ചുറൽ ലോഗരിതമാണ്. ഓക്കെ, പിന്നെ കോമൺ ലോഗരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബേസ് 10 ആണ്. നാച്ചുറൽ ലോഗരിതം പറഞ്ഞാൽ ബേസ് ഇ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നാച്ചുറൽ ലോഗരിതത്തിനെ കോമൺ ലോഗരിതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ അതായത് ഈ ലോഗ് 20 ഉണ്ടല്ലോ, കോമൺ ലോഗരിതത്തിൽ ലോഗ് 20 എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയണ്ടാവും. അതായത് 3010 ആണ്, അത് പോട്ടെ. അപ്പോൾ എനിവേ ഇവിടെ ലോഗ് 20 എന്താ, ലോഗ് 20 കിട്ടുന്നത് ദാറ്റ് ഈസ് കെ എത്രയാ, 0.5 ആണ്. ലോഗ് 20 നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ലോഗരിതം ഓഫ് 20.1 ദാറ്റ് ഈസ് 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഫ് ഉണ്ട്. പിന്നെന്താ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി കെ ഐ കാണുന്നത് എത്രയാ, ½ mv². മാസ് എത്രയാ, മാസ് 1 കിലോഗ്രാം ആണ്. പ്രശ്നമുള്ള വെലോസിറ്റി 2 m/s. അപ്പോൾ ഹാഫ് മാസ് 1 കിലോഗ്രാം, വെലോസിറ്റി 2². ഓക്കെ, പിന്നെ കെയുടെ വാല്യൂ 0.5, ലോഗ് 20 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ഓഫ് 20 ദാറ്റ് ഈസ് 3. അപ്പോൾ 0.5 × 3 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1.5. അപ്പോൾ 2 - 1.5 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0.5 ജൂൾ കിട്ടും, 0.5 ജൂൾ. ദാറ്റ് ഈസ് ദ ഫൈനൽ കൈനറ്റിക് എനർജി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫൈനൽ സ്പീഡ് എന്ന്. അപ്പോൾ കെ എഫ് ഈക്വൽ ടു ½ mv². എന്ന് എഴുതുന്നതിന് വിഷമമില്ലല്ലോ. അപ്പോൾ വി എഫ് ഈക്വൽ ടു ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവരിക, എമ്മിനെ താഴേക്ക് കൊണ്ടുവരിക, 2kf/m. അപ്പോൾ 2 × 0.5 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 m/s. ദാറ്റ് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ദി എന്താ സാധനം, ബ്ലോക്ക്. ഓക്കെ, ഓക്കെ, സി ഇൻ എനി കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്സ്, അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഓൾ ദീസ് ആർ കൺസർവേറ്റീവ്. അതായത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് സച്ച് ഫോഴ്സസ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ് എന്നാ. അതായത് വർക്ക് ഡൺ ബിറ്റ്വീൻ 2 given പൊസിഷൻസ് ഇൻ മൂവിങ് എ ബോഡി എഗെയിൻസ്റ്റ് എ കൺസർവേറ്റീവ് ഫോഴ്സ് will depend only on the initial and final positions, will be independent of the path followed. അതായത് ഇപ്പോൾ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബോഡി ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ കൊണ്ടുപോയാലും ഇങ്ങനെ കൊണ്ടുപോയാലും ഒക്കെ ഒരേ വർക്ക് ഉണ്ടാവുക, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് കൺസർവേറ്റീവ് എന്ന് പറയുക. മാത്രമല്ല വാട്ട് എവർ വർക്ക് ഈസ് ഡൺ എഗെയിൻസ്റ്റ് സച്ച് കൺസർവേറ്റീവ് ഫോഴ്സസ്
will be stored in the body as its potential energy. Okay. മാത്രമല്ല നമ്മൾ ആ ബോഡിയെ വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി വിൽ ബി കൺവേർട്ടഡ് ആസ് കൈനറ്റിക് എനർജി. ഇപ്പോൾ ഞാൻ ഇതിനിങ്ങനെ ലിഫ്റ്റ് ചെയ്തു, വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വിച്ച് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് mg ആണ്, എന്നിട്ട് h ഹൈറ്റിലൂടെ പൊക്കി, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് h ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ mg ഇൻറ്റു h, അതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി. കൈ വിട്ട് കഴിഞ്ഞാൽ എന്താ, താഴോട്ട് വരുമ്പോൾ സ്പീഡ് കൂടും, അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി കൺവേർട്ടഡ് ആസ് കൈനറ്റിക് എനർജി. ഇതൊക്കെയാണ് പരിപാടി. പക്ഷേ ഇതിന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി, തിരിച്ചിങ്ങോട്ട് വരുന്നില്ല കൈ വിട്ടപ്പോൾ, കാരണം വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ വിച്ച് ഈസ് നോൺ കൺസർവേറ്റീവ്. ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഈ എന്താ, ഏത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലും ഇത് കറക്റ്റാണ്. ഫോഴ്സ് ഈക്വൽ ടു -dv/dx. ആ എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വേരിയബിളാണ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പേസ് വേരിയബിൾ. അതിൽ വി ഉണ്ടല്ലോ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ വി റെപ്രസെൻറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ, -dv ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, -dv ഈക്വൽ ടു ഇന്റഗ്രൽ f dx എന്ന് കിട്ടും. ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാന്നറിയോ, സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എഫ് ഡി എക്സ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം xi to xf. അപ്പോൾ നെഗറ്റീവ് ഓഫ് ദി ഫോഴ്സ് integrated with respect to position or displacement from the initial position to the final position. ഇത് x with the suffix f എന്നാണ് കേട്ടോ. അതായത് ഫൈനൽ പൊസിഷൻ എന്നുള്ളതിലെ f ആണ് കേട്ടോ. ഫൈനൽ എന്നുള്ളതിലെ f ആണിത്, റൈറ്റ്, xf. ഇതാണ് ആ ക്യാപിറ്റൽ V ആണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ പറയുക, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എന്താ എഫ് ഡി എക്സ് ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that will give us the work done by a variable force. അപ്പോൾ നമുക്ക് W എഴുതി. ഓക്കെ. -dv യുടെ ഇന്റഗ്രൽ എന്താ, that is -v to be evaluated from vi to vf. ഓക്കെ. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, അപ്പോൾ -vf, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക -vi. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, അപ്പർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ലോവർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂ സബ്ട്രാക്ട് ചെയ്യണമെന്നാ. ഇപ്പം എന്താ അറിയോ, ഈ dx എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ വേരിയബിൾ x ആ. dv കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ വേരിയബിൾ v ആണ്. dt കണ്ടാൽ മനസ്സിലാക്കണം അവിടുത്തെ വേരിയബിൾ t ആണ്. അപ്പോൾ dv യെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയ, v കിട്ടി. ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എസ്സിനെ സ്ട്രെച്ച് ചെയ്തതാ. എസ് സ്റ്റാൻഡ്സ് ഫോർ സമ്മേഷൻ. അപ്പോൾ ഈ dv പറഞ്ഞാൽ ഈ v ഉണ്ടല്ലോ, v ഈസ് ഡിവൈഡഡ് ഇൻ ടു എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ dv's. ആ dvകളെല്ലാം കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, v കിട്ടും. -dv എല്ലാം കൂടെ സം ചെയ്താൽ -v കിട്ടും. ഇതാണ് പരിപാടി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ, vi - vf, അതായത് വർക്ക് ഡൺ ഈക്വൽ ടു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. അപ്പോൾ വെൻ വർക്ക് ഈസ് ബീങ് ഡൺ ഓൺ എ ബോഡി ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ്, ഒരു ബോഡിയിൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിട്ടുണ്ടാവും. ദാ ബോഡി, ഇതിൽ ഗ്രാവിറ്റി എർത്ത് കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ ആക്ട് ചെയ്യുക, താഴോട്ട്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, താഴോട്ട്. ഓക്കെ. അപ്പോൾ വർക്ക് ഡൺ എന്താവും, ഫോഴ്സ് താഴോട്ട്, ഡിസ്പ്ലേസ്മെന്റ് താഴോട്ട്, വർക്ക് ഡൺ പോസിറ്റീവ് ആണ്, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു. സോ വെൻ വർക്ക് ഈസ് ബീങ് ഡൺ ബൈ ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എന്താ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, സി വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്താ, -f dx ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ. ഓക്കെ. ഇനി ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ഈ ലെഫ്റ്റിൽ കിടക്കുന്ന വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സാണ്. അതായത് നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇൻ്റഗ്രൽ f of x, അതായത് ഫോഴ്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്നാണ്. മനസ്സിലായില്ല, ഫോഴ്സ് ഈസ് വേരിയബിൾ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. dx. ഓക്കെ. എന്താ, ഫ്രം xi ഇനീഷ്യൽ ടു ഫൈനൽ xf. ഓക്കെ. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, അത് ചെയ്തിട്ട് കിട്ടിയത് എന്താ നോക്കൂ, vi - vf, ഇനീഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് നമ്മൾ ചേഞ്ച് എന്ന് പറയുക. ഇത് അതിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പറയാം, -Δv.
Okay, അപ്പോൾ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് കിട്ടി. അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, നമുക്ക് സി കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ് നോക്കാം. അതിൽ ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. എന്താ വർക്ക് എനർജി തിയറാണിത്. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡെൽറ്റ എക്സ് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ എന്താ വർക്ക് ഡൺ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എഫ് എക്സ് ഡെൽറ്റ എക്സ് ഉണ്ടല്ലോ, അതിന് പകരം എനിക്ക് ഡെൽറ്റ വി മൈനസ് ഡെൽറ്റ വി എന്ന് കൊടുക്കാമല്ലോ. അപ്പൊ അതേ ഡെൽറ്റക്ക് ഞാൻ അതേപോലെ എഴുതി, റൈറ്റ് സൈഡിൽ ഈ എഫ് എക്സ് ഡെൽറ്റ എക്സിന് പകരം ഞാൻ മൈനസ് ഡെൽറ്റ വി എന്ന് എഴുതി. പ്രശ്നമില്ലല്ലോ. ഈ മൈനസ് ഡെൽറ്റ വി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, പ്ലസ് ഡെൽറ്റ വി, റൈറ്റ് സൈഡിൽ 0 മാത്രം വരും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ വി ഈക്വൽ ടു 0. അതായത് ഡെൽറ്റ ഓഫ് കെ പ്ലസ് വി ഈക്വൽ ടു 0. ഈ കെ പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും വി പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയോ. അപ്പൊ കെ പ്ലസ് വി പറഞ്ഞാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, അതിലുണ്ടാവുന്ന ചേഞ്ച് ആണ് ഡെൽറ്റ ഓഫ് കെ പ്ലസ് വി. അത് 0 ആണ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ മെക്കാനിക്കൽ എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് 0 ആണ് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യില്ല. അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി വിൽ ബി കോൺസ്റ്റൻസ്. ഓക്കെ, കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് കെ പ്ലസ് വി ഈക്വൽ ടു കോൺസ്റ്റൻസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, ഇനീഷ്യൽ പൊസിഷൻ ഉണ്ട്, ഫൈനൽ പൊസിഷൻ ഉണ്ട്. നമ്മൾ പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ എന്താ എഴുതുക, P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതില്ലേ. അതേപോലെ കെ പ്ലസ് വി കോൺസ്റ്റന്റ് ആണെങ്കിൽ കെ പ്ലസ് വി ഇനീഷ്യൽ ഈക്വൽ ടു കെ പ്ലസ് വി ഫൈനൽ. അപ്പോൾ കെ വിത്ത് സഫിക്സ് ഐ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, വി ഓഫ് എക്സ് ഐ അതായത് ഇനീഷ്യൽ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി പിന്നെന്താ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, അത് രണ്ടും ഈക്വൽ ആണ്. അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം വിൽ റിമെയിൻ കൺസേർവ്ഡ്. ഓക്കെ, എപ്പോഴാണ് ഇത് കൺസേർവ് ചെയ്യുക, വെൻ ദർ ഈസ് ഓൺലി കൺസർവേറ്റീവ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്സ്. കൺസർവേറ്റീവ് ഫോഴ്സസ് മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി വിൽ റിമെയിൻ കൺസേർവ്ഡ്. ഓക്കെ, നെക്സ്റ്റ് conversion of potential energy into kinetic energy in case of a ball freely falling under gravity. Okay, അപ്പോൾ ഇവിടെ നോക്കൂ, പിന്നെ ഇത് എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി താഴോട്ട് റിലീസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, ഇവിടെ എന്താണെന്നറിയോ, ഇത് എച്ച് ഹൈറ്റാ, സ്മോൾ എച്ച് ആണ്. ഇവിടുത്തെ ഹൈറ്റ് സ്മോൾ എച്ച് ആണ്. ഓക്കെ, ആ സ്മോൾ എച്ച് ഹൈറ്റിലെ വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ v വിത്ത് സഫിക്സ് സ്മോൾ എച്ച്. ഓക്കെ, പിന്നെ ഫൈനൽ വെലോസിറ്റി, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ v വിത്ത് സഫിക്സ് എഫ്, ഫൈനൽ എന്നുള്ളതിൽ എഫ്. ഓക്കെ, ഇവിടെ മേലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെ എനർജിയാണ് ഈ ക്യാപിറ്റൽ എച്ച്, അതായത് എനർജി അറ്റ് എ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് தான். ഇനി എന്താ, മെക്കാനിക്കൽ എനർജി കൺസേർവ് ചെയ്യും. കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റി മാത്രമാണ്, അത് കൺസർവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു ഇവിടുത്തെ കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു ഇവിടുത്തെ കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ. അതിൽ ഈ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ എടുക്കുന്ന റെഫറൻസ് ഗ്രൗണ്ട് ആണ്. അതായത് ഇവിടുത്തെ ഹൈറ്റ് 0 ആണ്, ഇവിടെ എച്ച് ആണ്, ഇവിടെ ക്യാപിറ്റൽ എച്ച് ആണ്. അവിടെ ബോഡി റെസ്റ്റിലായത് കാരണം അതിന് വെലോസിറ്റി ഇല്ല, കൈനറ്റിക് എനർജി ഇല്ല. അപ്പം ഇവിടുത്തെ ടോട്ടൽ എനർജി ഇ വിത്ത് സഫിക്സ് ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്, അതായത് mgh. ഇ വിത്ത് സഫിക്സ് എച്ചിന് പകരം ഞാൻ mg ക്യാപിറ്റൽ എച്ച് എഴുതി. ഓക്കെ, പക്ഷേ ഈ ഇന്റർമീഡിയറ്റ് പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ അത് നോക്കൂ, സ്മോൾ എച്ച് ഹൈറ്റിലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mg സ്മോൾ എച്ച് ഉണ്ടാവും. വെലോസിറ്റി vh ഉണ്ട്, അപ്പോൾ കൈനറ്റിക് എനർജി ½ mvh² ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എനർജി mg ക്യാപിറ്റൽ എച്ച് ഈക്വൽ ടു ½ mvh² പ്ലസ് mgh. പ്രശ്നമില്ല. ഓക്കെ, അവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ എന്താണെന്നറിയോ, അവിടെ എല്ലായിടത്തും ഉള്ള ഈ എം ഉണ്ടല്ലോ, ഈ എമ്മും കൂടെ കട്ട് ചെയ്യാം. ഇനി ത്രൂ ഔട്ട് നിങ്ങൾ ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്ക്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, 2 ക്യാപിറ്റൽ GH, ഇവിടെ 2 സ്മോൾ GH, അത് അങ്ങോട്ട് പോകുമ്പോഴെന്താ -2 സ്മോൾ GH ഈക്വൽ ടു VH² വരും. ഓക്കെ, അപ്പോൾ നമുക്ക് VH ഈക്വൽ ടു എന്താ വരിക, VH² ഈക്വൽ ടു 2g ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച്. അപ്പോൾ VH എന്താ വരിക, √2g ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച്. അതായത് ഇത് ഈ ക്യാപിറ്റൽ എച്ച് ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്തു, സ്മോൾ എച്ച് ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താവും, √2g ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് ആവില്ലേ. ഓക്കെ, √2g ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര, എച്ച് മൈനസ് എച്ച്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ നമ്മൾ
വൺ ഡയമെൻഷണൽ മോഷനിലെ ഇക്വേഷൻ യൂസ് ചെയ്താൽ കിട്ടുന്നത് ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ എനർജി, ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ള കൺസെപ്റ്റ് കറക്റ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്നറിയോ, സി ഏറ്റവും ക്യാപിറ്റൽ എച്ച് ഹൈറ്റിലെ എനർജിയാണ് ഈ ക്യാപിറ്റൽ എച്ച് ഈക്വൽ ടു mgh. ഓക്കെ, സ്മോൾ എച്ച് ഹൈറ്റിലെ എനർജിയാണ് ഈ വിത്ത് സഫിക്സ് സ്മോൾ എച്ച് ദാറ്റ് ഈക്വൽ ടു mgh പ്ലസ് ഹാഫ് mvh². സീറോ ഹൈറ്റ് അതായത് ഗ്രൗണ്ടിലെ എനർജിയാണ് ഈ വിത്ത് സഫിക്സ് സീറോ. അതായത് എനർജി കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയോ, കൊടുത്ത സഫിക്സ് ഒക്കെ ഹൈറ്റാ. ഗ്രൗണ്ടിൽ സീറോ, ഓക്കെ, എച്ച് ഹൈറ്റിൽ സ്മോൾ എച്ച്, ക്യാപിറ്റൽ എച്ച് ഹൈറ്റിൽ ക്യാപിറ്റൽ എച്ച് സഫിക്സ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സി ടോട്ടൽ എനർജി അറ്റ് ദ മാക്സിമം ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പറഞ്ഞാൽ എന്താ അവിടുത്തെ എനർജിയാ. അവിടെ എന്താ, അവിടെ ഹൈറ്റ് സീറോ ആയത് കാരണം പൊട്ടൻഷ്യൽ ഇല്ല, കൈനറ്റിക് മാത്രമേ ഉള്ളൂ. അപ്പോൾ മേലത്തെ എന്താ കൈനറ്റിക് ഇല്ല, പൊട്ടൻഷ്യൽ മാത്രം. താഴെ പൊട്ടൻഷ്യൽ ഇല്ല, കൈനറ്റിക് മാത്രം. അപ്പം മേലത്തെ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു താഴത്തെ കൈനറ്റിക് എനർജി. അപ്പോൾ മേലത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ, mg ക്യാപിറ്റൽ എച്ച്, ഓക്കെ, താഴെ എന്താ ഹാഫ് mvf². അപ്പോൾ vf ഈക്വൽ ടു √2gh. അത് നമുക്കറിയാം. പിന്നെ വൺ ഡയമെൻഷണൽ മോഷനിലെ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ √2g ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. ഓക്കെ, ഇനി ഈ എക്സാമ്പിൾ 5.7 നോക്കാം. അതിൽ സി എ ബോബ് ഓഫ് മാസ് m ഈസ് സസ്പെൻഡഡ് ബൈ മീൻസ് ഓഫ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് ക്യാപിറ്റൽ L. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു v0 വെലോസിറ്റി നമ്മൾ അങ്ങ് കൊടുത്തു. സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം സ്ലാക്കൺ ഓൺലി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്സ്. ഓക്കെ, അവിടെ എത്തുമ്പോൾ മാത്രമേ സ്ലാക്കൺ എന്നല്ല, അതായത് എന്താണെന്ന്, ഒരു വയറ് ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റാ, നമ്മൾ വലിക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ടെൻഷൻ സീറോ ആണ്. ചുരുണ്ട് കഴിഞ്ഞാൽ ടെൻഷൻ നെഗറ്റീവാണ്. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ പോസിറ്റീവാണ്. അതായത് നിങ്ങളിപ്പോൾ നോക്കൂ കേട്ടോ, ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റാ, ഞാൻ വലിക്കുന്നില്ല, ടെൻഷൻ സീറോയാ. ഇങ്ങനെ ചുരുണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ഇതിപ്പോൾ ഇത് ഇലക്ട്രിക് വയർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സാധാരണ കോട്ടൺ വയർ ആണെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിളാണ്. കോട്ടൺ സ്ട്രിങ് ആണെങ്കിൽ അതാണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ടെൻഷൻ സീറോ, ചുരുണ്ടിരിക്കുകയാണെങ്കിൽ ടെൻഷൻ നെഗറ്റീവ്. ഇപ്പം ഞാൻ വലിക്കുന്നുണ്ട്, ഇപ്പം ടെൻഷൻ പോസിറ്റീവ്. അപ്പോൾ ഒരു സർക്കിളിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രിങ്ങിന് ഒരു ഭാഗത്തും ചുരുളാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ നെവർ സ്ലാക്കൺ എനിവേർ ഇൻ ദ സർക്കുലർ പാത്ത്. ഇതിൽ ടെൻഷൻ ഏറ്റവും കുറവ് വരിക ഈ ബോഡി ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴും, ടെൻഷൻ ഏറ്റവും കൂടുതൽ വരിക, അതായത് മാക്സിമം ടെൻഷൻ വരിക ബോഡി ലോവസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴും. ഏറ്റവും കുറവ് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴാണ്. അപ്പം അവിടെ നെഗറ്റീവ് ആയിട്ടില്ലെങ്കിൽ, അതായത് അവിടെ നിന്ന് ചുരുണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താ, ബാക്കിയുള്ളിടത്തൊക്കെ അതിനേക്കാൾ കൂടുതലാണ്, പിന്നെ വേറെ എവിടെയും ചുരുളില്ല. അപ്പം ഈ സർക്കിളിൽ റിവോൾവ് ചെയ്യാനുള്ള കണ്ടീഷൻ അതാ. എന്താ, ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ സീറോ ടെൻഷനെങ്കിലും വേണം. അതായത് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കെങ്കിലും വേണം, നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ വീണു പോകും. മനസ്സിലായില്ലേ? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ ബോഡി ഇൻ ദ സർക്കുലർ പാത്ത്, കണ്ടീഷൻ എന്താ, ദ ടെൻഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. Can be greater than or equal to means what does it mean? Cannot be less than. അതായത് സീറോയേക്കാൾ കുറയാൻ പാടില്ല, ചുരുളാൻ പാടില്ല. അവിടെ നിന്ന് ചുരുണ്ട താഴേക്ക് വീഴും. ചുരുണ്ടിട്ടില്ലെങ്കിൽ എന്താ, ഇറ്റ് വിൽ കംപ്ലീറ്റ് ദ വെർട്ടിക്കൽ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു വെലോസിറ്റി കൊടുത്തു സച്ച് ദാറ്റ് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ജസ്റ്റ് സീറോ ആണ്. അതിനേക്കാൾ കുറഞ്ഞ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ എന്താ, നെഗറ്റീവ് ആവും ടെൻഷൻ. അപ്പം അങ്ങോട്ട് എത്തൂല, സർക്കിൾ കംപ്ലീറ്റ് ചെയ്യില്ല. സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം velocity that must be given at the lowest point such that when the body is at the highest point tension must be zero. Okay, zero ആവാം അല്ലെങ്കിൽ കൂടുതലാവാം. അപ്പം മിനിമം വെലോസിറ്റി പറഞ്ഞാൽ സീറോ എങ്കിലും ഉണ്ടാവണം അവിടെ, അതിലും കുറയരുത്, അതായത് നെഗറ്റീവ് ആവരുത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, നമ്മൾ താഴെന്ന് നമ്മൾ കൊടുക്കുന്ന എന്താ, താഴത്തെ എനർജി E ഈക്വൽ ടു ഹാഫ് mv0², where v0 is the speed given to the body at the lowest point. ഓക്കെ, ഇനി whenever a body is moving in a circular path, there must be an unbalanced force towards the center. സെൻറ്ററിലോട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണോ, ബോഡിയുടെ വെയിറ്റ് താഴോട്ട് ഉണ്ടാവും. ഈ ടെൻഷൻ ഉണ്ടല്ലോ, ഒരു സ്ട്രിങ്ങിലെ ടെൻഷൻ വിൽ ബി ആക്ടിങ് ഓൺ ഓൾ ദ ബോഡീസ് ടു വിച്ച് ദ സ്ട്രിങ് ഈസ് അറ്റാച്ച്ഡ്. ഈ സ്ട്രിങ് എവിടെയൊക്കെ കണക്റ്റഡ് ആണോ അവിടെയൊക്കെ ആ സ്ട്രിങ്ങിലെ ടെൻഷൻ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾക്ക് പിന്നെ മാത്രം ഇപ്പം എന്താണെന്ന് അറിയാം, ഇപ്പോൾ ഒരു ഇപ്പം ഇത് ഒരു ബ്ലോക്കാണ്, ഇത് വേറൊരു ബ്ലോക്കാണ്. ഓക്കെ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി.
അപ്പോൾ ഈ രണ്ട് ബ്ലോക്കിനെ കണക്ട് ചെയ്യുന്ന ആ സ്ട്രിങ് ഉണ്ടല്ലോ, ആ സ്ട്രിങ്ങിലെ ടെൻഷൻ വിൽ ബി ആക്ടിങ് ഓൺ ബോത്ത് ദ ബ്ലോക്സ്. രണ്ട് ബ്ലോക്കിലും ആക്ട് ചെയ്യും. അതെങ്ങോട്ടാ അറിയോ? എലോങ് ദ സ്ട്രിങ് ആൻഡ് എവേ ഫ്രം ദ ബോഡി എന്നാ. അതായത് ഈ ബി എന്നുള്ള ബ്ലോക്കിലെ ടെൻഷൻ ആക്ട് ചെയ്യുക ഇങ്ങോട്ടാ, സി എന്നുള്ള ബ്ലോക്കിൽ അതേ സ്ട്രിങ്ങിൽ അതേ ടെൻഷൻ ആക്ട് ചെയ്യുക മേലോട്ടാ. ഓക്കെ, ബ്ലോക്കിൽ നിന്ന് പുറത്തോട്ട്, ഏത് സ്ട്രിങ് വഴി. അങ്ങനെയാണ് സി ഈ ടെൻഷൻ ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സി ഇവിടെ നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു, ആവശ്യമില്ല. ഓക്കെ, വെയിറ്റ് എം ജി താഴോട്ട്. ഇവിടെ ടെൻഷൻ എങ്ങോട്ടാവും? എലോങ് ദ സ്ട്രിങ് ആൻഡ് എവേ ഫ്രം ദ ബോഡി എന്ന് പറഞ്ഞാൽ ടെൻഷൻ മേലോട്ട്. ഓക്കെ, എം ജി താഴോട്ട്. ആസ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ, റിസൾട്ടന്റ് ഫോഴ്സ് മസ്റ്റ് ബി ടുവേഴ്സ് ദ സെന്റർ. സെന്ററിലേക്ക് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവണം. ഇവിടെ നോക്കൂ, അതാ മേലോട്ട് ഫോഴ്സ് ഉണ്ട്, താഴോട്ടും ഫോഴ്സ് ഉണ്ട്. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങോട്ടാവണം? സെന്ററിലേക്ക് ആവണം എന്ന് പറഞ്ഞാൽ സെൻറ്ററിലേക്കുള്ള ഫോഴ്സ് മൈനസ് പുറത്തേക്കുള്ള ഫോഴ്സ്. അപ്പോൾ സെൻറ്ററിലേക്കുള്ള ടി എ, അതായത് ടെൻഷൻ അറ്റ് ദ പൊസിഷൻ എ മൈനസ് എം ജി, അതാണ് റിസൾട്ടന്റ് ഫോഴ്സ് ടുവേഴ്സ് ദ സെൻറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ നോക്കൂ, ടി എ മൈനസ് എം ജി ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്നാണ്. ഇവിടെ ആർ എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് ദ സർക്കിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. അവിടുത്തെ സ്പീഡ് എത്രയാണ്? V0. അപ്പോൾ എം V0 സ്ക്വയർ ബൈ എൽ. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ സി ടോട്ടൽ എനർജി ഇവിടെയും ഇവിടെയൊക്കെ സെയിം ആവണം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുത്തെ എനർജി ക്യാപിറ്റൽ ഇ ആണ് ടോട്ടൽ. അപ്പോൾ ഇവിടത്തെയും എനർജി ക്യാപിറ്റൽ ഇ ആവണം. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ഹൈറ്റിലേക്കായി? ഇവിടുന്ന് ഇവിടം വരെ എൽ, ഇവിടുന്ന് അങ്ങോട്ട് എൽ, 2L ഹൈറ്റിലെത്തി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എം ജി ഇൻറ്റു ഹൈറ്റ് ഇൻ 2L. കൈനറ്റിക് എനർജി, അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ടോട്ടൽ എനർജി പറഞ്ഞാൽ അവിടെ നോക്കൂ, ഹാഫ് എം വി സി സ്ക്വയർ പ്ലസ് എം ജി ഇൻറ്റു ഹൈറ്റ് 2L. അതാണ് അവിടുത്തെ ടോട്ടൽ എനർജി ക്യാപിറ്റൽ ഇ. അത് തന്നെയാണ് ഏറ്റവും താഴെയുള്ള ടോട്ടൽ എനർജി ക്യാപിറ്റൽ ഇ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നോക്കാം. ഈ ഹയസ്റ്റ് പോയിന്റിൽ വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ്? ഒന്ന് വെയിറ്റ് എം ജി വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്, വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുള്ളൂ. ടെൻഷനോ? ഇപ്പൊ എന്താണോ ബോഡി മേലെത്തുമ്പോൾ സ്ട്രിങ് ഇങ്ങനെ കിടക്കണത്, ടെൻഷൻ വിൽ ബി എലോങ് ദ സ്ട്രിങ് ആൻഡ് എവേ ഫ്രം ദ ബോഡി എന്നാ. എലോങ് ദ സ്ട്രിങ് ആൻഡ് എവേ ഫ്രം ദ ബോഡി. അപ്പോൾ ബോഡി ഇതാണ് ബോഡി. ആ ബോഡിയിൽ നിന്ന് പുറത്തേക്ക്, ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടായിട്ട് കാര്യമില്ല, സ്ട്രിങ് വഴിയാവണം. ഓക്കെ, എലോങ് ദ സ്ട്രിങ്. അപ്പം എന്താ ഇങ്ങോട്ട് വരും. അതായത് അവിടെ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഈസ് എങ്ങോട്ടാ? ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഈസ് ഡൗൺവേർഡ്സ്. പിന്നെ ആ ബോഡിയുടെ വെയിറ്റ് എങ്ങോട്ടാ? ബോഡിയുടെ വെയിറ്റും താഴോട്ട്. അപ്പോൾ ടെൻഷൻ താഴോട്ട്, വെയിറ്റ് താഴോട്ട് പറഞ്ഞാൽ രണ്ടും സെൻറ്ററിലേക്കാണ് നമ്മൾ ഫോഴ്സ് കാണണ്ടേ. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെയിറ്റ് പ്ലസ് ടി സി ഈക്വൽ ടു എം, വെലോസിറ്റി എത്രയാണ്? വി സി. അപ്പോൾ എം വി സി സ്ക്വയർ ബൈ റേഡിയസ് എന്താ? എൽ. ഇവിടെ എന്താണോ നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ദ മിനിമം സ്പീഡ് ദാറ്റ് മസ്റ്റ് ബി ഗിവൺ ടു ദ ബോഡി അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ്. ഇതിങ്ങനെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനേ വേണ്ട മിനിമം കണ്ടീഷൻ എന്താ? മേലെ എത്തുമ്പോൾ ടെൻഷൻ 0യിലും കുറയാൻ പാടില്ല. മനസ്സിലായത്? അതാണ് കണ്ടീഷൻ. അപ്പം ലീസ്റ്റ് കേസ്, മിനിമം കേസ് എന്താ? 0 ആവുക എന്നുള്ള. അപ്പോൾ നോക്കൂ, ടി സി ഈക്വൾ ടു 0 കൊടുത്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? എം ജി ഈക്വൾ ടു എം വി സി സ്ക്വയർ ബൈ എൽ കിട്ടും. ഓക്കെ, എം ജി ഈക്വൾ ടു എം വി സി സ്ക്വയർ ബൈ എൽ, കുഴപ്പമില്ലല്ലോ. ഈ എൽ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എം വി സി സ്ക്വയർ ഈക്വൾ ടു എം ജി എൽ എന്ന് കിട്ടും. അപ്പോൾ എം വി സി സ്ക്വയർ ബൈ 2 എന്താ വരിക? എം ജി എൽ ബൈ 2 വരും. അപ്പോൾ ഇവിടെ നോക്കൂ, ഹാഫ് എം വി സി സ്ക്വയർ പറഞ്ഞാൽ എം ജി എൽ ബൈ 2, പിന്നെ 2 എം ജി എൽ. ഓക്കെ, അതാവും എനർജി. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എനർജി ഈക്വൾ ടു ഹാഫ് എം വി സി സ്ക്വയറിന് പകരം എം ജി എൽ ബൈ 2, പിന്നെ 2 എം ജി എൽ. ഇത് അര എം ജി എൽ, എം ജി എല്ലിൻ്റെ പകുതിയാണ്. ഇത് 2. അപ്പോൾ 2.5 ഉണ്ടാവും. 2.5 എന്ന് പറഞ്ഞാൽ 5/2. ഓക്കെ, അപ്പോൾ 5/2 എം ജി എൽ, ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജി. ഓക്കെ, ഇനി നമ്മൾ എന്താണോ ഇ ഈക്വൾ ടു 5/2 എം ജി എൽ എന്ന് കിട്ടി. ഇവിടെ നോക്കിക്കേ, ഇ ഈക്വൾ ടു ഹാഫ് എം വി 0 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ലല്ലോ. അതാ അവിടെ ഇയുടെ വാല്യൂ ഉണ്ട്. ഇതാ ഇവിടെ ഇയുടെ വാല്യൂ ഉണ്ട്. അതേപോലെ ഇവിടെയും ഇയുടെ വാല്യൂ ഉണ്ട്, 5/2 എം ജി എൽ. ഇതൊക്കെ ബുക്കിലുള്ള അതേപോലെയാണ് പറയുന്നത് കേട്ടോ. ബുക്ക് നിങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് അതേപോലെ പറയുന്നത്. കാരണം ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിനേക്കാളൊക്കെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് വേറെയുണ്ട്. നിങ്ങൾ ഒരു പ്രയാസവും വിചാരിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഡൈജസ്റ്റ് കാണുക. ഓക്കെ, ഡൈജസ്റ്റിനകത്തുണ്ട്, വൺ ഷോട്ടിലുണ്ട്, ദ സിംപ്ലസ്റ്റ് ഷോർട്ടസ്റ്റ് പോസിബിൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കതൊരു മനസ്സിലാവാതെ പോകരുത്, നിങ്ങൾക്കത് ഫെമിലിയർ അല്ലാതെ പോകരുത്.
എന്താണ് പറഞ്ഞതെന്ന് അറിയാതിരിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, അവിടെ നിന്ന് V0 2 കട്ട് ചെയ്യാം, m കട്ട് ചെയ്യാം, V0 √5GL വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുക. ഇവിടുന്ന് ഞാൻ ഇതിനങ്ങ് പുഷ് ചെയ്തു, മീൻസ് സം വെലോസിറ്റി ഈസ് ഗിവൺ ടു ദ ബോഡി അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വെലോസിറ്റി √5GL കുറവാണെങ്കിൽ കുറച്ചങ്ങ് പോയിട്ട് ഇങ്ങോട്ട് വരും. √5GL ആണെങ്കിൽ ഇത് അങ്ങനെ അങ്ങ് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അതിന് എന്താ പറയുക, ഡ്യൂ ടു ഇനേർഷ്യ ഇറ്റ് വിൽ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇങ്ങോട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അതായത് അവിടെ ഹയസ്റ്റ് √5GL കുറവാണെങ്കിൽ ഒന്നും സംശയിക്കേണ്ട, മേലത്തെല്ലാം അതിന് മുമ്പേ തിരിച്ചു വരും. √5GL ആണെങ്കിൽ അവിടെ എത്തിയിട്ട് എന്താ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? സംശയമില്ല. ഓക്കെ, √5GL കൂടുതലാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യും. പ്ലീസ് ലിസൺ. ഈ √5GL ആണ് ഇവിടെ നിന്ന് കൊടുത്തതെങ്കിൽ മേലെത്തുമ്പോൾ ടെൻഷൻ 0 ആവും. ഇഫ് ദ വെലോസിറ്റി ഗിവൺ ടു ദ പാർട്ടിക്കിൾ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഈസ് മോർ ദാൻ √5GL, മേലെത്തുമ്പോൾ ടെൻഷൻ വിൽ ബി മോർ ദാൻ 0. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് ദ വെലോസിറ്റി ഗിവൺ ടു ദ ബോഡി അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഈസ് ലെസ് ദാൻ √5GL, ഇറ്റ് വോണ്ട് റീച്ച് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. അതിന് മുമ്പ് തന്നെ തിരിച്ചു വരും. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നൗ ലെറ്റ് us ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. VC നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിൽ VC കാണാൻ നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? VC കാണാൻ എന്താ, ഇവിടെ പ്രശ്നമില്ല, ഇവിടെ തന്നെ സാധനം കിടക്കുന്നുണ്ട്. VC എന്താ? VC =√GL. VC =√GL and VO, that is the velocity to be given to the body at the lowest point, it is √5GL. ഓക്കെ, പിന്നെ നമുക്ക് ഈ B എന്നുള്ള പൊസിഷനിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതിൽ ഇവിടെ താഴത്തെ ടോട്ടൽ എനർജി E, ഇവിടുത്തെ ടോട്ടൽ എനർജി E, ഇവിടുത്തെ ടോട്ടൽ എനർജി E, അതിൽ മാറ്റമില്ല. അതെത്ര കിട്ടിയത്? ദാറ്റ് ടോട്ടൽ എനർജി E we have got 5/2 mgl. അപ്പോൾ ഇവിടുത്തെ എനർജി നമുക്ക് കണ്ടു നോക്കാം. ഇവിടുത്തെ എനർജി പറഞ്ഞാൽ നോക്കൂ, ഇവിടെ നിന്ന് എന്താ L ഹൈറ്റിലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? പൊട്ടൻഷ്യൽ എനർജി mgl വരും. കൈനറ്റിക് എനർജി ½mvb² വരും. അതാണ് ടോട്ടൽ എനർജി. ആ ടോട്ടൽ എനർജി പറഞ്ഞാൽ 5/2 mgl നമ്മുടെ കയ്യിലുണ്ട്, അത് കൊടുത്തു. ഓക്കെ, പിന്നെ mgl ഇവിടെയുണ്ട്, mvb²/2 ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ത്രൂ ഔട്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 mgl = 2mvb², പിന്നെന്താ 2 mgl വരും. ആ 2 mgl ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 5 mgl - 2 mgl എന്താ 3 mgl വരും. ഓക്കെ, അപ്പോൾ mvb² = 3 mgl വരും. അപ്പോൾ 3gl = vb² വരും. അപ്പോൾ vb = √3gl വരും. ഇനി അവർ നമ്മളോട് എന്തോ ഒരു റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദ സ്പീഡ്സ് അറ്റ് പോയിന്റ്സ് B and C. ബിയിലെയും സിയിലെയും സ്പീഡ് കാണാൻ പ്രശ്നമില്ല, അത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ദ കൈനറ്റിക് എനർജീസ് അറ്റ് B and C. കൈനറ്റിക് എനർജി അറ്റ് B ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി അറ്റ് C. ഓക്കെ, ഈ കൈനറ്റിക് എനർജി അറ്റ് B എന്ന് പറഞ്ഞാൽ ½mvb², കൈനറ്റിക് എനർജി അറ്റ് C എന്ന് പറഞ്ഞാൽ ½mvc². അപ്പോൾ ആ റേഷ്യോ എന്താ? VB²/VC². ഓക്കെ, VB²/VC². അതിൽ VB എന്താ? VB പറഞ്ഞാൽ √3GL, VC പറഞ്ഞാൽ √GL. അപ്പോൾ VB/VC പറഞ്ഞാൽ √3 ആണ്. അതിൻ്റെ സ്ക്വയർ എന്താ വരിക? അപ്പോൾ 3/1 വരും. ഓക്കെ, റേഷ്യോ. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. നമ്മൾ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ one end of the spring is fixed to a wall and the other end a block is attached and that block is resting on a frictionless horizontal surface. അപ്പോൾ ഈ ബ്ലോക്കിനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പുള്ളി ചെയ്തു വിചാരിക്കുക, വലിച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞാൻ കൊടുത്ത ഫോഴ്സാണ്. മനസ്സിലായില്ലേ? ഞാൻ കൈവിട്ടു. ഇങ്ങോട്ടൊരു ഫോഴ്സാണ് കൊണ്ടുവന്നതെങ്കിൽ കൈവിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകും. അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സാണല്ലോ, ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ആരാ കൊടുക്കുന്നത്? ആ സ്പ്രിങ്ങിനകത്തൊരു ഫോഴ്സ് ഉണ്ട്. അതെങ്ങോട്ടാ? അത് അങ്ങോട്ടാണ്. ഞാൻ വലിച്ചത് ഇങ്ങോട്ടാണ്, അപ്പോൾ ആ സ്പ്രിങ്ങിനകത്തുണ്ടായ ഫോഴ്സ് അങ്ങോട്ടാണ്. അതുകൊണ്ടാണ് കൈ വിട്ടപ്പോൾ തിരിച്ചാണ് കൊണ്ടുപോയത്. ഇനി സപ്പോസ് ഞാൻ ഇതിനെ കംപ്രസ് ചെയ്ത് വിചാരിക്കുക, എന്നിട്ട് കൈ മാറ്റിക്കഴിഞ്ഞാൽ എന്താ? അപ്പോഴും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അതും ആ സ്പ്രിങ്ങിലെ ഫോഴ്സാണ്. അതായത് ഞാൻ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ ആ സ്പ്രിങ്ങിൽ അങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഫോഴ്സ് ഉണ്ടാവും. സോ an elastic restoring force is developed in the spring. ഓക്കെ, അതിൽ ആ ഫോഴ്സ് ഉണ്ടല്ലോ, സ്പ്രിങ്ങിനകത്തെ ഫോഴ്സ് F with the suffix S, this is proportional to the elongation.
നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്, അല്ലെങ്കിൽ എന്താ കംപ്രഷൻ, ഇലോങ്ങേഷനും ആവാം കംപ്രഷനും ആവാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ എഫ് എസ് ദിസ് ഈസ് ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ വി ഹാവ് ടു പുട്ട് എ കോൺസ്റ്റന്റ്, ഓക്കെ, ഇൻറ്റു എക്സ്. അതിൽ നോക്കൂ, ഞാൻ എക്സ് ഇങ്ങോട്ട് വലിച്ചാൽ അതിനകത്ത് ഉണ്ടാവുന്ന ഫോഴ്സ് അങ്ങോട്ടാണ്. ഞാൻ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അങ്ങോട്ടാണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതിന് ഓപ്പോസിറ്റ് ആണ് സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, സോ എഫ് ആൻഡ് എക്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അത് കാണിക്കാൻ നമ്മളൊരു നെഗറ്റീവ് സൈൻ ഇടണം. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി നമ്മൾ എന്താ പറയുക, സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ സ്പ്രിങ് കോൺസ്റ്റന്റ് പറയാം, അല്ലെങ്കിൽ എന്താ, ഇറ്റ് ഈസ് കോൾഡ് സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻസ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പം എന്താ, ആ ബ്ലോക്കിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എക്സ് കൂടി കൂടി വരും. അപ്പോൾ അങ്ങോട്ടുള്ള ഫോഴ്സും കൂടി കൂടി വരും, സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ അങ്ങോട്ട് ഒരു ബോഡിയെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ താഴോട്ട് എം ജി ഉണ്ടെങ്കിൽ അതേ ഫോഴ്സ് നമ്മൾ മേലോട്ട് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. എം ജി താഴോട്ടുണ്ടെങ്കിൽ അത്രയും കൊടുത്താൽ തന്നെ ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ അങ്ങോട്ട് മൈനസ് കെ എക്സ് ഉണ്ടെങ്കിൽ അതേ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പോൾ അതിനെങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ വി ആർ ഡൂയിങ് വർക്ക് എഗെയിൻസ്റ്റ് എ വേരിയബിൾ ഫോഴ്സ്, ബിക്കോസ് എക്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സ്പ്രിങ്ങിലെ ഫോഴ്സ് മൈനസ് കെ എക്സ്, ദാറ്റ് ഈസ് ടു ബി ഒപ്പോസ്ഡ്, അതിനെതിരാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അതും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ദിസ് കേസ് വർക്ക് ഈസ് ബീങ് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കാം, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ ദ സ്പ്രിങ്. ആ സ്പ്രിങ്ങിലെ ഫോഴ്സ് മൈനസ് കെ എക്സ് ആണ്, അത് ചെയ്യുന്ന വർക്ക് എത്രയാന്ന് നോക്കാം. അത് നമുക്ക് എന്താ, ഈ മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതാണ്, ഇവിടെ ഫോഴ്സ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് വൈ ആക്സിസിലാണ്. പലപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോർമുല നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോൾ, ഒരു ഇക്വേഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് പകരം വൈ കൊടുക്കുക, എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് പകരം എക്സ് കൊടുക്കുക. ഓക്കെ, ഇവിടെ വൈ ആക്സിസിൽ ഞാൻ പ്ലോട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻ ദ സ്പ്രിങ്, അപ്പോൾ അതിന് പകരം വൈ കൊടുത്തു. ഓക്കെ, പിന്നെ എന്താ, മൈനസ് കെ ഉണ്ട്. ദിസ് ഈസ് ദ എക്സ് പ്ലോട്ട് ചെയ്യുന്ന എക്സ് ആക്സിസിൽ തന്നെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുലയിൽ എക്സ് എന്താ, അത് പൊസിഷനാണ്, അത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന എക്സ് ആക്സിലാണ്. അപ്പോൾ അത് കാരണം അതിന് എക്സ് തന്നെ കൊടുത്തു. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഈ എമ്മിന് പകരം കിടക്കുന്ന എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്, മൈനസ് കെ ആ, മീൻസ് സ്ലോപ്പ് നെഗറ്റീവ് ആണ് എന്നർത്ഥം. ഓക്കെ, നമ്മൾ സാധാരണ നോക്കൂ, ഇത് പോസിറ്റീവ് സ്ലോപ്പാണ്. ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് ഉണ്ടെങ്കിൽ അത് സീറോ സ്ലോപ്പാണ്. ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, വൈ ഈക്വൽ ടു എം എക്സ്, എം ആണ് സ്ലോപ്പ്, അതിന് പകരം മൈനസ് കെ ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആണ് എന്നർത്ഥം. പിന്നെ ഇവിടെ പ്ലസ് സീറോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം ഇറ്റ് പാസസ് ത്രൂ ഒറിജിൻ, അതായത് ഗ്രാഫ് ഇങ്ങനെ വരും. ഹൗ ഡു യു ഫൈൻഡ് ദ വർക്ക് ഡൺ? ഏരിയ അണ്ടർ ദ ഫോഴ്സ് പൊസിഷൻ ഗ്രാഫ്, അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഓക്കെ, നമ്മൾ ഈ ബ്ലോക്കിനെ ഇങ്ങനെ കൊണ്ടുവന്ന്, സപ്പോസ് വി ഹാവ് ഗിവൺ എ ഡിസ്പ്ലേസ്മെന്റ് എക്സ് വിത്ത് സഫിക്സ് എം, മാക്സിമം എക്സ്റ്റൻഷൻ എക്സ് എം. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി സ്പ്രിംഗ് ഫോഴ്സ്, ആ സ്പ്രിങ്ങിലുള്ള ഫോഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന വർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഡബ്ല്യു ഈക്വൽ ടു 0 to xm മൈനസ് കെ എക്സ് ഡി എക്സ്. ഓക്കെ, മൈനസ് കെ കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഇന്റഗ്രൽ എന്താ, x²/2 ടു ബി ഇവാലുവേറ്റഡ് ഫ്രം 0 to xm. 0 ആണ് ലോവർ ലിമിറ്റ്, xm ആണ് അപ്പർ ലിമിറ്റ്. നമ്മൾ എന്താ ചെയ്യുക, വേരിയബിൾ ഇവിടെ എന്താ, എക്സ്. അതെങ്ങനെ മനസ്സിലായി? നോക്കൂ, ഇവിടെ ഡി എക്സ് ആണെങ്കിൽ വേരിയബിൾ എക്സ് ആണെന്നാ. ആ വേരിയബിൾ എക്സിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, അപ്പം എന്താ, മൈനസ് k/2 x² വരും. പിന്നെ എക്സിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കുക, 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആവും. അപ്പർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ലോവർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം മൈനസ് kx²/2 മൈനസ് 0, അതായത് മൈനസ് kx²/2 വരും. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് മാക്സ് ആണ്. ഓക്കെ, മാക്സിമം. അപ്പോൾ ദിസ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ ദ സ്പ്രിങ്. ഓക്കെ, വാട്ട് വുഡ് ബി ദ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ്? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്താ, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ഈ സ്പ്രിങ്ങിലുള്ള ഫോഴ്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇത്രയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആവും വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ് W ഈക്വൽ ടു k/2 xm² എന്ന് പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയോ, സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്തു, എക്സ് വിത്ത് സഫിക്സ് എം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ work done by the spring force is minus k/2 xm². Suppose the spring is being compressed, എന്താ, അപ്പോഴും നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഫോഴ്സ് ഉണ്ടാവുക സ്പ്രിങ്ങിൽ. ഓക്കെ, അപ്പോൾ ആ സ്പ്രിങ്ങിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബ്ലോക്കിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റും സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സും എഗെയിൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ വർക്ക് ഡൺ നെഗറ്റീവ് ആവും. അപ്പോൾ വെൻ കംപ്രസ്ഡ്, ഓക്കെ, അപ്പോഴെന്താവും, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ ദ സ്പ്രിങ് WS, അതെന്താ, മൈനസ് k/2 xc². xc പറഞ്ഞാൽ കംപ്രഷനാണ്.
Okay. അപ്പോൾ വാട്ട് വുഡ് ബി ദ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ കംപ്രസിങ് ദ സ്പ്രിങ്? അതെന്താവും? എക്സ്റ്റേണൽ ഫോഴ്സ് ആകുമ്പോൾ പോസിറ്റീവ് ആവും. ഓക്കെ. ഇനി ഇപ്പോൾ എന്താണെന്നറിയോ? സപ്പോസ് ദ സ്പ്രിങ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം xi to xf. ഓക്കെ. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ് ഫോഴ്സ് വിൽ ബി എന്താ? മൈനസ് കെ എക്സ് സ്പ്രിങ് ഫോഴ്സ് ആണ് അത്. പിന്നെ ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം xi തൊട്ട് xf വരെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? കെ എക്സ് ഐ സ്ക്വയർ ബൈ 2 മൈനസ് കെ എക്സ് എഫ് സ്ക്വയർ ബൈ 2 വരും. ഈ വർക്ക് ഡൺ കാണുമ്പോഴേ നോക്കൂ, ആ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റാണ്. മനസ്സിലല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഡൺ കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. അപ്പോൾ ആ വർക്ക് ഡൺ നമ്മൾ കാണുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്താ? ഇനീഷ്യൽ ഇവിടെ കൊടുക്കും, ഫൈനലും കൊടുക്കും. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ കൊടുക്കും, ഫൈനൽ വാല്യൂ കൊടുക്കും. ഇടയ്ക്ക് ഏതൊക്കെ വഴിയിലൂടെ വന്നു എന്നുള്ളത് ഇവിടെ വരുന്നില്ല. അതായത് സി വാട്ട് എവർ ബി ദ പാത്ത് ഫോളോഡ് ഫ്രം ദ ഇനീഷ്യൽ ടു ദ ഫൈനൽ പൊസിഷൻ. കാരണം ഇനീഷ്യൽ ഫൈനൽ പൊസിഷൻസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഏതൊക്കെ വഴിയിലുള്ളതൊന്നും ഇവിടെ വരുന്നില്ല. അതായത് വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. സോ ദ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ദ സ്പ്രിങ് ഈസ് കൺസർവേറ്റീവ്. അതുകൊണ്ടാണ് ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഡബ്ല്യു എസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എൻ പോയിന്റ്സ്. എക്സൈനെ എക്സ്എഫിനെ മാത്രമേ ഉള്ളൂ. ഇഫ് ദ ബ്ലോക്ക് ഈസ് പുൾഡ് ഫ്രം എക്സ്ഐ, അതായത് നമ്മൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചു, എന്നിട്ട് കൈ വിട്ടു, തിരിച്ചത് വീണ്ടും ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇഫ് ദ ബ്ലോക്ക് ഈസ് പുൾഡ് ഫ്രം എക്സ്ഐ ആൻഡ് അലൗഡ് ടു റിട്ടേൺ ടു എക്സ്ഐ, തിരിച്ച് എക്സ്ഐ തന്നെ എത്തി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ്എഫിന് പകരം നിങ്ങൾ എക്സ്ഐ കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ വർക്ക് ഡൺ ബൈ സ്പ്രിങ് ഫോഴ്സ് എന്താ വരിക? കെ ബൈ 2 എക്സ് ഐ സ്ക്വയർ മൈനസ് കെ ബൈ 2 എക്സ് ഐ സ്ക്വയർ. കാരണം ഇനീഷ്യലും ഫൈനലും സെയിമാ. അപ്പോൾ വർക്ക് ഡൺ എന്താ? ബൈ ദ സ്പ്രിങ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ. തിരിച്ചു വരുമ്പോൾ see all these show that the force, restoring force developed in the spring is conservative. Okay. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് വാലിഡ് ഓൺലി ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. മൈനസ് ഓഫ് ഡി വി ബൈ ഡി എക്സ്. വി എന്താ? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ദ ഫോഴ്സ്. ഇവിടെ മൈനസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ് ഫോഴ്സ്. രണ്ട് സൈഡിലെ മൈനസ് നിങ്ങൾ കളഞ്ഞോ. അപ്പോൾ ഡി വി ഓഫ് എക്സ്. ഓക്കെ. വി ഓഫ് എക്സ് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദേ കെ എക്സ് ഇങ്ങനെ കിട്ടും. അപ്പോൾ 0 ടു എക്സ് വിത്ത് സഫിക്സ് എം മാക്സിമം എക്സ്റ്റൻഷൻ വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? വി ഓഫ് എക്സ് ഈക്വൽ ടു കെ ബൈ 2 എക്സ് എം സ്ക്വയർ വരും. ദാറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്പ്രിങ്. അപ്പോൾ ഇവിടെ ഇഫ് ദ ബ്ലോക്ക് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം എക്സ് ടു എക്സ് എം ആൻഡ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്. നമ്മൾ നോക്കൂ, ആ ബ്ലോക്കിനെ നമ്മൾ വലിച്ച് എക്സ് എമ്മിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇവിടെ നോക്കൂ, ഈ ബ്ലോക്കിന് അവിടെ നിന്ന് ഞാനിത് ഇങ്ങനെ പുള്ളി ചെയ്ത് എക്സ് എമ്മിൽ എത്തിച്ചു, എന്നിട്ട് വിടുക. അപ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻ എക്സ് എം ആണ്, ഇവിടെ എത്തുമ്പോൾ എക്സ്റ്റൻഷൻ 0 ആണ്. ഓക്കെ. ആ മാക്സിമം എക്സ്റ്റൻഷനും അതുപോലെ തന്നെ 0 എക്സ്റ്റൻഷനും ഇടയ്ക്കുള്ള ഒരു എക്സ്റ്റൻഷനാണ് എക്സ്. ഈ മാക്സിമം എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, അവിടെ എക്സ്റ്റൻഷൻ മാക്സിമം ആണ്. സ്പ്രിങ്ങിലെ എനർജി ഹാഫ് കെ എക്സ് എം സ്ക്വയർ ആണ്. പക്ഷെ ബ്ലോക്ക് റെസ്റ്റിലാണ്, കൈനറ്റിക് എനർജി ഇല്ല. പക്ഷെ അതിങ്ങനെ വന്ന് ഇത് അൺസ്ട്രെച്ച്ഡ് പൊസിഷനിൽ സ്പ്രിങ് എത്തുന്നതിന് മുമ്പ്, അതായത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ആ എക്സ്റ്റൻഷൻ എക്സാ വിചാരിച്ചോ. അപ്പോഴുള്ള വെലോസിറ്റി എന്താ? അപ്പോഴുള്ള വെലോസിറ്റി വി ആണ് വിചാരിച്ചു. ഒരു ഇന്റർമീഡിയറ്റ് പൊസിഷനിൽ, അതായത് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ 0 അല്ല മാക്സിമം അല്ല. മാക്സിമത്തിലെ ടോട്ടൽ എനർജി ഇതാണ്, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. സ്പ്രിങ്ങിൽ എനർജി മാത്രമേ ഉള്ളൂ. കാര്യം എന്താ? കൈനറ്റിക് എനർജി ഇല്ല, ബോഡി റെസ്റ്റിലാണ്. ഓക്കെ. പിന്നെന്താ? ഇന്റർമീഡിയറ്റ് പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ സ്പ്രിങ്, കൈനറ്റിക് എനർജി ഓഫ് ദ ബ്ലോക്ക്. ഓക്കെ. അപ്പോൾ സ്പീഡ് ആൻഡ് കൈനറ്റിക് എനർജി വിൽ ബി മാക്സിമം അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. മനസ്സിലാവുണ്ടോ? അതായത് ഇത് കോൺസ്റ്റന്റാ ഈ സാധനം. ഓക്കെ. ഇത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഇതെന്താ? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എപ്പോൾ മിനിമം ആവുന്നോ അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആവും. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്ന എപ്പോഴാണ്? എക്സ് 0 ആവുമ്പോൾ, അതായത് അൺസ്ട്രെച്ച്ഡ് പൊസിഷൻ ഓഫ് ദ സ്പ്രിങ്. അല്ലെങ്കിൽ എന്താ? അത് എക്സ് 0 ആകുമ്പോൾ ഫോഴ്സ് കെ എക്സ് 0 ഫോഴ്സ് 0 ആകുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയും. അപ്പോൾ ഫോഴ്സ് 0 ആവുന്ന പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്, അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആവും. സോ ദ സ്പീഡ് ആൻഡ് കൈനറ്റിക് എനർജി വിൽ ബി മാക്സിമം when the spring is in its unstretched position or its normal position. Okay.
അപ്പോൾ നമ്മൾ സി ഇവിടെ ഇപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഈ ബ്ലോക്കിനെ ഇവിടുന്ന് ഇത് ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നു, എക്സ്ട്രീം പൊസിഷനിലെത്തി. നമ്മൾ ഇവിടുന്ന് അങ്ങ് റിലീസ് ചെയ്തു. റിലീസ് ചെയ്തിട്ട് അത് ആ മീൻ പൊസിഷനിലെത്തുമ്പോഴാണ്, അതായത് സ്പ്രിങ് നോർമൽ പൊസിഷനിലെത്തുമ്പോഴാണ് മാക്സിമം സ്പീഡ് ഉണ്ടാവുക. അവിടെ എക്സ്റ്റൻഷൻ 0 ആണ്. അപ്പോൾ ലെറ്റ് us ഫൈൻഡ് ദ മാക്സിമം സ്പീഡ് ഓഫ് ദ ബ്ലോക്ക്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സ്റ്റൻഷന് 0 കൊടുക്കുക. അപ്പോൾ ഈ ½ k x² 0 ആവും. അപ്പോൾ എന്താ വരിക, ½ k(x(m²) = ½ mv² എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ½ mvm² മാക്സിമം സ്പീഡ് സ്ക്വയർ = ½ k(x(m²) എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ ½ k പിന്നെന്താ x(m²). ദിസ് ഈസ് = ½ m മാക്സിമം സ്പീഡ് vm² പറയാം. ഓക്കെ, അതിൽ രണ്ട് സൈഡിലും നമുക്ക് എന്താ ഹാഫ് ഉണ്ട്. അപ്പോൾ അതൊന്നും എന്താ കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ അവിടുന്ന് vm നമുക്ക് എന്താ കിട്ടുക, √k/m × x(m²) ആണ്. റൂട്ടിനകത്ത് x(m²) വന്നു കഴിഞ്ഞാൽ അത് പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ദിസ് k/m ഉണ്ടല്ലോ, ദാറ്റ് മസ്റ്റ് ബി ഹാവിങ് ദ ഡയമെൻഷൻസ് ഓഫ് 1/time. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ x = 0 ആണ്. ഇവിടെ മാക്സിമം എക്സ്റ്റൻഷൻ, ഇവിടെ മാക്സിമം കംപ്രഷൻ. ഓക്കെ, അതിൽ ഈ ബ്ലൂ കർവാണ് കൈനറ്റിക് എനർജി. അത് മാക്സിമം ആണ് എവിടെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ. കൈനറ്റിക് എനർജി 0 അറ്റ് ദ മാക്സിമം എക്സ്റ്റൻഷൻ ഓർ മാക്സിമം കംപ്രഷൻ. ഈ മാക്സിമം കംപ്രഷൻ അല്ലെങ്കിൽ മാക്സിമം എക്സ്റ്റൻഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. അതാണ് ഇതേ ഈ ഫ്ലോറസെന്റ് കളറിലുള്ളത്. പക്ഷേ ടോട്ടൽ എനർജി ഈസ് ബീങ് റെപ്രസെൻറ്റഡ് ബൈ ദ യെല്ലോ ലൈൻ. അത് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്. എവരിവേർ എന്താ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ സെയിം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ പാരബോളിക് പ്ലോട്ട്സ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി V. ഓക്കെ, അതാണ് ഈ ഫ്ലോറസെന്റ് കർവ്. ആൻഡ് കൈനറ്റിക് എനർജി K, അതാണ് ഈ ഇതേ blue curve. And K of a block attached to a spring obeying Hooke's law. Okay, the two plots are complementary, one decreasing as the other increases. The total mechanical energy E = K + V remains constant. ഈ ഹൂക്സ് ലോ എന്താണെന്നറിയോ? ഹൂക്സ് ലോ നമ്മളത് മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ പക്ഷേ നിങ്ങൾ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയാസം വരണ്ട. ഹൂക്സ് ലോ, ഓക്കെ, അതിൽ ഹൂക്സ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹൂക്സ് ലോ. ഓക്കെ, അതിൽ റിസ്റ്റോറിങ് ഫോഴ്സ്, അതായത് സ്പ്രിങ്ങിലെ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ. ഓക്കെ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്സ്. ഓക്കെ, ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വയ്ക്കും. ദാറ്റ് K ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതിൽ 2 simulate car accidents. Auto manufacturers study the collision of moving cars with the mounted springs of different spring constants. Consider a typical simulation with a car of mass 1000 kg. Okay, പിന്നെ മൂവിങ് വിത്ത് 18 km/h. അപ്പോൾ km/h m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പോൾ 5 m/s, കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്ക് on a smooth road and colliding with a horizontally mounted spring of spring constant. ഇത് ബുക്കിൽ 5.25 എന്നാണ് കേട്ടോ, പക്ഷേ 5.25 അല്ല, 6.25 ആ. റൂട്ട് എടുക്കാനുള്ളതാ. 625 പെർഫെക്റ്റ് സ്ക്വയറാ. ഓക്കെ, അപ്പോൾ 6.25 എന്നാണ് × 10⁻³ വാട്ട് ഈസ് ദ മാക്സിമം കംപ്രഷൻ ഓഫ് ദ സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ എന്താണ്, ഈ കാറ് സ്പീഡിൽ പോയിട്ട് ഈ സ്പ്രിങ്ങിനെ അങ്ങ് കംപ്രസ് ചെയ്യും ആൻഡ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദി കാർ വിൽ ബി കൺവേർട്ടഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ സ്പ്രിംഗ്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ½ mv² കൈനറ്റിക് എനർജി ഓഫ് ദി കാർ, ½ kx² എന്താ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ്. ഹാഫ് കട്ട് ചെയ്യുക. അതിൽ മാസ് 1000 kg, വെലോസിറ്റി 5 m/s ആണ്. അതിൻ്റെ സ്ക്വയർ 5². K പറഞ്ഞാൽ 5.25 × 10⁻³ പിന്നെന്താ xm² എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, അതിൽ ആ xm കണ്ടുപിടിക്കണം. അതിൽ ഇവിടെ 10⁻³ ഉണ്ട്, ഇവിടെയും 10⁻³ ഉണ്ട്. വിഷമിക്കണ്ട, കട്ട് ചെയ്ത് കളയാം.
പിന്നെ ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ബുക്കിൽ തന്നിരിക്കുന്ന വാല്യൂ 5.25 ആണ്. ഞാനിപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞത്, 5.25 അല്ലാതെ ആക്ച്വൽ വാല്യൂ 6.25 എന്നാണ്. ഓക്കെ, അപ്പോൾ അത് 6.25 എന്നാക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, 5 സ്ക്വയർ ബൈ 6.25. അതിൽ 5 സ്ക്വയറിൻ്റെ റൂട്ട് 5 ആണ്. 6.25ൻ്റെ എത്ര, 25ൻ്റെ 625, 6.25ൻ്റെ 2.5. ഓക്കെ, അപ്പോൾ 5 ഡിവൈഡ് ബൈ 2.5 ഇത് എന്താ സംഭവം, ദിസ് ഈസ് XM. അപ്പോൾ ദിസ് മച്ച് മീറ്റർ എന്ന് പറയാം. ഓക്കെ, കാരണം എല്ലാം നമ്മൾ SI സിസ്റ്റത്തിലാണ് എടുത്തിരിക്കുന്നത്. സോ ദ മാക്സിമം കംപ്രഷൻ ദ സ്പ്രിംഗ് വിൽ ബി 2 meters. ഇനി നമ്മൾ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ചെയ്ത ക്വസ്റ്റ്യനിൽ നോക്കൂ, കാറ് 1000 കിലോഗ്രാം മാസ് ഉണ്ട്, 5 meter per second അങ്ങ് ഓടിച്ചു പോയി ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തു. പക്ഷെ അവിടെ ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇനി കാറ് പോകുന്ന വഴിയിൽ ഫ്രിക്ഷൻ ഉണ്ടാ വിചാരിക്കുക. അപ്പോൾ ഈ ഫ്രിക്ഷനും എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ സ്പ്രിങ്ങിലെ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യണം. ഫൈനലി കാർ വിൽ കം ടു റെസ്റ്റ്. അപ്പോൾ ഇറ്റ് ലൂസസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ ദ സ്പ്രിംഗ് ആൻഡ് വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ആ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി കാർ കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി 0. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് മാസ് 1000 കിലോഗ്രാം വെലോസിറ്റി സ്ക്വയർ. ഓക്കെ, പിന്നെ മൈനസ് ഹാഫ് K എന്ന് പറഞ്ഞാൽ 6.25 × 10⁻³ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, ഈ കംപ്രസ് ചെയ്തത് XM എന്ന് വിചാരിച്ചു, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നേരത്തെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്, 2 meter എന്നാണ് കിട്ടിയത് ഫ്രിക്ഷൻ ഇല്ലാത്തപ്പോൾ. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും 2 meterനേക്കാൾ കുറവായിരിക്കണം. പിന്നെ അടുത്തത് മ്യൂ എത്രയാണ്, മ്യൂ 0.5 ആണ്. ആ 0.5നെയാണ് ഞാൻ ഹാഫ് എന്ന് എഴുതിയിരിക്കുന്നത്, കുഴപ്പമില്ലല്ലോ. പിന്നെ മാസ് എത്രയാണ്, 1000 കിലോഗ്രാം, G എത്രയാണ്, 10 ആണ്, XM എഴുതി. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഈ 6.25നെ നമുക്ക് എന്താ പറയുക, ഡെസിമൽ കളയാവുന്ന എന്താവുക. അപ്പോൾ ആദ്യം എല്ലാത്തിലും ഹാഫ് ഉണ്ട്, അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോവും. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും, ഇവിടെ 10 സ്ക്വയർ ബാക്കി ഉണ്ടാവും. 10 സ്ക്വയർ × 5 സ്ക്വയർ എത്രയാണ്, 25. അപ്പോൾ 2500 വരും. ഓക്കെ, അപ്പോൾ ആ 2500 എത്രയാണ്, -2500 അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, -2500. ഇവിടുന്ന് ഒരു 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത്, അപ്പോൾ ഈ 10 ക്യൂബ് എന്നുള്ളത് 10 സ്ക്വയർ ആവും. 100 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആ 100ഉം 6.25 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 625 വരും. അതിവിടെ മൈനസാണ്, അത് കണ്ടോ, അത് അങ്ങോട്ട് പോകുമ്പോഴെന്താവും, 625 x² x വിത്ത് സഫിക്സും ഹോൾ സ്ക്വയർ വരും. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഒരു 10 കളഞ്ഞു, ബാക്കി ഉണ്ടാവും എത്രയാ, 1000 XM ഉണ്ടാവും, അത് മൈനസ് ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എത്രയാ, പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1000 XM. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാത്തിനെയും 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 625 / 25 പറഞ്ഞാൽ 25 വരും, കാരണം 25ൻ്റെ സ്ക്വയർ ആണ് 625. ഓക്കെ, x² വിത്ത് സഫിക്സ് M. പിന്നെന്താ, പിന്നുള്ളത് 1000നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര, 40 വരും. പിന്നെ 2500നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -100 വരും. സോ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XM കിട്ടും. -b ± √b² - 4ac / 2a ആണ്. 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 × 25 അതാ. ഓക്കെ, ബിക്ക് പകരം കിടക്കുന്നത് 40 ആണ്. അപ്പോൾ -b എന്ന് പറഞ്ഞാൽ എത്രയാണ്, -40. പിന്നെ b² പറഞ്ഞാൽ 40യുടെ സ്ക്വയർ എത്രയാണ്, 1600. -4ac എന്നാണ്. 4a എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25. അപ്പോൾ 4 × 25 എത്രയാണ്, 100. പിന്നെ c എത്രയാണ്, 100. അപ്പോൾ ഒരു 10000 വരും. മൈനസ് പ്ലസ് ആവും. അപ്പോൾ 1600 + 10000 10000. അപ്പോൾ 11600 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ 11600 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 107.7 ആണ്. -40 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പറയുക, പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ. അപ്പോൾ മൈനസും എന്താവും, രണ്ടും മൈനസ് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്, അപ്പോൾ അത് അക്സെപ്റ്റബിൾ അല്ല. പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 107.7 -40 വരും. അതെത്രയാണ്, 67.7 / 50 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മേലെയും താഴെയും ഡബിൾ ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എന്താ 135 / 100 വരും, അതായത് 1.35 മീറ്റർ വരും. നേരത്തെ 2 മീറ്റർ കംപ്രസ് ചെയ്ത്, ഇപ്പോൾ 1.35 ഉള്ള ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്, പ്രോബ്ലം ഇല്ല. ഓക്കെ, നമ്മൾ വർക്ക് എനർജി തിയറം വെച്ച് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളുടെ
സി ഇപ്പോൾ കാറ് ദേ അങ്ങോട്ട് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാണ്. അങ്ങോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ദേ ഇങ്ങോട്ട് സ്പ്രിങ്ങിലെ ഫോഴ്സ്, അതുപോലെ ഫ്രിക്ഷനും ഇങ്ങോട്ട് മ്യൂ എം ജി. ഓക്കെ, ഇങ്ങോട്ടുള്ളതൊക്കെ ഞാൻ പോസിറ്റീവ് എടുത്തു, പ്ലസ് കെ എക്സ് എടുത്തു, പ്ലസ് മ്യൂ എം ജി എടുത്തു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആ കെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ്ങിലെ ഫോഴ്സ് എന്താ, കൺസർവേറ്റീവാ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺസർവേറ്റീവാ. ഓക്കെ, അപ്പം ഇവിടെ എന്താ എഫ് വിത്ത് സഫിക്സ് സി പറഞ്ഞ കൺസർവേറ്റീവ് ഫോഴ്സ്, എഫ് വിത്ത് സഫിക്സ് എൻ സി പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ നമുക്ക് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പം ഇവിടെ നമുക്ക് എഫ് എൻ സി ഡെൽറ്റ എക്സ് ഇവിടെ നിർത്തുക, എഫ് സി ഡെൽറ്റ എക്സ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക ഇവിടെ. അപ്പോൾ ഡെൽറ്റ കെ മൈനസ് എഫ് സി ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ, അതിൽ ഈ എഫ് സി ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡെൽറ്റ വി ആ. അപ്പോൾ മൈനസ് എഫ് സി ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഡെൽറ്റ വി വരും. അതായത് ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ വി, എന്ത് എഫ് എൻ സി ഡെൽറ്റ എക്സ്, അതായത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ വി നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ ഓഫ് കെ പ്ലസ് വി പറയാം. കെ പറഞ്ഞാൽ കൈനറ്റിക് എനർജി, വി പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കെ പ്ലസ് വി എന്താ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ ഈ എഫ് എൻ സി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി പറയാം. വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി, അതായത് ഫൈനൽ മെക്കാനിക്കൽ എനർജി മൈനസ് ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി. ഇനി അടുത്തത് സി പവർ. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. അതായത് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റിൽ എത്ര വർക്ക് ചെയ്തു, എത്ര ജൂൾ ഓഫ് വർക്ക് ചെയ്തു, അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. സപ്പോസ് എ വർക്ക് ഡബ്ല്യു ഈസ് ഡൺ ഇൻ ടൈം ടി, then the average power will be CW divided by T. Okay, now suppose the power is not constant. അപ്പോൾ നമ്മൾ ആവറേജ് പവർ മാത്രമല്ല പറയുക, നമ്മൾ എന്ത് പറയും, ഇൻസ്റ്റൻറ്റേനിയസ് പവർ പറയും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഈക്വൽ ടു dW by dt. ഓക്കെ, ഡിഫറൻഷ്യൽ ഓഫ് വർക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഈ dW പറഞ്ഞാൽ എഫ് ഡോട്ട് ഡി ആർ ആണ്. ഡി ആർ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, എലിമെൻ്ററി ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൽ അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ ഡി ഡബ്ല്യു ഡിവൈഡ് ബൈ ഡി ടി. ഈ ഡി ആർ ബൈ ഡി ടി ഉണ്ടല്ലോ, ഡി ആർ ബൈ ഡി ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്കെന്ത് പറയാം, എഫ് ഡോട്ട് വി പറയാം. ഫോഴ്സ് വെക്ടറാണ്, വെലോസിറ്റി വെക്ടറാണ്. അത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന പവർ സ്കേലാറാണ്. ഓക്കെ, അപ്പോൾ ഈ പവർ സ്കേലാറാണ്. അതിൻ്റെ യൂണിറ്റ് എന്താ, വാട്ട് ആണ്. റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഡബ്ല്യു എച്ച് ആണ്. ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ് ടു -3 ആണ്. 1 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ജൂൾ സെക്കൻഡ് റേസ് മൈനസ് 1 ആണ്. 1 ജൂൾ സെക്കൻഡ് റേസ് മൈനസ് 1. ഇനി പവറിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് നമ്മൾ ഹോഴ്സ് പവർ. ഓക്കെ, ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 1 ഹോഴ്സ് പവർ പറഞ്ഞാൽ ഇറ്റ് ഈസ് 746 വാട്ട്സ് ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ സാധാരണ കാൽക്കുലേഷനിലൊക്കെ 750 എന്ന് എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആവും. അപ്പോൾ പിന്നെ എനർജിയുടെ യൂണിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് കിലോ വാട്ട് അവർ. ഈ കിലോ വാട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ, സി കിലോ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, കിലോ പറഞ്ഞാൽ 10⁻3, വാട്ട്സ് എന്ന് പറഞ്ഞാൽ ജൂൾ ബൈ സെക്കൻഡ്. എല്ലാം നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നുള്ളതാ 1 കിലോ പറഞ്ഞാൽ 10⁻3, വാട്ട്സ് എന്ന് പറഞ്ഞാൽ ജൂൾ ബൈ സെക്കൻഡ്. പിന്നെ അവറാ, സി 1 hour ഈസ് 60 minutes ആൻഡ് ഈച്ച് മിനിറ്റ് ഈക്വൽ ടു 60 seconds. അപ്പോൾ 1 hour പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആ, 60 × 60 seconds. അപ്പോൾ 60 × 60 seconds. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സി ഇവിടെ സെക്കൻഡ് കട്ടായി പോകും. ബാക്കി നമുക്ക് കിട്ടും എന്താ, 10⁻3, 10⁻4, 10⁻5. അപ്പോൾ 36 × 10⁻5 വരും, ഓർ 3.6 × 10⁻6 ജൂൾ. അതാണ് 1 കിലോ വാട്ട് അവർ. നമ്മൾ ഇലക്ട്രിക്കൽ എനർജി, നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി പറയുക യൂണിറ്റ് എന്നാണ് പറയുക. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് 1 കിലോ വാട്ട് അവറാണ്. ഓക്കെ, അതായത് ഇപ്പോൾ 500 വാട്ട്സ് ഉള്ളൊരു ഡിവൈസ് നമ്മൾ 2 മണിക്കൂർ യൂസ് ചെയ്താൽ 500 വാട്ട്സ് × 2 hours, അപ്പോൾ എത്രയാ, 1000 വാട്ട് അവർ ആയി. ഓക്കെ, 1000 വാട്ട് അവർ പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആയി. അതാണ് ഒരു യൂണിറ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 കിലോ വാട്ട് അവർ. അതിന് ഈ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ 5.10, an elevator can carry a maximum load of 1800 kilogram
elevator plus passengers is moving up with a constant speed of 2 meters second raised minus 1. The frictional force opposing the motion is 4000 Newton. Okay. പിന്നെ determine the minimum power delivered by the motor to the elevator in watts as well as in horsepower. ഓക്കെ, അപ്പോൾ അതിൽ താഴോട്ട് വെയിറ്റും ഉണ്ടാവും, പിന്നെന്താ ഫ്രിക്ഷനും ഉണ്ടാവും. ഓക്കെ, മോഷൻ ഒപ്പോസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഒന്നും ഇല്ലെങ്കിൽ താഴേക്ക് 10 ന്യൂട്ടൻ്റെ ഈ മേലേക്ക് 10 കൊടുക്കണം, എന്നാലേ പോവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ താഴോട്ട് mg+f ആണെങ്കിൽ നമ്മൾ മേലോട്ട് കൊടുക്കേണ്ട ഫോഴ്സ് mg+f ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് വിൽ ബി പവർ. അതിൽ 1800 നോക്കൂ, എന്താ ദിസ് ഈസ് ദ മാസ് ഇൻറ്റു ജി പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ്, പിന്നെ ഫ്രിക്ഷൻ പറഞ്ഞാൽ 4000. അപ്പോൾ എത്രയാ? അത് 18000 പ്ലസ് ഒരു 4000 എത്ര വരും? ദാറ്റ് വിൽ ബി 22000 അല്ലേ? അപ്പോൾ ആ 22000 വെലോസിറ്റി എത്രയാ? 2 ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ പവർ എത്രയാ? 44000 വരും. 44000 വാട്ട്സ്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? സി ദാറ്റ് we can say എന്താ 44000 വാട്ട്സ് പറഞ്ഞാൽ 44 കിലോ വാട്ട്സ് എന്നാ. ഈ കിലോ വാട്ട്സ് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ കെയും ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു ആണ്. ഓക്കെ, ഇനി അതിനെ നമ്മൾ ഹോഴ്സ് പവറിലേക്ക് മാറ്റണം. ഹോഴ്സ് പവറിലോട്ട് മാറ്റുമ്പോൾ എന്താ പറയുക, നമുക്ക് 44,000 ഡിവൈഡഡ് ബൈ 746 ആണ്. ഓക്കെ, ഒരു HP പറഞ്ഞാൽ 746 വാട്ട്സാ. അപ്പോൾ ഇതിനകത്ത് എത്ര HP ഉണ്ടെന്ന് അറിയാൻ എത്ര 746 ഉണ്ട് നോക്കിയാൽ മതി. ഈ 746 ഞാൻ പറഞ്ഞില്ലേ, അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 750 എന്ന് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താ വരിക അറിയോ? ഞാൻ പറഞ്ഞുതരാം. 44,000 ഓക്കെ ഡിവൈഡ് ബൈ 750 ആണ്. 750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഇൻറ്റു 1000 അതല്ലേ 750. ഓക്കെ, അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ് കേട്ടോ. അതായത് MCQs ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ഏകദേശം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണെന്നറിയോ? ഇവിടെ നമുക്ക് ഞാൻ പറയാം, ഏകദേശമാണ് കേട്ടോ. ഈ 3 45 ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇവിടെ എത്ര വരും? 15 വരും. 45/3 15 വരും. ഈ 4 മേലെ പോകുമ്പോൾ എത്ര വരും? 60 വരും. പക്ഷെ അവിടെ 45 ഇല്ലല്ലോ, 44 അല്ലേ ഉള്ളൂ. അപ്പോൾ 60 ഉണ്ടാവില്ല, 60യേക്കാൾ അല്പം കുറവാകും. 15 അവന് അവിടെ കിടക്കുന്നുണ്ടാവും, അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊളീഷൻസ് ആണ്. ഈ കൊളീഷൻസിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ബോഡി ഉണ്ട്, അതിൻ്റെ ബോഡിയുടെ മാസ്, ആ പാർട്ടിക്കിളിൻ്റെ മാസ് m2 ആണ്, ദാറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഹിയർ ദർ ഈസ് അനദർ പാർട്ടിക്കിൾ ഓഫ് മാസ് m1. ഇറ്റ് ഈസ് ഇനീഷ്യലി മൂവിങ് വിത്ത് എ വെലോസിറ്റി v1 പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇനീഷ്യലി പറഞ്ഞാൽ ബിഫോർ കൊളീഷൻ. ഓക്കെ, കൊളീഷന് മുമ്പ് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി v1 വിത്ത് v1i ആണ്. ഓക്കെ, ഇത് റെസ്റ്റിലുമാണ്. അത് വന്ന് ഇവിടെ കൊളൈഡ് ചെയ്തപ്പോൾ സപ്പോസ് ദ ടു ബോഡീസ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഫോർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം Δt. അല്പസമയത്തേക്ക് Δt സമയത്തേക്കാണ് ഇത് രണ്ടും കോണ്ടാക്റ്റിലല്ലേ വിചാരിക്കുക. സോ ഡ്യൂറിങ് ദാറ്റ് ഇൻ്റർവൽ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ വിൽ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ്. അല്ലേ, ഇത് കോണ്ടാക്റ്റിലുള്ള സമയത്ത് ഒന്നാമത്തെ പാർട്ടിക്കിൾ രണ്ടാമത്തെ പാർട്ടിക്കിളിൽ ഒരു ഫോഴ്സ് കൊടുക്കും. അതുപോലെ രണ്ടാമത്തെ പാർട്ടിക്കിൾ ഒന്നാമത്തെ പാർട്ടിക്കിളിൽ ഒരു റിയാക്ഷനും കൊടുക്കും. ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ആഫ്റ്റർ കൊളീഷൻ ഫസ്റ്റ് പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ θ1 വിത്ത് എ വെലോസിറ്റി v1f. അതായത് v1 പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, f എന്ന് പറഞ്ഞാൽ ഫൈനൽ മീൻസ് ആഫ്റ്റർ കൊളീഷൻ. സെക്കൻഡ് പാർട്ടിക്കിൾ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ θ2 വിത്ത് എ വെലോസിറ്റി v2f. v2 പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ, f എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കൊളീഷൻ. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇനി നമ്മൾ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നാ. അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്, ടൈം ഫോർ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. അപ്പോൾ നമുക്കെന്ത് പറയാം? Δp1, അതായത് ഒന്നാമത്തെ പാർട്ടിക്കിളിലെ ചേഞ്ച് ഇൻ മൊമെൻറ്റം Δp1 പറഞ്ഞാൽ നമുക്കെന്താ ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ F1 ഇൻറ്റു Δt പറയാം. ആ F1 എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ എക്സേർട്ടഡ് ബൈ ദി സെക്കൻഡ്. ഓക്കെ, ഈ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ സെക്കൻഡ് പാർട്ടിക്കിൾ കൊടുക്കുന്ന ഫോഴ്സാണ് F12. അതാണ് ഒന്നാമത്തെ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ. അതുപോലെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ Δp2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? Δp2 പറഞ്ഞാൽ നോക്കൂ, ദിസ് ഈസ് F2. ഓക്കെ, അപ്പോൾ Δp2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് ഈസ് F21 ഇൻറ്റു Δt. അതായത് സെക്കൻഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇറ്റ് ഈസ് എക്സേർട്ടഡ് ബൈ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ. ഓക്കെ, ഇൻറ്റു ടൈം. ഈ F12ഉം F21ഉം എന്താ? ആക്ഷനും റിയാക്ഷനും ആണ്.
അതുകൊണ്ട് ഈക്വൽ ആവും, ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇവിടെ നോക്കൂ, F12 ഈക്വൽ ടു മൈനസ് F21. ആ മൈനസ് ഇതെന്താ, ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ ഞാൻ അപ്ലൈ ചെയ്തതാ. ആ മൈനസ് F21 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും, പ്ലസ് F21 ആവും. അപ്പോൾ F12 പ്ലസ് F21 ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ P1 പ്ലസ് ഡെൽറ്റ P2 എന്താ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഡെൽറ്റ P1 പ്ലസ് ഡെൽറ്റ P2 പറഞ്ഞാൽ F12 ഡെൽറ്റ ടി പ്ലസ് F21 ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടി കോമൺ പുറത്തെടുത്താൽ F12 പ്ലസ് F21. ഓക്കെ, ഈ F12 പ്ലസ് F21 നമുക്ക് എന്താ കിട്ടിയത്, 0 കിട്ടി. അപ്പോൾ ഡെൽറ്റ P1 പ്ലസ് ഡെൽറ്റ P2 ഈക്വൽ ടു 0 കിട്ടി. അതായത് ടോട്ടൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലീനിയർ മൊമെന്റം will not change, or total linear momentum remains constant when there is no external force acting on it. The only forces acting on the system and the force exerted by the first on the second and the force exerted by the second on the first. The forces are only internal. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് പരസ്പരം കൊടുക്കുന്നതാണ്. ഈ രണ്ട് പാർട്ടിക്കിളും കൂടെ ചേർന്നതാ സിസ്റ്റം. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം കൊടുക്കുന്ന അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ ഫോഴ്സ് കൊടുക്കണമെങ്കിൽ, ഇപ്പം എർത്ത് ഇതിൽ കൊടുക്കുന്ന ഫോഴ്സ് അത് എക്സ്റ്റേണലാണ്, മനസ്സിലാവുണ്ടോ? ഇവിടെ വേറെ പുറത്തുനിന്ന് ആരെങ്കിലും അത് ഇവർ പരസ്പരം കൊടുക്കുന്ന ഫോഴ്സാണ് ഇൻറ്റേർണൽ ഫോഴ്സ്, അത് മാത്രമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം വിൽ റിമെയിൻ കൺസേർവ്ഡ്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ടു ബോഡീസ് ആഫ്റ്റർ കൊളീഷൻ സ്റ്റിക്ക് ടുഗദർ. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് പിന്നെ ഒരു കോമൺ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അതിൽ ടു ബോഡീസ് സ്റ്റിക്ക് ടുഗദർ ആഫ്റ്റർ കൊളീഷൻ, മനസ്സിലാവുണ്ടോ? ഇത് 1 ഡയമെൻഷണൽ കൊളീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ θ1 ഈക്വൽ ടു θ2 0 ആണ്. അതായത് ഇനീഷ്യലി ആ പാർട്ടിക്കിൾ വരുന്ന അതേ ഡിറക്ഷനിലാണ് ആഫ്റ്റർ കൊളീഷൻ ഇത് രണ്ടും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇനീഷ്യൽ മൊമെൻറ്റം അല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഒരു പാർട്ടിക്കിൾ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മൊമെൻറ്റം M1 V1 I. V1 പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ, I എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി, അതായത് ബിഫോർ കൊളീഷൻ. ഓക്കെ, ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ. ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിളിലൂടെ കമ്പൈൻഡ് ആയിട്ട് ആ കമ്പൈൻഡ് മാസ് M1 പ്ലസ് M2 ആ. വെലോസിറ്റി എത്രയാണ്, VF. ഒറ്റ അപ്പോൾ 1 2 എന്ന് കൊടുക്കണ്ട, രണ്ടിനൂടെ ചേർന്ന് ഒറ്റ വെലോസിറ്റിയാണ്. വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ VF, ഫൈനൽ വെലോസിറ്റി എന്നർത്ഥം. അപ്പോൾ അവിടുന്ന് VF ഈക്വൽ ടു നമുക്ക് എന്താ പറയുക, M1 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I. V1I പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ബിഫോർ കൊളീഷൻ. ഇനീഷ്യലി ഫസ്റ്റ് പാർട്ടിക്കിൾ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, മനസ്സിലായില്ലേ? സെക്കൻഡ് പാർട്ടിക്കിൾ വാസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ദർ വിൽ ബി സം ലോസ് ഓഫ് കൈനറ്റിക് എനർജി. ഹൗ ഡു വി ഫൈൻഡ് ദാറ്റ് ലോസ്? ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് M1 V1I ഇനീഷ്യൽ വെലോസിറ്റി ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് എന്താ മാസ് M1 പ്ലസ് M2 ആണ്. ആ കമ്പൈൻഡ് മാസിന്റെ വെലോസിറ്റി ഇതാണ് M1 V1I ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ. ഓക്കെ, അതിൽ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ M1 പ്ലസ് M2 ഹോൾ സ്ക്വയറും ന്യൂമറേറ്ററിൽ ഒരു M1 പ്ലസ് M2 ഉണ്ട്. അപ്പോൾ എന്താ, മേലുള്ള M1 പ്ലസ് M2 താഴെ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ ആവും, കാരണം ഇത് മൊത്തം സ്ക്വയറിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലൊരു M1 പ്ലസ് M2 മാത്രം വരും. പിന്നെ മേലെ M1 സ്ക്വയർ V1I ഹോൾ സ്ക്വയർ വരും, M1 സ്ക്വയർ V1I സ്ക്വയർ. ഓക്കെ, ഇവിടെയും M1 V1I സ്ക്വയറിൻ്റെ ഹാഫ് ഉണ്ട്, ഇവിടെ M1 സ്ക്വയർ ഉണ്ടാവും, നമുക്ക് M1 മതി. അപ്പോൾ ഈ ഹാഫ് M1 V1I സ്ക്വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെയാണെങ്കിലോ M1 ബൈ M1 പ്ലസ് M2 ഉണ്ടാവും. M1 ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ഈ ബ്രാക്കറ്റിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ M2 ബൈ M1 പ്ലസ് M2 എന്നാണ് വരിക. ബ്രാക്കറ്റിനകത്ത് M2 ബൈ M1 പ്ലസ് M2. ആ M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു M1 എന്താ, M1 M2 ബൈ M1 പ്ലസ് M2. ഓക്കെ, ഇൻറ്റു V1I സ്ക്വയർ എന്നാ, V1I സ്ക്വയർ. ദാറ്റ് ഈസ് ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ, ഈ ബ്രാക്കറ്റിലുള്ള സാധനം ഉണ്ടല്ലോ, അതിന് നമ്മൾ ആക്ച്വലി പറയുക റെഡ്യൂസ്ഡ് മാസ് എന്നാണ് പറയുക, റെഡ്യൂസ്ഡ് മാസ്. അത് എന്തോ ആവട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഇതാ. ഓക്കെ, ഹാഫ് ഇൻറ്റു M1 M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു V1I സ്ക്വയർ. ഇനിയിപ്പോൾ എന്താ അറിയോ, സപ്പോസ് ടു ബോഡീസ് ഓഫ് മാസസ് M1 and M2, ഓക്കെ, മൂവിങ് വിത്ത് വെലോസിറ്റീസ് നമുക്ക് V1I and V2I വിചാരിക്കുക. ആഫ്റ്റർ കൊളീഷൻ ദേ സ്റ്റിക്ക് ടുഗദർ.
collision is said to be perfectly inelastic or completely inelastic or plastic collision എന്ന് പറയും. പ്ലാസ്റ്റിക്. അവിടെ രണ്ട് ഇപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഹിയർ വി ഹാവ് കൺസിഡേർഡ് എ സ്പെഷ്യൽ കേസ്. അതായത് സെക്കൻഡ് ബോഡി വാസ് അറ്റ് റെസ്റ്റ് ബിഫോർ കൊളീഷൻ. പക്ഷെ രണ്ട് ബോഡി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു വിചാരിക്കുക, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാകുമ്പോൾ ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് എന്താ കിട്ടുക എന്നറിയോ? ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് പിന്നെന്താ reduced mass m1 m2 divided by m1 plus m2. okay, പിന്നെന്താ v1i minus v2i whole square. ഇതാ വരിക. ഇവിടെ v2i പറഞ്ഞ വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് ബോഡി ബിഫോർ കൊളീഷൻ വാസ് 0. ഇറ്റ് വാസ് അറ്റ് റെസ്റ്റ്. അതുകൊണ്ടാണ് v1i എന്ന് മാത്രം വന്നേ. ഓക്കെ, അതേപോലെ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക എന്നറിയോ? m1 v1i പ്ലസ് m2 v2i ഓക്കെ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇത് സാധാരണ നമ്മൾ കൊളീഷന് മുമ്പ് ഉള്ള വെലോസിറ്റി u1 u2 എന്നും കൊളീഷന് ശേഷം ഉള്ളത് v1 v2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് v1i v2i എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നിങ്ങളെ എന്താ പറയുക പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ m1 v1i പ്ലസ് m2 v2i ഡിവൈഡ് ബൈ m1 പ്ലസ് m2 വിൽ ബി ദ കോമൺ വെലോസിറ്റി ആൻഡ് ദിസ് വിൽ ബി ദ എനർജി ലോസ്. നോക്കൂ, ഇനി അടുത്തത് എന്താണെന്നറിയോ? ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, മീൻസ് ഓൾ ദ പാർട്ടിക്കിൾസ് ആർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബിഫോർ കൊളീഷൻ എന്താ മൊമെൻറ്റം പറഞ്ഞു കഴിഞ്ഞാൽ m1 v1i, ആഫ്റ്റർ കൊളീഷൻ എന്താ m1 v1f പ്ലസ് m2 v2f. v2f പറഞ്ഞ വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ ഫൈനൽ പറഞ്ഞ ആഫ്റ്റർ കൊളീഷൻ. v1f എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ഫൈനൽ ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ദിസ് ഈസ് ബൈ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇവിടെ ഇലാസ്റ്റിക് കൊളീഷനാണ്. ലീനിയർ മൊമെൻറ്റവും കൺസേർവ് ചെയ്യും, കൈനറ്റിക് എനർജിയും കൺസേർവ് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യുകയാണെങ്കിൽ ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷനാണ്. ഹാഫ് m1 v1i സ്ക്വയർ, ഹാഫ് m1 v1i സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1 v1f സ്ക്വയർ, ഹാഫ് m2 v2f സ്ക്വയർ. എല്ലാവരും ഹാഫ് വരും. അത് ഞാൻ കട്ട് ചെയ്ത് എഴുതും, ഞാൻ എഴുതിയിട്ടില്ല അവിടെ, കുഴപ്പമില്ലല്ലോ. ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ ഒരു പാർട്ടിക്കിൾ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബിഫോർ കൊളീഷൻ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന ആ ഒരു പാർട്ടിക്കിളിൻ്റെ മാത്രം ടോട്ടൽ കൈനറ്റിക് എനർജി. ഓക്കെ, ഇത് എഴുതി. അതിനിപ്പോൾ നമ്മളത് സിംപ്ലിഫൈ ചെയ്യണം. അതിൽ ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സി എന്ത് പറയാം? നോക്കൂ, സി നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ ആ m1 വരുന്ന ടേം നോക്കൂ, m1 വരുന്ന ടേം നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കുക. അപ്പോൾ m1 v1i സ്ക്വയർ മൈനസ് m1 v1f സ്ക്വയർ വരും. അതായത് m1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോവുക, മൈനസ് ആവും. m1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ v1i സ്ക്വയർ മൈനസ് v1f സ്ക്വയർ വരും. ഓക്കെ, അതേപോലെ ഇവിടെയും നമ്മൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? m1 വരുന്ന ടേം ഒരു സൈഡിലേക്ക് ആക്കുക. അപ്പോൾ m1 v1i മൈനസ് m1 v1f എന്ന് വരും. ഓക്കെ, അപ്പോൾ m1 v1i മൈനസ് m1 v1f അതാണ് ഇത്. ഇത് സെക്കൻഡ് ഇക്വേഷൻ കൺവേർട്ട് ചെയ്തതാണ്, ഇത് ഫസ്റ്റ് ഇക്വേഷൻ കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെയാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്യാൻ ഇതിനേക്കാളൊക്കെ എളുപ്പമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡ് വേറെയുണ്ട്. അതിന് നിങ്ങൾ ഡൈജസ്റ്റ് കാണുക അല്ലെങ്കിൽ വൺ ഷോട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞത് വെച്ചാൽ അതേപോലെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിത് ഇങ്ങനെ കിട്ടി m2 v2f v2f സ്ക്വയർ, അടിയിൽ എന്താ m2 v2f. ഇനി നോക്കുക, നമ്മൾ ഈ m2 v2f സ്ക്വയർ ഉണ്ടല്ലോ, അതിന് m2 v2f ഇൻറ്റു v2 എന്ന് എഴുതാലോ. m2 v2f സ്ക്വയറാ. അപ്പോൾ m2 v2f ഇൻറ്റു v2f. ഓക്കെ, അതിൽ ഈ m2 v2f ഇൻറ്റു v2f എന്ന് പറഞ്ഞാൽ ആ ഇൻറ്റു v2f ആണ് ഈ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എഴുതേണ്ട എന്താ? m2 v2f ആ. m2 v2fന് പകരം ഇത് എഴുതുക, m1 v1i മൈനസ് v1f. m1 v1i മൈനസ് v1f. ഓക്കെ, m2 v2f m2 v2 ഇത് എഴുതും. ഓക്കെ, പിന്നെ ഒരു v2f പുറത്ത് വേറെ ഉണ്ടാവും. റൈറ്റ്, ഇനി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ v1i മൈനസ് v1f. ഓക്കെ, v1i മൈനസ് v1f, v1i മൈനസ് v1f ഉണ്ടല്ലോ. അതേപോലെ m1 രണ്ട് സൈഡിലും ഉണ്ട്.
M1 രണ്ട് സൈഡിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ M1 ഉണ്ട്, ഇവിടെ M1 ഉണ്ട്, അത് കട്ട് ചെയ്യാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ കിട്ടുക? V2F = V1I + V1F. V2F = V1I + V1F. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. M1 V1I, അതാണ് ഈ എഴുതുന്നത്, M1 V1I. പിന്നെ M1 V1F, M1 V1F. പിന്നെ M2 V2F. ഓക്കെ, V2Fന് പകരം V1I + V1F എന്ന് പറയാം. M2 V2Fന് പകരം V1I + V1F. ഓക്കെ. ഇവിടെ നമ്മൾ ഇവിടെ M1 V1I ഉണ്ട്, ഇവിടെ M1 V1F ഉണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ M2 V1I ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ M2 V1I ഉണ്ടല്ലോ, അതായത് ഈ ഫസ്റ്റ് ടേം M2 V1I, അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ഓൾറെഡി ഒരു M1 V1I ഉണ്ട്. മൈനസ് M2 V2I വരുമ്പോഴെന്താ? M1 - M2 × V1I വരും. ഓക്കെ. ഇനിയിപ്പോ റൈറ്റ് സൈഡിൽ നോക്കൂ, M1 V1F ഉണ്ട്, പിന്നെന്താ? M2 V1F ഉണ്ട്. അപ്പോൾ M1 + M2 × V1F വരും. M1 + M2 × V1F. ഓക്കെ. അവിടുന്ന് V1F എന്താ വരിക? M1 - M2/M1 + M2 × V1I. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇതാ ഈ സാധനം, ഈ പെട്ടിക്കകത്തുള്ളത് ഞാൻ ഇവിടെ എഴുതിയതാ. V2F = V1I + V1F. ഈ V1F ആണിത്. ഓക്കെ. ഇതുമായിട്ട് V1I ആഡ് ചെയ്യണം. അപ്പോൾ V1I + പിന്നെന്താ? V1Fൻ്റെ വാല്യൂ ഞാൻ എഴുതി. അതിൽ നോക്കൂ, ഇതിൽ V1I ഉണ്ട്, ഇതിലും V1I ഉണ്ട്. ആ V1I കോമൺ ഫാക്ടർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്ട് അവിടെ 1 മാത്രം വരും. ഇവിടെ M1 - M2/M1 + M2 വരും. ഓക്കെ. അപ്പോൾ 1 + M1 - M2/M1 + M2 × V1I. ഇവിടെ നോക്കൂ, ഇത് നമ്മൾ LCM എടുക്കുകയാണെങ്കിൽ എന്താ? 2M1 എന്നാ വരിക മേലെ, /M1 + M2. അപ്പോൾ അതെ V2F = 2M1/M1 + M2 × V1I വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ദിസ് ഈസ് V1F. ഇനി V2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് യെല്ലോയിൽ എഴുതാം. ഓക്കെ, V2F. ഓക്കെ. കാരണം കൊളീഷന് മുമ്പുള്ള വെലോസിറ്റിയിൽ നിന്ന് നമ്മൾ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. V1F, വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഓർ ഫൈനൽ, അതാണ് ഇപ്പോൾ ഇത്. ഇനി നമുക്ക് വേണ്ട V2F. V2F = എന്താ? ഇവിടെ V1I, പിന്നെയോ 2M1/M1 + M2. That is the expression for എന്താ? The final velocity or velocity after collision of the second particle. ഇനി നമുക്ക് ഇവിടെ നോക്കൂ, ദിസ് ഈസ് ദ V1F. ഞാൻ ഇവിടെ മാറ്റി എഴുതിയിരിക്കുക, വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ. ഇത് വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, രണ്ടും ഫൈനൽ വാല്യൂസാണ്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഇഫ് 2 bodies are of equal masses, രണ്ടിനും ഒരേ മാസ്സാണ്. രണ്ടിനും ഒരേ മാസ്സാകുമ്പോൾ V1F, M1 M2 ഈക്വൽ ആണ്. അപ്പോൾ M1 - M2 0 ആവും. അതായത് V1F എന്ന് പറഞ്ഞാൽ 0 ആവും. ഓക്കെ. V2F ഇവിടെ M1 എന്ന് പറയുന്നതും M2 എന്ന് പറയുന്നത് ഈക്വലാണ്. അപ്പോൾ മേലെ 2 × M, അടിയിൽ M + M. അപ്പോൾ 2M/M + M എത്ര? 2M. അതായത് V2F = V1I എന്ന് വരും. അതായത് M1 M2 ഈക്വൽ ആണെങ്കിൽ V1F, അതായത് വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് മുമ്പ് ഫസ്റ്റ് പാർട്ടിക്കിൾ ആണ് മൂവ് ചെയ്തിരുന്നത്, കൊളീഷന് ശേഷം അത് റെസ്റ്റിലാവും. സെക്കൻഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ സെക്കൻഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V2F ഉണ്ടല്ലോ, അത് V1I ആ. അതായത് ഫസ്റ്റ് പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരുന്ന വെലോസിറ്റിയിൽ ഇപ്പോൾ സെക്കൻഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യും. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫസ്റ്റ് പാർട്ടിക്കിളിന് കിട്ടും, അതായത് 0. മീൻസ് ഇഫ് ദ 2 bodies are of equal masses, they exchange their velocities എന്ന് പറയാം. വെലോസിറ്റീസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി സെക്കൻഡിന് കിട്ടും, സെക്കൻഡ് റെസ്റ്റിലായിരുന്നു, അത് ഫസ്റ്റിന് കിട്ടും. അതായത് ഫസ്റ്റ് വിൽ കം ടു റെസ്റ്റ്, സെക്കൻഡ് വിൽ മൂവ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് ബിഫോർ കൊളീഷൻ. ഓക്കെ. അപ്പോൾ ആ ബിഫോർ കൊളീഷൻ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി എന്തായിരുന്നോ ആ വെലോസിറ്റിയിൽ സെക്കൻഡ് ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ഇനി അടുത്തത് കേസ് 2 എന്താ? M2. അതായത് ഫസ്റ്റ് ബോഡി ചെന്ന് M2ൽ ഇടിക്കുകയാണ്. പക്ഷെ ആ M2 ഈസ് മച്ച് ഹെവിയർ ദാൻ M1. അതായത് ഒരു ബോള്, മറ്റൊരു വലിയ റോക്കാ വിചാരിച്ചു, ഭയങ്കര വലിയ മാസ്. അപ്പം എന്താ സംഭവിക്കാന്ന്? അപ്പം ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്താ സംഭവം എന്നുള്ളത്. ഈ M1 എന്ന് പറയുന്നത് 1 വിചാരിച്ചു, M2 എന്ന് പറഞ്ഞാൽ ഒരു 10,000 വിചാരിച്ചു. അപ്പോൾ ഇവിടെ മേലെന്താ വരിക എന്ന് പറയുക? 1 - 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം എന്നർത്ഥം. മനസ്സിലായില്ലേ? 1 - 10,000 എന്ന് പറഞ്ഞാൽ -9,999.
ഓക്കെ, അതായത് 9999 ആണ്, അത് മൈനസ് ആണെന്നുള്ളത് മാത്രം. അടിയിൽ 10,000 + 1, മേലെ 10,000 - 1, താഴെ 10,000 + 1. ഈ 10,000 കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 1 കൺസിഡർ ചെയ്യില്ല, ഇറ്റ്സ് നെഗ്ലിജിബിൾ. അതായത് 9999 ഒരു സാധനത്തിൻ്റെ വിലയാണ്. നമ്മൾ 10,000 രൂപ കൊടുത്ത 1 രൂപ നമുക്ക് കിട്ടുമോ? അതുപോലെ 10,001 ഒരു സാധനത്തിൻ്റെ വില, അതിന് നമ്മൾ 10,000 കൊടുത്താൽ മതി, 1 രൂപ കൊടുക്കണ്ട. മീൻസ് കമ്പയർഡ് ടു 10,000 ദിസ് 1 ഈസ് നെഗ്ലിജിബിൾ. അപ്പം മേലെ 9999, താഴെ 10,001 ഓൾമോസ്റ്റ് ഈക്വലാ. ഓക്കെ, അപ്പോൾ V1F = -V1I ഇത് വരും. ഓക്കെ, V1F = -V1I എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ സ്പീഡിന് വെലോസിറ്റി ഉണ്ടല്ലോ, അത് നേരെ റിവേഴ്സ് ചെയ്യും. അതേ വെലോസിറ്റിയിൽ തിരിച്ചിങ്ങോട്ട് വരും. ഒരു ബോൾ നമ്മളൊരു വലിയ റോക്കിലോട്ട് എറിഞ്ഞാൽ അത് സാധാരണ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിൾ വിൽ റിവേഴ്സ് ഇറ്റ്സ് വെലോസിറ്റി. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ അവസ്ഥ എന്താ? വലിയൊരു റോക്കിൽ നമ്മളിപ്പോൾ ഒരു ബോൾ പോയി ഇടിച്ചു വിചാരിക്കുക, ആ റോക്ക് അത് അറിയ പോലും ഇല്ല. മനസ്സിലായില്ലേ? റോക്ക് അവിടെ തന്നെ നിൽക്കുന്ന അർത്ഥം. അതാണോ നോക്കാം. V2F, M1 വളരെ ചെറുതാ, M2 വളരെ വലുതാ. ഓക്കെ, അപ്പം മേലെ 2 × 1, അടിയിൽ എത്രയാ? 10,000 + 1. മനസ്സിലായില്ലേ? 2 × 1 / 10,000 + 1, അതായത് 2/10,001 വരും. 10,001. അപ്പോൾ ഇതെന്താ? ആ 10,001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക എന്നറിയോ? പിന്നെ 0.2നെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഓക്കെ, 0. ഞാൻ പറയാം, 0.002 എന്നാണ് വരിക. വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ, നെഗ്ലിജിബിൾ ആണ്, ഇല്ല എന്ന് പറയാം, ഓൾമോസ്റ്റ് 0. മനസ്സിലായില്ലേ? മറ്റത് ഇളകേ ഇല്ല എന്ന്. ഓക്കെ, ഏത്? ഹെവിയർ ബോഡി. അപ്പോൾ ഇവിടെ നോക്കൂ, ദ ഹെവിയർ മാസ് റിമെയിൻസ് അൺഡിസ്റ്റർബ്ഡ്. അത് ഇത് അറിഞ്ഞിട്ടേ ഇല്ല, ഇത് പോയി ഇടിച്ചത്. മനസ്സിലായില്ല? വൈൽ ദ ലൈറ്റർ മാസ് റിവേഴ്സസ് ഇറ്റ്സ് വെലോസിറ്റി. ഈ ചെറിയ മാസ് കുറഞ്ഞ സാധനം നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ബൗൺസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ഉണ്ട്. 5.11 സ്ലോയിങ് ഡൗൺ ഓഫ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ. A neutron of high speed, typically 10⁻⁷ m/s (1), must be slowed down to 10⁻³ m/s, so that it can have a high probability of interacting with the isotope uranium-235 and causing it to fission, so that a neutron can lose most of its kinetic energy in an elastic collision with a light nuclei like deuterium or carbon, which has a mass of only few times the neutron mass. The material making up the light nuclei, usually heavy water or graphite, is called moderator. ആയിക്കോട്ടെ, അപ്പോൾ ഈ ന്യൂട്രോണ് ഈ കാർബൺ അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം ആയിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ന്യൂട്രോണിൻ്റെ മെജോറിറ്റി കൈനറ്റിക് എനർജി അതിന് ട്രാൻസ്ഫർ ചെയ്തു എന്ന്. ഈ ഡ്യൂട്ടീരിയത്തിന്, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, വാട്ട് വി കോൾ ദിസ് ഗ്രാഫൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നോക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഈ ന്യൂട്രോൺ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, ഈ മോഡറേറ്റർ റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ഇനീഷ്യലി ബിഫോർ കൊളീഷൻ, അതെന്താണ്? ½ m1v1i². ഓക്കെ, ഇനി എന്താണെന്നറിയോ? ഈ ന്യൂട്രോൺ ഒരു പാർട്ട് കൈനറ്റിക് എനർജി റീറ്റെയിൻ ചെയ്യും, ബാക്കിയുള്ളത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ കൈനറ്റിക് എനർജി ഓഫ് ദ ന്യൂട്രോൺ K1, കൈനറ്റിക് എനർജി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ, ഹിയർ ഇറ്റ് ഈസ് ന്യൂട്രോൺ. ഫൈനലി മീൻസ് പറഞ്ഞാൽ ആഫ്റ്റർ കൊളീഷൻ അത് ½ m1v1f². ഓക്കെ, അപ്പോൾ അതിൽ ഈ K1I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറിജിനലി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിയാണ്. ഉള്ള കൈനറ്റിക് എനർജി ഫുള്ള് ന്യൂട്രോണിനായിരുന്നു. കൊളീഷൻ കാരണം ഈ ന്യൂട്രോൺ അതിൻ്റെ ഒരു പാർട്ട് എനർജി ഈ മോഡറേറ്ററിന് ട്രാൻസ്ഫർ ചെയ്തു, ബാക്കി റീറ്റെയിൻ ചെയ്തു. ആ നിലനിർത്തിയ റീറ്റെയിൻ ചെയ്ത എനർജിയാണ് K1F. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ റീറ്റെയിൻ ചെയ്യുന്ന എനർജി K1F, ഇനീഷ്യലി ഉണ്ടായിരുന്നത് K1I. അപ്പോൾ K1F/K1I വരും. അതെന്താ? ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ½ m1 കട്ടാവും. ബാക്കി എന്താ വരിക? V1F/V1I² വരും. നോക്കൂ, V1F/V1I². ദാറ്റ് ഈസ് ദ fraction of kinetic energy retained by the neutron. ഓക്കെ, V1Fൻ്റെ എക്സ്പ്രഷൻ ആണത്. അതിൽ റൈറ്റ് സൈഡിൽ നോക്കൂ, V1I ഉണ്ട്. ഓക്കെ, V1I ഞാനിപ്പോൾ അവിടെ എഴുതിയത് നോക്കൂ, ഇവിടെ ലെഫ്റ്റിൽ V1F ആണ്, റൈറ്റ് സൈഡിൽ വേണ്ടത് V1I എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ V1I നമുക്ക് V1I
ഓക്കെ. ഇനി അപ്പോൾ V1F ഡിവൈഡ് ബൈ V1I എന്താ വരിക? M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 എന്ന് വരും. നമുക്കിവിടെ വേണ്ടത് എന്താ? V1F ഡിവൈഡ് ബൈ V1I ഹോൾ സ്ക്വയറാ. ഓക്കെ. അപ്പോൾ M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ, അതാണ് ആ ഫ്രാക്ഷൻ F1, അതായത് ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി റീറ്റെയിൻഡ് ബൈ ദ ന്യൂട്രോൺ. ഓക്കെ. അതിൽ ഇനിയിപ്പോൾ എന്താ പറയുക, ഫ്രാക്ഷൻ ട്രാൻസ്ഫേർഡ് ടു ദ മോഡറേറ്റർ. ഇപ്പോൾ ഹാഫ് റീറ്റെയിൻ ചെയ്തു, അപ്പോൾ ഹാഫ് ട്രാൻസ്ഫർ ചെയ്തു. 1/3 റീറ്റെയിൻ ചെയ്തു, അപ്പോൾ 2/3 ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. ഇപ്പോൾ 1/5 റീറ്റെയിൻ ചെയ്തു, അപ്പോൾ 4/5 ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയല്ലേ വരിക? ഓക്കെ. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ട്രാൻസ്ഫേർഡ് ടു ദ സെക്കൻഡ് പാർട്ടിക്കിൾ അതെങ്ങനെയാ? 1ൽ നിന്ന് ഈ F1 എന്നുള്ള ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ F2 ഈക്വൽ ടു 1 മൈനസ് F1. ഓക്കെ. അപ്പോൾ 1 മൈനസ് M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ. ഇതെന്താ വരിക എന്നറിയോ? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ മൈനസ് M1 മൈനസ് M2 ഹോൾ സ്ക്വയർ ആണ് ന്യൂമറേറ്ററിൽ വരിക. ഓക്കെ. M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ മൈനസ് M1 മൈനസ് M2 ഹോൾ സ്ക്വയർ ന്യൂമറേറ്ററിൽ. അതെന്താ? 4M1 M2 വരും. ഡിനോമിനേറ്ററിൽ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ വരും. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ഫ്രാക്ഷൻ എന്താ ട്രാൻസ്ഫേർഡ് ടു ദി സെക്കൻഡ് പാർട്ടിക്കിൾ. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടീരിയം ആണെന്ന് വിചാരിക്കുക. ഈ ഡ്യൂട്ടീരിയം ആണെങ്കിൽ അതിൻ്റെ മാസ് 2 AMU ആണ്. അതായത് ന്യൂട്രോണിൻ്റെ 1 AMU, ഡ്യൂട്ടീരിയത്തിൻ്റെ 2 AMU. അപ്പോൾ ഈ M2 ഈക്വൽ ടു 2M1 വരും. 2M1. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ റീറ്റെയിൻഡ് എന്താ? ഇവിടെ നോക്കാം. ഇത് 1 യൂണിറ്റ് മൈനസ് 2 യൂണിറ്റ്. അപ്പോൾ 1 മൈനസ് 2 എത്രയാണ്? -1. അടിയിൽ 1 പ്ലസ് 2 എത്രയാണ്? 3. അപ്പോൾ -1/3 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1/9. ഓക്കെ. അതാണ് ഫ്രാക്ഷൻ റീറ്റെയിൻഡ് 1/9. അപ്പോൾ ഫ്രാക്ഷൻ ട്രാൻസ്ഫേർഡ് എന്താ? 1 മൈനസ് 1/9, ദാറ്റ് ഈസ് 8/9. ഓക്കെ. ഇനി കാർബൺ ആണെന്ന് വിചാരിച്ചോളൂ. ഈ കാർബണിൻ്റെ അറ്റമിക് മാസ് എത്രയാണ്? 12 ആണ്. മീൻസ് ഗ്രാഫൈറ്റ് ആകുമ്പോൾ എന്താ? കാർബൺ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഗ്രാഫൈറ്റ് ആകുമ്പോൾ മാസ് ഓഫ് ദി സെക്കൻഡ്, അതായത് ഗ്രാഫൈറ്റിൻ്റെ മാസ് എന്താ? 12 AMU ആണ്. ഓക്കെ. അപ്പോൾ 12 ടൈംസ് ദ മാസ് ഓഫ് ന്യൂട്രോൺ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ വരിക? M1 മൈനസ് M2 പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 1 മൈനസ് 12, അതായത് -11 വരും. അടിയിൽ 1 പ്ലസ് 12, അതായത് 13 വരും. അപ്പോൾ 11/13 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 0.716 ആണ്. 0.716. ഈ 0.716 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? 0.716 ആണ് ഫ്രാക്ഷൻ. അതിനെ പെർസെൻറ്റേജ് ആക്കാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 71.6% റീറ്റെയിൻ ചെയ്തു. ഓക്കെ. അപ്പോൾ 28.4 എന്താ? ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ. അത് എന്താ പറയുക? ഈ ന്യൂട്രോൺ മോഡറേറ്ററുമായിട്ട് when neutrons are being slowed down by using moderator, അപ്പോൾ ന്യൂട്രോൺ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി ലോസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ. അടുത്തത് 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷനാണ്. ഓക്കെ. ഇലാസ്റ്റിക് കൊളീഷൻ പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യും, പിന്നെ ലീനിയർ മൊമെൻറ്റവും കൺസേർവ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അലോങ് എക്സ് ആൻഡ് വൈ ഡിറക്ഷൻസ് നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അതിൽ ബിഫോർ കൊളീഷൻ എന്താ? ഈ M1 മൂവിങ് വിത്ത് എ വെലോസിറ്റി V1I അലോങ് എക്സ് ഡിറക്ഷനാണ്. വൈ ഡിറക്ഷനിൽ മൊമെൻ്റ് ഇല്ല ബിഫോർ കൊളീഷൻ. ഓക്കെ. ആഫ്റ്റർ കൊളീഷൻ ഈ V1Fന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താ? കോസ് θ1, V1F കോസ് θ1. അതുപോലെ V2Fൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് V2F കോസ് θ2. അപ്പോൾ along the x direction before collision M1 V1I, along the x direction after collision എന്താ? രണ്ടിൻ്റെയും കോസ് θ കമ്പോണൻറ്റ് വരും. M1 V1F കോസ് θ1 പ്ലസ് M2 V2F കോസ് θ2. ബിഫോർ കൊളീഷൻ ഈ ഡിറക്ഷനിൽ വൈ ഡിറക്ഷനിൽ മൊമെൻ്റ് ഇല്ല, കാരണം ഇതിന് ഇങ്ങനെ മാത്രമേ ഉള്ളൂ, വൈ ഡിറക്ഷനിൽ ഇല്ല. അപ്പോൾ ബിഫോർ കൊളീഷൻ വൈ ഡിറക്ഷനിലെ മൊമെൻറ്റം 0. ഓക്കെ. ആഫ്റ്റർ കൊളീഷൻ എന്താ? ഈ V1Fന് അങ്ങോട്ടൊരു കമ്പോണൻ്റ് ഉണ്ട്, അത് സൈൻ θ1 കമ്പോണൻറ്റാണ്. അതുപോലെ V2Fന് ഇങ്ങോട്ട് കമ്പോണൻ്റ് ഉണ്ട്, അത് സൈൻ θ2 കമ്പോണൻറ്റാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? M1 V1F സൈൻ θ1 മേലോട്ട് പോസിറ്റീവ് എടുത്തു, M2 V2F സൈൻ θ2 താഴോട്ട് നെഗറ്റീവ് എടുക്കണം. ഓക്കെ. ദിസ് ഈസ് ദ ലീനിയർ മൊമെൻറ്റം ഓഫ് ദി ഫസ്റ്റ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ, ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ ആഫ്റ്റർ കൊളീഷൻ. രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ അലോങ് ദ വൈ ഡിറക്ഷൻ. ഓക്കെ. അത് ബിഫോർ കൊളീഷൻ 0 ആണ്. Now as the collision is elastic, and not only the linear momentum, the kinetic energy also will be conserved.
total kinetic energy before will be equal to total kinetic energy after. Before collision only see the first particle is in motion, so the first particle only possess the energy. അപ്പോൾ half m1 v1 I square equal to half m1 v1 f square plus half m2 v2 f square. ഇപ്പോൾ ഇവിടെ ഹാഫ് നമുക്ക് തീർച്ചയായിട്ടും കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, v1 f v2 f θ1 θ2 4 അൺനോണും 3 ഇക്വേഷനാണ്. അപ്പോൾ ഈ 4 അൺനോണിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് ഇതിനകത്തുള്ള വിശേഷങ്ങൾ. ഓക്കെ ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ കൊളീഷൻ ഡെപ്പിക്റ്റഡ് ഇൻ ഫിഗർ. 2 ഡയമെൻഷണൽ കൊളീഷൻ ആണ്. അതിൽ 2 ബില്ലിയാർഡ് ബോൾസ് ഉണ്ട്. അതിൽ 2 മാസസ് ഈക്വൽ ആണ്. ഓക്കെ, അതിൽ the billiard player wants to sink the target ball into a corner pocket which is at an angle of 37 degree. അതായത് θ2 37 ആണ്. Okay, assume that the collision is elastic and that friction and rotational effects are negligible. θ1 കണ്ടുപിടിക്കണം. θ2 തന്നിട്ടുണ്ട്, θ1 കണ്ടുപിടിക്കണം. ഇവിടെ മൊമെൻറ്റം കൺസേർവ് ചെയ്യും. എല്ലാതിൻ്റെയും മാസ് സെയിമാണ്. അപ്പോൾ ആദ്യം എന്താ, ഒരു ബോൾ മാത്രമല്ലേ മൂവ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മാസ് എം v1i ഈക്വൽ ടു എം v1 f പ്ലസ് എം v2 f. അപ്പോൾ എം ഒക്കെ കോമൺ ആണ്, കട്ട് ചെയ്യാം, ഇത് വരും. ഇനി എന്ത് ചെയ്യാന്നറിയോ, v1i ഈക്വൽ ടു v1 f പ്ലസ് v2 f എന്നാ. അത് ഒരു തവണയും കൂടെ ആ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ആ 2 ഇക്വേഷനും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇക്വേഷൻ ഒരു തവണയും കൂടെ എഴുതിയിട്ട് അത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക, v1i ഡോട്ട് v1i. റൈറ്റ് സൈഡിലോ v1 f പ്ലസ് v2 f ഡോട്ട് v1 f പ്ലസ് v2 f. ദാ ഇങ്ങനെ വരും. ഈ v1i v1 ഡോട്ട് v1i പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, v1i സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെയോ v1 f ഡോട്ട് v1 f എന്ന് പറഞ്ഞാൽ v1 f സ്ക്വയർ. പിന്നെ v1 f v2 f v2 f v1 f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ 2v1 f ഡോട്ട് v2 f എന്ന് വരും. അതാ ഈ എഴുതിയിരിക്കുന്നത് 2v1 f ഡോട്ട് v2 f. പിന്നെ v2 f ഡോട്ട് v2 f എന്ന് പറഞ്ഞാൽ v2 f സ്ക്വയർ. ഓക്കെ, ഇതാ വരിക. അപ്പോൾ ഈ സാധനം, ഈ ഒരു ഇക്വേഷൻ നമ്മളുടെ കയ്യിൽ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്താണോ ഇവിടെ, ആസ് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്. അപ്പോൾ ഹാഫ് എം v1i സ്ക്വയർ പ്ലസ് ഈക്വൽ ടു ഹാഫ് എം v1 f സ്ക്വയർ പ്ലസ് ഹാഫ് എം v2 f സ്ക്വയർ. അതിൽ ഈ ഹാഫ് എം എല്ലാത്തിനും കോമൺ, അത് കളയാം. ബാക്കി എന്താ വരിക, v1i സ്ക്വയർ ഈക്വൽ ടു v1 f സ്ക്വയർ പ്ലസ് v2 f സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ അതിൽ ദാ ഇങ്ങനെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ നമുക്ക് ദേ ഇവിടെ കിട്ടി. ദാ ഇനി നിങ്ങൾ ഈ പെട്ടിക്കകത്ത് കാണുന്ന ദേ ഈ യെല്ലോ ബോക്സിലും ഈ ഫ്ലോറസൻ ബോക്സിലും കാണുന്ന ആ ഇക്വേഷൻസ് ഒന്ന് നോക്കി. എന്താ നമുക്ക് കിട്ടുന്നത്, ദേ ഈ സാധനം കിട്ടും, 2v1 f ഡോട്ട് v2 f ഈക്വൽ ടു 0 എന്ന് കിട്ടും. 2v1 f ഡോട്ട് v2 f ഈക്വൽ ടു 0. ഓക്കെ, അത് രണ്ടും 0 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, v1 f-ഉം v2 f-ഉം പെർപെൻഡിക്കുലർ ആകുമ്പോഴല്ലേ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവുക. അതായത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിള് എന്താ 90 ഡിഗ്രി ആണ് എന്ന്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി എന്താ സംഭവം എന്ന്. ദാ ഓക്കെ, ഈ θ1 പ്ലസ് θ2 അതാണ് 90 ഡിഗ്രി. θ1 പ്ലസ് θ2 ഈസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ θ1 പ്ലസ് θ2 90 ഡിഗ്രി. അതിൽ θ2 ഈസ് ഗിവൺ ആസ് 37. അപ്പോൾ θ1 എത്രയാ, 90 മൈനസ് 37 പറഞ്ഞാൽ 53 ഡിഗ്രി വരും. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് നിങ്ങളുടെ NCERT ബുക്കിലുള്ള സമ്മറിയാണ്. അതിൽ ദ വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ദ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. അപ്പോൾ kf മൈനസ് ki ഈക്വൽ ടു net worked. Okay, w with the suffix net. A force is conservative if work done by it on an object is path independent. ഏത് വഴിയിലൂടെ കൊണ്ടുപോയി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻ പോയിന്റ്സ് xi ആൻഡ് xj എന്നൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് xf എന്നാണ് കേട്ടോ. എന്താ ചെയ്യുക, xf ആയിക്കോട്ടെ. ഓർ the work done by the force is 0 for an arbitrary closed path. സ്റ്റാർട്ട് ചെയ്തിടത്ത് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ വർക്ക് ഡൺ 0 ആവും, ഓൺലി ഇൻ കേസ് ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, പിന്നെ അടുത്ത് പറഞ്ഞിരിക്കണം, ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ 1 ഡയമെൻഷൻ വി മേ ഡിഫൈൻ എ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ v of x. ഇൻ എനി കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്, ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നെഗറ്റീവ് ഓഫ് ദി ഡിഫറൻഷ്യൽ ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നെഗറ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു
എന്താ വർക്ക് ഡൺ ബൈ ദി വേരിയബിൾ ഫോഴ്സ്. റൈറ്റ് സൈഡിൽ കിടക്കുന്നത് അതാണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ് if the only forces that act on the body are conservative. മെക്കാനിക്കൽ എനർജി പറഞ്ഞാൽ എന്താണോ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൺസർവേറ്റീവ് ഫോഴ്സസ് മാത്രമാണെങ്കിൽ എന്താ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ് ചെയ്യുന്നതാണ്. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം അറ്റ് എ ഹൈറ്റ് എക്സ് എബൌട്ട് ദി എർത്ത് ഈസ് വി ഓഫ് എക്സ് ഈക്വൽ ടു എം ജി എക്സ്. സാധാരണ നമ്മൾ എച്ച് എന്ന ഹൈറ്റ് പറയുക, പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് അല്ലേ, അത് തന്നെ ഈ പറഞ്ഞിരിക്കണേ. എച്ചിന് പകരം അവർ ഉപയോഗിച്ച എക്സ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ദി ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ആൻഡ് എക്സ്റ്റൻഷൻ എക്സ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിലെ എനർജി എന്താ, എനർജി എക്സ്പ്രസ് ചെയ്യുന്നത് വി, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതുകൊണ്ടാണ് വി ഓഫ് എക്സ് എന്ന് ബ്രാക്കറ്റിൽ വി ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. പിന്നെ ദി സ്കേലാർ ഓർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി is written as a dot b. Okay, and is a scalar quantity given by a dot b equal to ab cos theta, where theta is the angle between the vectors a and b. It can be positive or negative or zero depending upon the value of theta. Theta acute ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്, തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്, തീറ്റ ഒപ്റ്റ്യൂസ് ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് നെഗറ്റീവ് ആണ്. സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി ഇന്റർപ്രിറ്റഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ വെക്ടർ ആൻഡ് ദ കമ്പോണന്റ് ഓഫ് ദി അതർ വെക്ടർ എലോങ് ദ ഫസ്റ്റ് വെക്ടർ. ഓക്കെ, ഇനി യൂണിറ്റ് വെക്ടേഴ്സ് ഐ ഡോട്ട് ഐ ഈക്വൾ ടു ജെ ഡോട്ട് ജെ ഈക്വൾ ടു കെ ഡോട്ട് കെ 1 ആണ്, ഐ ഡോട്ട് ജെ ഈക്വൾ ടു ജെ ഡോട്ട് കെ ഈക്വൾ ടു കെ ഡോട്ട് ഐ പറഞ്ഞാൽ 0 ആണ്. സ്കേലാർ പ്രോഡക്ട്സ് ഒബേ ദ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താ, ഫിസിക്കൽ ക്വാണ്ടിറ്റി, സിമ്പിൾ, ഡയമെൻഷൻ പ്രശ്നമല്ല, യൂണിറ്റ്സ്. ഓക്കെ, പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് എനർജിയുടെയും വർക്കിൻ്റെയും ഒക്കെ യൂണിറ്റ് ജൂളാണ്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് വെരി ഗുഡ്, ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ റേസ് -1. പിന്നെ എന്താ വർക്ക് ഡൺ പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്, കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി വി ബൈ ഡി എക്സ്, നെഗറ്റീവ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻഷ്യൽ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ മെക്കാനിക്കൽ എനർജി പറഞ്ഞാൽ കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ. സ്പ്രിങ്ങിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഈക്വൽ മൈനസ് കെ എക്സ് ആണ്. പിന്നെ സ്പ്രിങ്ങിലെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. പവർ പറഞ്ഞാൽ എഫ് ഡോട്ട് വി ആണ്, ഓർ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ഓർ ലെറ്റസ് സേ ഡി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡി ടി പറയാം. ഓക്കെ, പിന്നെ പോയിന്റ്സ് ടു പോണ്ടർ. ഇവിടെ എന്താണെന്നറിയോ, ദ ഫ്രേസ് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഈസ് ഇൻകംപ്ലീറ്റ്. വെറുതെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് വർക്ക് ഡൺ ബൈ ഏത് ഫോഴ്സ് ആണ് എന്ന് പറയണം. ഓക്കെ, അതിൽ വി ഷുഡ് റെഫർ ഓർ ഇംപ്ലൈ ക്ലിയർലി ബൈ കോണ്ടെക്സ്റ്റ് ടു ദ വർക്ക് ഡൺ ബൈ സ്പെസിഫിക് ഫോഴ്സ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഫോഴ്സസ് ഓൺ എ ഗിവൺ ബോഡി ഓവർ എ സെർട്ടൈൻ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ബ്ലോക്കിന് ഞാൻ അങ്ങ് തള്ളിക്കൊണ്ടുപോയി വിചാരിക്കുക, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഓൺ ദാറ്റ് ബ്ലോക്ക് ചോദിച്ചാൽ പറ്റില്ല. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്, or work done by friction, or work done by normal reaction, or work done by gravity. ഇങ്ങനെ പല ഫോഴ്സസും ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏത് വർക്ക് ഡൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് പറയണം. വർക്ക് ഡൺ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അൺലൈക്ക് മാസ് ആൻഡ് കൈനറ്റിക് എനർജി വിച്ച് ആർ പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. വർക്കും സ്കേലാറാണ്, മാസും കൈനറ്റിക് എനർജി ഒക്കെ സ്കേലാറാണ്. പക്ഷേ അതിൽ വർക്ക് പ്ലസും മൈനസും ഒക്കെ ആവാം. പക്ഷേ കൈനറ്റിക് എനർജി ക്യാൻ നെവർ ബി നെഗറ്റീവ്, മാസ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. ഓക്കെ, ദ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷൻ ഓർ വിസ്കസ് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ബോഡി ഈസ് നെഗറ്റീവ്. കാരണം ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക, വിസ്കസ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. ഇതൊക്കെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ആണ്. ഇവരൊക്കെ ചെയ്യുന്ന വർക്ക് എപ്പോഴും നെഗറ്റീവ് ആവും. ഓക്കെ, ഫോർ ടു ബോഡീസ് ദ സം ഓഫ് ദി മ്യൂച്വൽ ഫോഴ്സസ് എക്സേർട്ടഡ് ബിറ്റ്വീൻ ദം ഈസ് 0 from Newton's third law. Okay, അതായത് F12 പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് ബോഡി ബൈ ദ സെക്കൻഡ്, F21 പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് ബോഡി ബൈ ദ ഫസ്റ്റ്. അത് രണ്ടും ആക്ഷനും റിയാക്ഷനുമാണ്. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ആഡ് ചെയ്താൽ 0 കിട്ടും. ഓക്കെ, ബട്ട് ദ സം ഓഫ് ദി വർക്ക് ഡൺ ബൈ ദ ടു ഫോഴ്സസ് നീഡ് നോട്ട് ഓൾവേസ് ക്യാൻസൽ. മനസ്സിലായില്ലേ? അതിൽ ഹവർ ഇറ്റ് മേ സംടൈംസ് ഇറ്റ് മേ ക്യാൻസൽ ഓൾസോ. ഓക്കെ, W1 and W12 plus W21 need not be 0, but it can be 0 also. Okay, the work done by a force can be calculated sometimes even if the exact nature of the force is not known. അതായത് ഇപ്പോൾ എന്താണ്, ഈ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഈ ഫോഴ്സ് എങ്ങനെ വേരി ചെയ്യുന്നത്, അതൊന്നും അറിയണമെന്നില്ല.
മനസ്സിലായില്ലേ? നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടാൽ മതി. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ക്ലിയർ ഫ്രം എക്സാമ്പിൾ 5 to where the വർക്ക് എനർജി തിയറം ഈസ് യൂസ്ഡ്. ഓക്കെ, അതായത് വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വെച്ച് കണ്ടു. വർക്ക് എനർജി തിയറം ഈസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു പരിപാടിയില്ല. ദാറ്റ് ഈസ് the most basic laws among the 3 laws of motion. അപ്പോൾ അതിനകത്ത് the work energy theorem may be viewed as a scalar form of the second law. Okay, അതിൽ the principle of conservation of mechanical energy may be viewed as a consequence of the work energy theorem for conservative forces. അതായത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മാസ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2s എന്നാണ്. 2s ആ എസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എഫ് ഇൻറ്റു എസ് എന്താ? അതാണ് വർക്ക് ഡൺ. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എം വി സ്ക്വയർ ബൈ 2 മൈനസ് എം യു സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ ആ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ സ്കേലാർ ഫോം ആണ് എന്ത്? ദിസ് ഈസ് ദ വെക്ടർ ഫോം. അതിപ്പോൾ ഞാൻ മാറ്റിയതാ. That is the law of the work energy theorem. The work energy theorem holds in all inertial frames. പറഞ്ഞുതരാം കേട്ടോ. ഈ inertial frames എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ inertial frames എന്ന് പറഞ്ഞാൽ നോൺ ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആണ്. അതായത് ആക്സിലറേഷൻ 0 ആണ്. അതായത് ഒന്നുകിൽ ഫ്രെയിം റെസ്റ്റിലാണ് അല്ലെങ്കിൽ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. ഓക്കെ, ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം, നോൺ ഇനേർഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. രണ്ടിടത്തും പറ്റും. ബട്ട് when a body is considered in a non-inertial or accelerated frame of reference, നമ്മൾ ഒരു ഫോഴ്സ് കൂടെ നമ്മൾ എടുക്കും. അതെന്താ? ഇറ്റ്സ് കോൾഡ് സ്യൂഡോ ഫോഴ്സ്. മനസ്സിലായില്ലേ? ആ സ്യൂഡോ ഫോഴ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, അത്രേ ഉള്ളൂ. അതിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്റ്റെൻഡഡ് ടു നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ്, പറഞ്ഞ ആക്സിലറേറ്റഡ് ഫ്രെയിംസ്, provided we include pseudo forces in the calculation of the net force acting on the body under consideration. അപ്പോൾ നമ്മൾ pseudo forces കൂടെ എടുക്കേണ്ടി വരും. Okay, the potential energy of a body subjected to a conservative force is always undetermined up to a constant. ഇപ്പം നമ്മൾ ഈ സ്പ്രിങ്ങിലെ എനർജി ഉണ്ടല്ലോ, സ്പ്രിങ്ങിലെ എനർജി ½kx² എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ½kx² പറഞ്ഞാൽ ഇത് ഈ സ്പ്രിങ് അൺസ്ട്രെച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് x 0 ആണ്. പക്ഷെ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ആവണം എന്നില്ല. മനസ്സിലായില്ലേ? 0 ആണെന്ന് പറയാനും പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവാം. ദ വാല്യൂ ഓഫ് ദാറ്റ് കോൺസ്റ്റന്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ റെഫറൻസ് വി ആർ ചൂസിങ്. നമ്മൾ സാധാരണ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കും. മനസ്സിലായില്ലേ? അത് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ഏത് റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്കത് വായിച്ചു നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി സബ്ജക്റ്റഡ് ടു എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഓൾവേസ് undetermined up to a constant. For example, the point where the potential energy is 0 is a matter of choice. നിങ്ങളുടെ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ ഡെഫിനിറ്റ് വാല്യൂ. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ അറിയോ, നമ്മൾ എം മാസ് എച്ച് ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ഉള്ള വർക്ക് mgh, അത് ഉറപ്പാണ്. പക്ഷെ ഇവിടെ എത്തിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി mgh എന്ന് പറയണമെങ്കിൽ ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആവണം. നേരെ വെച്ച് ഗ്രൗണ്ടിൽ ഇപ്പോൾ നമ്മൾ 10 ജൂൾ എനർജി വിചാരിച്ചു, അപ്പോൾ ഇവിടെ എത്തുമ്പോൾ 10 ജൂൾ പ്ലസ് mgh. ഓക്കെ, അതിൽ നോക്കൂ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതിൽ നോക്കൂ, ദ പോയിന്റ് വേർ ദ പൊട്ടൻഷ്യൽ എനർജി 0 ഈസ് എ മാറ്റർ ഓഫ് ചോയ്സ്. അത് നമ്മളുടെ ഇഷ്ടം പോലെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഫോർ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി mgh, ദ 0 ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് ചൂസൺ ടു ബി ദ ഗ്രൗണ്ട്. ഓക്കെ, for the spring potential energy kx² by 2, 0 of the potential energy is the equilibrium position of the oscillating mass. Okay, പിന്നെ every force encountered in mechanics does not have an associated potential energy. friction ഇല്ല, പിന്നെ viscous force ഇല്ല, air resistance ഇല്ല, gravitational potential energy ഉണ്ട്, electric potential energy ഉണ്ട്, പിന്നെ എന്താ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. മനസ്സിലാവുണ്ടോ? പക്ഷെ എല്ലാ ഫോഴ്സിനും ഇല്ല, കൺസർവേറ്റീവ് ഫോഴ്സസിന് മാത്രമേ ഉള്ളൂ. Okay, for example, work done by friction over a closed path is not 0 and no potential energy can be associated with the friction. Okay, during a collision, the total linear momentum is conserved at each instant of the collision.
Okay, the kinetic energy conservation, even if the collision is elastic, applies after the collision is over and does not hold at every instant of the collision. ഈ collision നടക്കുന്ന സമയത്ത് law of conservation of energy valid അല്ല. കൊളീഷന് മുമ്പുള്ള എനർജി ഈക്വൽ ടു കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ബട്ട് ഡ്യൂറിങ് കൊളീഷൻ ഇറ്റ്സ് നോട്ട് വാലിഡ്. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി പിന്നെ ഓവർ ആൻഡ് ഡസ് നോട്ട് ഹോൾഡ് അറ്റ് എവറി ഇൻസ്റ്റന്റ് ഓഫ് ദ കൊളീഷൻ. ഇൻ ഫാക്ട് ദ ടു കൊളൈഡിങ് ഒബ്ജക്ട്സ് ആർ ഡീഫോംഡ് and may be momentarily at rest with respect to each other. ഓക്കെ, അതായത് ഇത് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടിക്കിളും ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടും, ഡീഫോർമേഷൻ ഉണ്ടാവും, കൈനറ്റിക് എനർജി തീർച്ചയായിട്ടും കുറയും. ഓക്കെ, പിന്നെ ഇതെന്താ, എക്സർസൈസസ് ആണ് ഇനി നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എക്സർസൈസസ് നോക്കാം. ദ സൈൻ ഓഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. State carefully if the following quantities are positive or negative. Work done by a man in lifting a bucket out of a well by means of a rope tied to the bucket. അതിൽ ഇവിടെ സി അദ്ദേഹം പിടിച്ച് ഈ റോപ്പിന് വലിക്കുമ്പോൾ the point of application of the force will have a displacement along the direction of the force. അദ്ദേഹം ഈ ഫോഴ്സ് എവിടെയാണ് കൊടുക്കുന്നത് ആ പോയിന്റിന് ഫോഴ്സിൻ്റെ അതേ ഡിറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത്. അത് കാരണം വർക്ക് ഡൺ പോസിറ്റീവാണ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ അലോങ് ദ സെയിം ഡിറക്ഷൻ. ഓക്കെ, പോസിറ്റീവാണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദി എബവ് കേസ്, അതായത് ബക്കറ്റ് മേലോട്ടാ മൂവ് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാ. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, സോ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. Work done by friction on a body sliding down an inclined plane. Okay, body rough surface slide ചെയ്യുന്ന സമയത്ത് friction opposite to the motion. Displacement and force are in opposite direction. So work done by friction is negative. Work done by an applied force on a body moving on a rough horizontal plane with a uniform velocity. Okay, അപ്പോൾ ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, നമുക്ക് ഒരു റഫ് സർഫസ് ഉണ്ട്. ഓക്കെ, വർക്ക് ഡൺ ബൈ അൻ അപ്ലൈഡ് ഫോഴ്സ്. ഇതിനിപ്പോൾ നമ്മൾ അങ്ങോട്ട് വലിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി അപ്ലൈഡ് ഫോഴ്സ്. ഫ്രിക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യും, സ്മോൾ എഫ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ, ഡിസ്പ്ലേസ്മെന്റ് ഇതേ അങ്ങോട്ടാണ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡിറക്ഷനിലാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് പോസിറ്റീവ്. പിന്നെ അടുത്തത് എന്താ, വർക്ക് ഡൺ ബൈ ദി റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം ഇൻ ബ്രിങ്ങിങ് ഇറ്റ് ടു റെസ്റ്റ്. പെൻഡുലം അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റെസിസ്റ്റീവ് ഫോഴ്സ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ ദ വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എ ബോഡി ഓഫ് മാസ് 2 kilogram initially at rest moves under the action of an applied horizontal force of 7 Newton on a table with the coefficient of kinetic friction 0.1. Compute work done by the applied force in 10 seconds. അതിൽ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് 7 ന്യൂട്ടൺ ആണ്. ഓക്കെ, വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. മാസ് 2 kilogram, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8, അപ്പോൾ വെയിറ്റ് 19.6 ന്യൂട്ടൺ ആണ്. ഓക്കെ, 19.6 ന്യൂട്ടൺ വെയിറ്റ്. അപ്പോൾ നോർമൽ റിയാക്ഷനും അത് തന്നെയാണ്. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. അപ്പോൾ 0.1 ഇൻറ്റു 19.6 പറഞ്ഞാൽ 1.96 ന്യൂട്ടൺ. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് എന്നാ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യണം, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. അതിന് 7 ന്യൂട്ടൺ ഇങ്ങോട്ട്, 1.96 അങ്ങോട്ട്. അപ്പോൾ 7ൽ നിന്ന് 1.96 നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഈ 7ൽ നിന്ന് 1.96 നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ 1.96 സബ്ട്രാക്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ 2 സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് 0.04 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര വരും, 5.04 എന്ന് വരും. ഓക്കെ, 5.04 അതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഇനി ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സ് ബൈ മാസ് 5.04 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിൽ ഈ 5.04നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്താവുമെന്നറിയോ, 504 504ൻ്റെ പകുതി എടുക്കുക. 500ൻ്റെ പകുതി 250 ആണ്, 4ൻ്റെ പകുതി 2 ആണ്. അപ്പോൾ 252 വരും.
ഓക്കെ, നമ്മൾ 504 അല്ല 5.04 ആണ്, അപ്പോൾ 2.52 ആവും. നോക്കൂ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഓക്കെ, 2.52 ദാറ്റ് ഈസ് ദി ആക്സിലറേഷൻ. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഹാഫ് AT². അപ്പോൾ ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 2.52 ഇൻറ്റു ടൈം എത്രയാണ് 10². അതെത്രയാ 10² പറഞ്ഞാൽ 100. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണോ 2.52 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 252. അപ്പോൾ 252ൻ്റെ പകുതി. ഓക്കെ, അത് എത്ര വരും? അത് 126. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. ഓക്കെ, ഇനി വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ അലോങ് ദ സെയിം ഡിറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? FD cos 0 എന്നാണ് വരിക. അതായത് FD ചെയ്താൽ മതി. ഫോഴ്സ് 7 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് 126, മൾട്ടിപ്ലൈ ദ 882 ജൂൾ എന്ന് കിട്ടും. ഇനി അടുത്തത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഇൻ 10 സെക്കൻഡ്സാ. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.96 ന്യൂട്ടനാണ്. ഓക്കെ, അത് അങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അപ്പോൾ FD cos 180 വരും. cos 180 -1 ദാ, അപ്പോൾ -FD വരും. അതിൽ F 1.96, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 126, സോ ഇറ്റ് ഈസ് -247 ജൂൾ എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി ഇൻ 10 സെക്കൻഡ്സ് എന്നാ. ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 5.04 ന്യൂട്ടൺ റിസൾട്ടൻ ഫോഴ്സ്. ഓക്കെ, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് 126, അത് ചെയ്ത് കഴിഞ്ഞാൽ 635 ജൂൾ കിട്ടും. ഇനി അടുത്തത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഇൻ 10 സെക്കൻഡ്സ്. അതിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സി വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ ദി നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അതിൽ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, അതായത് റിസൾട്ടൻ ഫോഴ്സ് ഇൻറ്റു എന്താ ഡിസ്പ്ലേസ്മെന്റ് Δx വരും. ഓക്കെ, അതിൽ കൺസർവേറ്റീവ് ഫോഴ്സ് 7 ആണ്, പിന്നെന്താ മറ്റത് -1.96 ആണ്. ദാറ്റ് വിൽ ബി 5.04 ഇൻറ്റു 126. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് 635 ജൂൾ എന്ന് വരും. ഇവിടെ നോക്കൂ കേട്ടോ, ഗിവൺ ആർ എക്സാമ്പിൾസ് ഓഫ് സം പൊട്ടൻഷ്യൽ എനർജി ഫങ്ഷൻസ് ഇൻ 1 dimension. Total energy of the particle is indicated by a cross on the ordinate axis. Ordinate എന്ന് പറഞ്ഞാൽ എന്താ? Y axis ആണ് കേട്ടോ. Ordinate axis പറഞ്ഞു കഴിഞ്ഞാൽ Y axis. Y കോർഡിനേറ്റിനെ നമ്മൾ ഓർഡിനേറ്റ് എന്ന് പറയാം. ഓക്കെ, X കോർഡിനേറ്റിന് എന്താ പറയുക? ആപ്സിസ് ആ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് Y ആക്സിസിലാണ്. ഇൻ ഈച്ച് കേസ് സ്പെസിഫൈ ദ റീജിയൻസ് ഇഫ് എനി in which the particle cannot be found for the given energy. Also indicate the minimum total energy of the particle must have in each case. Think of a simple physical context for which these potential energy shapes are relevant. അത് നമുക്ക് നോക്കാം. ഒന്ന്, ഈ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, അതാണ് അത്. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ് ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജി ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി. അതിൽ ഇവിടുന്ന് കൈനറ്റിക് എനർജി ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി വരും അല്ലേ? ഈ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ½ mv² എന്നാ. മാസ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ v² എന്താ എപ്പോഴും പോസിറ്റീവാ. സോ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ക്യാൻ നെവർ ബി നെഗറ്റീവ്. അതായത് ഈ കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമുക്ക് നമ്മളുടെ കൺക്ലൂഷൻ എന്താ? E മൈനസ് V ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ E എന്താ? E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V. മനസ്സിലായില്ലേ? ഇത് എങ്ങനെ വേണം? അതായത് ഇത് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. സി എന്താ എപ്പോഴും പോസിബിൾ ആയിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജി മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ എനർജി. No system can have potential energy greater than total energy. അതാ നോക്കണ്ടേ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? സ്പെസിഫൈ ദ റീജിയൻസ് ഇഫ് എനി വിച്ച് ദ പാർട്ടിക്കിൾ കനോട്ട് ബി ഫൗണ്ട്. അതിൽ നമുക്ക് എന്താ? ഇതാണ്, ഇത് ക്യാൻ ബി ഫൗണ്ട്. അപ്പോൾ വി ഹാവ് ടു സെർച്ച് ഫോർ എ റീജിയൻ ഇൻ വിച്ച് V ഗ്രേറ്റർ ദാൻ E. V ഗ്രേറ്റർ ദാൻ E ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എവിടെയെങ്കിലും V ഗ്രേറ്റർ ദാൻ E ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ആ റീജിയനാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഗ്രാഫ് അടുത്ത പേജിലാണുള്ളത്. ഓക്കെ, V ഗ്രേറ്റർ ദാൻ E ആയിട്ടുണ്ടോ എന്ന്. ഇതാ, പിന്നെ ഇവിടെ എന്താ? ഇവിടെ നോക്കൂ, ഇതാണ് ടോട്ടൽ എനർജി. അതിനേക്കാൾ V ഗ്രേറ്റർ ആണ് ഇവിടുന്ന് അങ്ങോട്ട്. സോ X ഗ്രേറ്റർ ദാൻ A. ഈ X ഗ്രേറ്റർ ദാൻ A ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു സ്ഥലത്തും വി കനോട്ട് സീ എനി പാർട്ടിക്കിൾ. കാരണം എന്താ? അത് വാലിഡ് അല്ല.
ഇത് ഈ സാധനങ്ങളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ പേജിൽ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ വെറുതെ സ്ഥലം കളയണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി എന്താ പറഞ്ഞത്, ഇപ്പം നമുക്ക് ലാസ്റ്റ് പേജിൽ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്തായിരുന്നു? വി ഹാവ് ടു സെർച്ച് ഫോർ എ റീജിയൻ ഇൻ വിച്ച് വി ഗ്രേറ്റർ ദാൻ ഇ. അതാണ് നമ്മൾ നോക്കേണ്ടത്. വി ഹാവ് ടു സെർച്ച് ഫോർ എ റീജിയൻ ഇൻ വിച്ച് വി ഗ്രേറ്റർ ദാൻ ഇ. ഓക്കെ, അപ്പം ഞാനത് ഇവിടെ എഴുതി വെക്കാം. നമ്മൾ നോക്കേണ്ടത് വി ഗ്രേറ്റർ ദാൻ ഇ പോസിബിൾ അല്ല. അപ്പോൾ പാർട്ടിക്കിളിനെ കാണാൻ കഴിയാത്ത റീജിയൻ ലൊക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനത്തെ റീജിയനാണ് നമ്മൾ നോക്കേണ്ടത്, വി ഗ്രേറ്റർ ദാൻ ഇ. ഓക്കെ, ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ ഇതാ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് അവിടെയൊക്കെ വി ഗ്രേറ്റർ ദാൻ ഇ. അപ്പോൾ ഇവിടെ ഒന്നും കാണില്ല. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടും കാണില്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് പറയാം, സി ഇവിടെ എക്സ് ലെസ് ദാൻ ഇ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ ബി. അവിടെ ഒന്നും പാർട്ടിക്കിളിനെ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ ടോട്ടൽ എനർജിയേക്കാൾ കൂടുതലാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം എന്താ ടോട്ടൽ എനർജി പറഞ്ഞതാ. അയ്യോ നോക്കൂ, എല്ലാ സമയത്തും എന്താ, സി മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എവരിവെയർ. നോക്കൂ, ടോട്ടൽ എനർജിയേക്കാൾ കൂടുതലാണ് പൊട്ടൻഷ്യൽ എനർജി. നോ പാർട്ടിക്കിൾ ക്യാൻ ബി സീൻ എനിവെയർ. അപ്പോൾ ഇവിടെ എന്താ, മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അവിടെ ഒന്നും പാർട്ടിക്കിളിനെ കാണാൻ പറ്റില്ല. ഇനി ടോട്ടൽ എനർജി ഇതാണ്. ആ ടോട്ടൽ എനർജിയേക്കാൾ പൊട്ടൻഷ്യൽ എനർജി കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ദാ ടോട്ടൽ എനർജി ഇവിടെ, അതിനേക്കാൾ കൂടുതൽ വരുന്നത് ഇതാ ഈ ഭാഗവും ഈ ഭാഗവും. അതിൽ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈനസ് ബി ബൈ ടുവിനും മൈനസ് എ ബൈ ടുവിനും ഇടയ്ക്കുള്ളത്. ഓക്കെ, മൈനസ് ബി ബൈ ടുവിനും മൈനസ് എ ബൈ ടുവിനും ഇടയ്ക്കുള്ളത്. റൈറ്റ്, അപ്പോൾ നമുക്കെന്ത് പറയാം, മൈനസ് ബി ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ മൈനസ് എ ബൈ ടു. ഓക്കെ, പിന്നെയോ, പിന്നെ എ ബൈ ടുവിനും ബി ബൈ ടുവിനും ഇടയ്ക്കുള്ളത്. റൈറ്റ്, അപ്പോൾ എ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ബൈ ടു. ഓക്കെ, അതായത് നമുക്ക് ഈ പാർട്ടിക്കിൾ, നോ പാർട്ടിക്കിൾ ക്യാൻ ബി സീൻ ഇൻ ദിസ് റീജിയൻ. ഇവിടുന്ന് ഇവിടം വരെ കാണില്ല. ഓക്കെ, അതേപോലെ ഇവിടുന്ന് ഇവിടം വരെയും കാണില്ല. അവിടെ എന്താണെന്നറിയോ, പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാൾ, ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയേക്കാൾ കൂടുതലാണ്. ഓക്കെ, ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓൾസോ ഇൻഡിക്കേറ്റ് ദ മിനിമം ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ മസ്റ്റ് ഹാവ്. ഓക്കെ, മിനിമം ടോട്ടൽ എനർജി. അതിൽ ഈ ടോട്ടൽ എനർജി നോക്കൂ, മിനിമം ടോട്ടൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ സി മിനിമം ടോട്ടൽ എനർജി എവിടെയാ, മിനിമം ടോട്ടൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, മിനിമം ടോട്ടൽ എനർജി. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സി നോക്കാം, അതിൽ ഇവിടെ ഈ റീജിയനിലൊക്കെ എന്താണെന്നറിയോ, പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ V0 ആണ്. അവിടുത്തെ കൈനറ്റിക് എനർജി നമുക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ് ഇപ്പോൾ അവിടെ വേണ്ടത്. പൊട്ടൻഷ്യൽ എനർജി അത്രയുണ്ട്, അത്രയും പൊട്ടൻഷ്യൽ എനർജി വേണം, ഉണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി ക്യാൻ ബി എനിത്തിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇത് പ്ലസ് ദിസ് മച്ച് പ്ലസ് 0 ഓർ മോർ. അപ്പം മിനിമം എന്ത് വേണ്ടി വരും? മിനിമം V0 എങ്കിലും വേണ്ടി വരും. ഇവിടെ നമുക്ക് മിനിമം വേണ്ടത് V0 ആണ്, V0. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി V0 ആണ്. അതായത് ഇവിടുത്തെ ടോട്ടൽ എനർജി പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എത്രയാണ് നമുക്കറിയില്ല. പക്ഷേ കൈനറ്റിക് എനർജി കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ ടോട്ടൽ എനർജി ഒരിക്കലും ഇതിനേക്കാൾ കുറയില്ല. ഇതിനേക്കാൾ കുറയണമെങ്കിൽ കൈനറ്റിക് എനർജി അവിടെ നെഗറ്റീവ് ആവണം. മനസ്സിലായില്ലേ? ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ മിനിമം ഇത്രയെങ്കിലും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ V0. ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഇപ്പോൾ എന്താണോ, ഇതാ ഈ ഭാഗത്ത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി V3 ഉണ്ട്, പ്ലസ് കൈനറ്റിക് എനർജി വേണം ടോട്ടൽ എനർജി. ഈ കൈനറ്റിക് എന്താ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് അപ്പോൾ ഒരിക്കലും ഇതിനേക്കാൾ കുറയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ വേണ്ട മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് V3.
ഓക്കെ. ഇനി ഇവിടെയോ, ഇവിടെ മാക്സിമം എന്താ V0 ആണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഇവിടുത്തെ ടോട്ടൽ എനർജി പറഞ്ഞാൽ ആ V0 പ്ലസ് കൈനറ്റിക്ക. കൈനറ്റിക് ക്യാൻ ബി എനിത്തിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, എന്താ V0 പ്ലസ് സംതിങ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ V0 എങ്കിലും ഉണ്ടാവും. കാരണം അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കൈനറ്റിക് എനർജിയാണ്. ദാറ്റ് കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ ലീസ്റ്റ് വാല്യൂ എന്താവണം, V0 എങ്കിലും വേണം അവിടെ. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ, ദി പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ഫോർ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഗിവൺ ബൈ kx²/2, where k is the force constant of the oscillator. For k equal to 0.5 Newton meter raised minus 1, the graph V of x versus x is shown. Show that a particle of total energy 1 joule moving under this potential must turn back when it reaches at x equal to plus or minus 2 meter. ഈ ടേൺ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ്ട്രീം പൊസിഷനാണ്. അവിടെ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ അവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവണം. മനസ്സിലാവുന്നുണ്ട്? വെലോസിറ്റി അവിടെ എത്തുമ്പോൾ 0 ആവണം. നമുക്കിവിടെ നോക്കാം. അതിൽ ടോട്ടൽ എനർജി 1 ജൂളാണ്. ഓക്കെ. അപ്പോൾ ഈ എന്താ, എവിടെ പോയിട്ടാണോ തിരിച്ചു വരുന്നത് അവിടെ എന്താവണം, അവിടെ കൈനറ്റിക് എനർജി 0 ആവണം. ബിക്കോസ് വെലോസിറ്റി 0 ആവും, അപ്പോഴാണ് തിരിച്ചു വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഇ. അപ്പോൾ ഈ കൈനറ്റിക് എന്താ, കൈനറ്റിക് ഈക്വൽ ടു ഇ മൈനസ് വി. ദാ കൈനറ്റിക് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഇ മൈനസ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് ഇറ്റ് കനോട്ട് ബി ലെസ് ദാൻ 0. നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്താ, മൈനസ് വി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി kx²/2 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഈ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e/k. x² ക്യാൻ ബി either less than or equal to means it cannot be greater than. അതായത് എക്സ് ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ ദിസ്. ഇതിനേക്കാൾ കൂടാൻ പറ്റില്ല, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അവിടെ വരെ പറ്റൂ. മനസ്സിലാവുണ്ടോ? അതാണ് എക്സ്ട്രീം. ഓക്കെ. അപ്പോഴെന്താ, എക്സ് ഷുഡ് ബി ഈതർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ ദിസ് അല്ലേ. ഇത് എത്രയാണ്, 2 × 1/0.5 പറഞ്ഞാൽ 4. അത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4ന്റെ റൂട്ട് എത്രയാണ്, പ്ലസ് ഓർ മൈനസ് 2 പറയാം. ഇനി അടുത്തത്, സി ആൻസർ ദ ഫോളോയിങ്. The casing of a rocket in flight burns up due to friction, at whose expense is the heat energy required for burning obtained, the rocket or the atmosphere. അപ്പോൾ ഈ ഫ്രിക്ഷൻ കാരണം ഇതിൻ്റെ എന്താ, കൈനറ്റിക് എനർജി will be converted as heat. So it is at the expense of rocket's energy only. Comets move around the sun in highly elliptical orbits. The gravitational force on the comet due to the sun is not normal to the comet's velocity. ഫോഴ്സും വെലോസിറ്റിയും നോർമൽ ആണെങ്കിൽ ഓരോ മൊമെന്റിലും ഓരോ പോയിന്റിലും വർക്ക് ഡൺ 0 ആവും. ഇത് അങ്ങനെയല്ല. മനസ്സിലായില്ലേ? ഓക്കെ. എന്താ, yet the work done by the gravitational force over every complete orbit of the comet is 0. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവാ. ഓക്കെ. അപ്പോൾ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ദേ നെഗറ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാ. അപ്പോൾ ഇത് ഒരു എന്താ, ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റിട്ടേൺസ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോഴെന്താവും, പൊട്ടൻഷ്യൽ എനർജി എന്താ 0 ആയ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി 0 ΔV. ഓക്കെ. അപ്പോഴെന്താ, വർക്ക് ഡൺ വിൽ ബി 0. ഓക്കെ. അപ്പോൾ അവിടെ ആസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്, എന്താ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓവർ എ കംപ്ലീറ്റ് ഓർബിറ്റ് ഓഫ് ദ കോമറ്റ് ഈസ് 0. An artificial satellite orbiting the Earth in a very thin atmosphere, very thin atmosphere loses its energy gradually due to dissipation against the atmospheric resistance, however small. Why then does its speed increase progressively as it comes closer? ഈ അടുത്തോട്ട് വരുമ്പോഴെന്താണെന്നറിയോ, അടുത്തോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും, അപ്പോൾ കൈനറ്റിക് എനർജി കൂടും. അതായത് ഈ ഓർബിറ്റ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടും. ഇത് ആക്ച്വലി എന്താണെന്നറിയോ, ഇതിനകത്ത് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഏതിനകത്ത്, സാറ്റലൈറ്റിനെ ഞാൻ പറഞ്ഞുതരാം. ഈ പൊട്ടൻഷ്യൽ എനർജി V = -g പ്ലാനറ്റിൻ്റെ മാസ് സാറ്റലൈറ്റിൻ്റെ മാസ് ബൈ R എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസാണ്. ഈ മേലെ കിടക്കുന്ന -gmm ഉണ്ടല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഒരു -100 വിചാരിച്ചോ. ഓക്കെ. റേഡിയസ് 1 യൂണിറ്റ്. അപ്പോൾ എന്താ വരിക, പൊട്ടൻഷ്യൽ എനർജി = -100 എന്ന് വരും. ഇനി അടുത്തോട്ട് വരുമ്പോൾ അപ്പോൾ ഈ 1 എന്നുള്ളത് 0.5 ആയി വിചാരിക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി -100/0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 200 ആയി, -200. അതായത് അടുത്തേക്ക് വന്നപ്പോൾ -100 എന്നുള്ളത് -200 ആയി. പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം പറയുന്നത്.
-100-നേക്കാൾ ചെറുതാണ് -200. അതായത് അടുത്തേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു, അപ്പോൾ കൈനറ്റിക് എനർജി കൂടില്ലേ? അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് പറയാം, പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, പിന്നെ അടുത്തത് എന്താ, എ മാൻ വാക്സ് 2 meter carrying a mass of 15 kilogram on his hands. ഇതാ ഈ നടന്നു പോകുന്നുണ്ട്, വർക്ക് ഡൺ ബൈ ദാറ്റ് മാൻ ഈസ് 0 ബിക്കോസ് എന്താ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ മാൻ എന്താ എങ്ങനെയാണ്, വെർട്ടിക്കൽ ആണ്, ബട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് അലോങ് ദ ഹൊറിസോണ്ടൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഹി ഡസ് എ പോസിറ്റീവ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇൻ ദ സെക്കൻഡ് കേസ് W2 greater than 0 and in the first case W1 equal to 0. So the second person does more work compared to the first person. അടുത്തത്, underline the correct alternative. When a conservative force does positive work on a body, the potential energy of the body increases, decreases, remains unaltered. അതിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തുവാ പറഞ്ഞേ, ഇപ്പം പറഞ്ഞില്ലേ, അതായത് പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സ് FC ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു -ഡെൽറ്റ V. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ ദിസ് ഈസ് ദ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്, അത് പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും. ഇനി അല്ലെങ്കിൽ എന്താണ്, അപ്പോൾ ഒരു ബോഡി താഴോട്ട് വരുമ്പോൾ ഫോഴ്സ്, ഗ്രാവിറ്റി താഴേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റും താഴേക്കാണ്, ഗ്രാവിറ്റി കൺസർവേറ്റീവ് ഫോഴ്സാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് പോസിറ്റീവ് വെൻ എ ബോഡി ഫാൾസ്. താഴോട്ട് വീണ പൊട്ടൻഷ്യൽ എനർജി എന്താ, കുറയുക. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോസിറ്റീവ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് പോസിറ്റീവ്, ദെൻ potential energy decreases. Work done by a body against friction is always result in loss of its kinetic energy, right? Okay, kinetic energy. The rate of change of total momentum of many particle system is proportional to the external force matram. Okay, in an inelastic collision of two bodies, the quantities which do not change after the collision are the total kinetic energy. Inelastic collision le total kinetic energy change ചെയ്യും, total momentum change ചെയ്യില്ല, total energy of the system of the two bodies also will remain constant. ഇനി question number 5.7, state if each of the following statements is true or false. Give reason for your answer. In an elastic collision of two bodies, the momentum and energy of each body is conserved. തെറ്റാ. Momentum and the energy of the two bodies together, രണ്ട് ബോഡിയാണോ പറഞ്ഞ, two bodies together will be conserved. ഓരോ ബോഡിയുടെയും സെപ്പറേറ്റ് കൺസേർവ് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഓൾവേസ് കൺസേർവ്ഡ് നോ മാറ്റർ വാട്ട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് on a body are present. That's a wrong statement. If an external force is acting on a body, its energy can be changed. Okay, energy of a system is always conserved. And the external force acting, but the energy of a system may be or can be changed. Work done in the motion of a body over a closed loop is 0 for every force in nature. Only for conservative force. അപ്പോൾ നമ്മൾ ഫ്രിക്ഷൻ അഗൈൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ the work done is not 0. In an inelastic collision, പറഞ്ഞാൽ kinetic energy is not conserved but momentum will be conserved. Okay, the final kinetic energy is always less than the initial kinetic energy of the system. അതിൽ സാധാരണഗതിയിൽ അങ്ങനെയാണ്, പക്ഷേ അപ്പോൾ ഇത് എന്താ ട്രൂ ആണ് സാധാരണഗതിയിൽ, ബട്ട് ദർ മേ ബി കേസസ് ഇൻ വിച്ച് ദിസ് ഈസ് ഫാൾസ്. ഇപ്പം നമ്മൾ ഒരു സ്പ്രിങ്, ഒരു എന്താ കംപ്രസ്ഡ് അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് സ്പ്രിങ് ഉണ്ട് വിചാരിക്കുക, മനസ്സിലാവുന്നുണ്ടോ? അത് ഇപ്പോൾ വേറൊരു ബോഡി പോയിട്ട് ഇതിനകത്ത് കൊളൈഡ് ചെയ്തു. അപ്പോൾ ഈ കൊളീഷന് ശേഷം എന്താ, ഈ സ്പ്രിങ് എന്താ പറയുക, നോക്കൂ, ഈ കംപ്രഷൻ ഒഴിവായി അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഒഴിവായി വിചാരിക്കുക. സോ ഇറ്റ് റിലീസസ് എനർജി that will appear as the kinetic energy of the system. So there may be collisions in which the kinetic energy of the system increases after collision. Okay, adile question 5.8 answer carefully with reasons. In an elastic collision of two billiard balls, is the total kinetic energy conserved during the short time of collision of the balls? See, total kinetic energy will be conserved before and after collision, not during the collision. But total momentum will be conserved even during the collision now.
ഓക്കെ, അപ്പോൾ നമുക്ക് see എന്താ is it conserved during collision? No, it is not conserved. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ഉണ്ടല്ലോ, ഇലാസ്റ്റിക് കൊളീഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ബോഡീസ്. അപ്പോൾ അതിന് ദർ മേ ബി ഡീഫോർമേഷൻ. ഈ ഡീഫോർമേഷൻ കാരണം എന്താ, ഇതിൻ്റെ കൈനറ്റിക് എനർജി മേ ബി ട്രാൻസ്ഫോംഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ ഇനി when they loses contact and they regains their original shape and releases the potential energy. Okay, അപ്പോൾ kinetic energy will be conserved before and after. എവിടെ, ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇനിലാസ്റ്റിക് കൊളീഷനിൽ kinetic energy will not be conserved even after. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, നോ. ഓക്കെ, ഈസ് ദ ടോട്ടൽ ലീനിയർ മൊമെന്റം കൺസേർവ് ഡ്യൂറിങ് ദ ഷോർട്ട് ടൈം ഓഫ് ആൻ ഇലാസ്റ്റിക് കൊളീഷൻ? യെസ്, മൊമെന്റം കൺസേർവ് ചെയ്യും ഈവൻ ഡ്യൂറിങ് ദ കൊളീഷൻ. രണ്ടും ഇങ്ങനെ കോണ്ടാക്റ്റിലിരിക്കുന്ന ആ സമയത്ത് പോലും മൊമെന്റം കൺസേർവ് ചെയ്യും, കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യില്ല. ഓക്കെ, വാട്ട് ആർ ദ ആൻസേഴ്സ് ടു എ ആൻഡ് ബി ഫോർ ഇൻഇലാസ്റ്റിക് കൊളീഷൻ? അതിൽ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റം കൺസേർവ് ചെയ്യും, യെസ്. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷനിൽ കൊളീഷൻ കഴിഞ്ഞാൽ കൺസേർവ് ചെയ്യും, പക്ഷേ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൊളീഷൻ കഴിഞ്ഞാലും കൺസേർവ് ചെയ്യില്ല. അവർ ചോദിക്കുന്നത് എന്താണെന്നോ, ഈ കൊളീഷൻ്റെ സമയത്ത് കൺസേർവ് ചെയ്യുമോയെന്ന്. ഇവിടെ ആൻസർ ഇല്ല എന്നായിരുന്നു, ഇവിടെ എന്താ, ഇവിടെയും ഇല്ല എന്ന് തന്നെയാണ്. അതായത് ആൻസർ അവിടെ എന്താ പറയുക, എന്തായിരുന്നു, നോയും എസ്സും ആയിരുന്നു. ഇവിടെയും അത് തന്നെ, നോയും എസ്സും തന്നെയാണ്. ഒരു വ്യത്യാസം എന്താണെന്നറിയോ, ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൊളീഷൻ കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യും, ഇവിടെ കഴിഞ്ഞാലും കൺസേർവ് ചെയ്യില്ല. ഓക്കെ, പിന്നെ ഇഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് 2 billiard balls ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ് ഈസ് ദ കൊളീഷൻ ഇലാസ്റ്റിക്. അപ്പോൾ എന്താണോ, അവിടെ കൊളീഷൻ ഇലാസ്റ്റിക് ആണ്, ആ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്. ഇനി അടുത്ത് നോക്കൂ കേട്ടോ. എ ബോഡി ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇറ്റ് അണ്ടർഗോസ് one-dimensional motion with constant acceleration. The power delivered to it at time t is proportional to. ഇവിടെ നോക്കൂ, ഫോഴ്സ് ഇവിടെ എന്താ, ബോഡി ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്, അണ്ടർഗോസ് one-dimensional motion with constant acceleration കോൺസ്റ്റന്റാ. അപ്പോൾ ഫോഴ്സ് F = ma, പ്രശ്നമില്ലല്ലോ. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റാ, ആക്സിലറേഷൻ കോൺസ്റ്റന്റാ. അപ്പോൾ വെലോസിറ്റി V = at ആഫ്റ്റർ എ ടൈം t. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ ഫോഴ്സ് ma, വെലോസിറ്റി at. അപ്പോൾ ma²t. മാസ് കോൺസ്റ്റന്റ് ആണ്, ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ma² കോൺസ്റ്റന്റാണ്. ഓക്കെ, അപ്പോൾ ഈ ma² കോൺസ്റ്റന്റ് ആണെങ്കിൽ അപ്പോൾ പവർ ഈക്വൽ ടു ma² എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇൻറ്റു ടി ആണ്. സോ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. പവർ ഡെലിവേർഡ് ടു ഇറ്റ് എന്നാണ്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടൈം. പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റാണ്. Next, a body is moving unidirectionally under the influence of a source of constant power. Good. Its displacement in time t is proportional to. അതിൽ m into dv/dt എന്താ, ആക്സലറേഷനാണ്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ പവർ. കുഴപ്പമില്ലല്ലോ, പവർ കോൺസ്റ്റന്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, പിന്നെ ആ എമ്മിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ p/m dt ഇങ്ങോട്ട് കൊണ്ടുവരാം. p/m dt ഇവിടെ എന്താ, v വരും. ഇത് ഞാൻ എസ് ഇട്ടിരിക്കണേ കേട്ടോ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ദിസ് ഈസ് ഇൻ്റഗ്രൽ v dv, ഇവിടെയും എന്താ, ഇൻ്റഗ്രൽ p/m. ആ p കോൺസ്റ്റൻ്റ് ആണ്, m കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വിയുടെ ഇൻ്റഗ്രൽ എന്താ വരിക, വിത്ത് റെസ്പെക്ട് ടു v പറഞ്ഞാൽ v⁻1 v⁻1ൻ്റെ ഇൻ്റഗ്രൽ v⁻1 + 1 ഡിവൈഡ് ബൈ 1 + 1 v²/2. ഇവിടെ എന്ത് വരും, p/m കോൺസ്റ്റൻ്റ് ആണ്, dt-യുടെ ഇൻ്റഗ്രൽ t വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നോക്കൂ, നമുക്ക് ഇവിടെ എന്തൊക്കെ കോൺസ്റ്റൻ്റ് ആണ് നോക്കി. ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്, p കോൺസ്റ്റൻ്റ് ആണ്, m കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ v² പ്രപ്പോർഷണൽ ടു t എന്ന് പറയാം. v² പ്രപ്പോർഷണൽ ടു t ആൻഡ് അപ്പോൾ v പ്രപ്പോർഷണൽ ടു t⁻½ എന്ന് വരും. വെലോസിറ്റി പ്രപ്പോർഷണൽ ടു t⁻². അപ്പോൾ പിന്നെ വെലോസിറ്റിക്ക് പകരം ഞാൻ dx/dt എന്ന് എഴുതി. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ എന്താ, പ്രപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ ആക്ച്വലി എഴുതേണ്ട കോൺസ്റ്റന്റ് എന്താ, കോൺസ്റ്റന്റ് ഈ √2p/m എന്നാണ് വരിക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ തൽക്കാലം എന്താണെന്നറിയോ, നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, അവിടെ ഞാൻ മറ്റൊരു കോൺസ്റ്റന്റ് എഴുതുകയാണ്, വെലോസിറ്റി പ്രപ്പോർഷണൽ ടു t⁻². അപ്പോൾ അവിടെ നമ്മൾ എന്താ, പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വയ്ക്കുക, c എന്ന് വെച്ചു ഞാനിവിടെ. നേരത്തെ k ഇനി അത് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് ദ സ്പ്രിങ്ങുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഒരു കോൺസ്റ്റന്റ്, എനി കോൺസ്റ്റന്റ്.
ഓക്കെ, ഒരു എന്താ അപ്പോൾ സി ടി റേസ് ടു ഹാഫ്. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ എന്താ സി ടി റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ കെ മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം, ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഞാൻ മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ സി ആണ്, ഇവിടെ സി ആണ്. ഓക്കെ, അപ്പോൾ ടി റേസ് ടു ഹാഫിൻ്റെ ഇൻ്റഗ്രൽ എന്താ, ടി റേസ് ടു ഹാഫ് പ്ലസ് 1 ഡിവൈഡ് ബൈ ഹാഫ് പ്ലസ് 1. ഹാഫ് പ്ലസ് 1 പറഞ്ഞാൽ 3/2/3/2. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ സിയും 3/2 ദാ ഇത്രയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു ടി റേസ് ടു 3/2. അപ്പോൾ എക്സ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 3/2 എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 3/2 ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നോക്കൂ, ഈ ബോഡി കൺസ്ട്രെയിൻ ടു മൂവ് അലോങ് ദി z ആക്സിസ് ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് സബ്ജക്ട് ടു a constant force F given by F equal to minus I cap plus 2 J cap plus 3 K cap Newton. I cap, J cap, K cap are unit vectors along the X, Y and Z axis of the system respectively. What is the work done by this force in moving the body a distance of 4 meter along the Z axis? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇതാണ്. ഓക്കെ, D equal to 4K. ഫോഴ്സ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ വർക്ക് ഡൺ പറഞ്ഞാൽ എന്താ, വി ഹാവ് ടു ഫൈൻഡ് സിംപ്ലി ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക, 3x കമ്പോണൻറ്റ് ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ z കമ്പോണൻസ് മാത്രം 3 × 4 എന്ന് പറഞ്ഞാൽ 12 ജൂൾ വരും. ഓക്കെ, 12 ജൂൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ 5.12 നോക്കാം. An electron and a proton are detected in a cosmic ray experiment. The first with kinetic energy 10 kilo electron volt and the second with 100 kilo electron volt. Okay, which is faster, the electron or the proton? Obtain the ratio of their speeds. Okay, അപ്പോൾ അതിൽ kinetic energy of electron 10 kilo electron volt, kinetic energy of proton 100 kilo electron volt തന്നിട്ടുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് mv² ഈക്വൽ ടു കൈനറ്റിക് എനർജി k. അപ്പോൾ അവിടെ നിന്ന് v എന്താ വരിക, 2k/m√. ഓക്കെ, അതിൽ നമ്മൾ ഇലക്ട്രോണും പ്രോട്ടോണും എടുക്കുമ്പോൾ ഈ 2 എന്നുള്ളത് സെയിം ആണ്, ഈക്വൽ ആണ്, കോൺസ്റ്റൻ്റാ, മാറില്ല. അപ്പോൾ വെലോസിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു √k/m. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ റൂട്ടിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, മാസിൻ്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ബൈ വെലോസിറ്റി ഓഫ് പ്രോട്ടോൺ എന്താ, റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ബൈ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ. അതായത് ഇവിടെ ഇലക്ട്രോൺ ബൈ പ്രോട്ടോൺ വന്നു, ഇവിടെയും ഇലക്ട്രോൺ ബൈ പ്രോട്ടോൺ, ബിക്കോസ് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. മാസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയത് കാരണം തിരിഞ്ഞു വരും, പ്രോട്ടോൺ ബൈ ഇലക്ട്രോൺ വരും. ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി 10 കിലോ ഇലക്ട്രോൺ വോൾട്ട്, പ്രോട്ടോണിൻ്റെ 100 കിലോ ഇലക്ട്രോൺ വോൾട്ട്. മാറ്റാനൊന്നും നിൽക്കണ്ട, കാരണം എന്താ, മേലെയും കിലോ ഇലക്ട്രോൺ വോൾട്ട്, താഴെയും കിലോ ഇലക്ട്രോൺ വോൾട്ട്, കട്ടായി പോകും. ഓക്കെ, പിന്നെ മാസ് ഓഫ് പ്രോട്ടോൺ 1.6 × 10⁻27 കിലോഗ്രാം. മാസ് ഓഫ് ഇലക്ട്രോൺ പറഞ്ഞാൽ 9.11 × 10⁻31 കിലോഗ്രാം. ഒക്കെ ഒരേ യൂണിറ്റിലാണ്, അപ്പോൾ നമ്മൾ കൺവേർഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 10⁻31 100 10⁻29, അത് മേലെ പോകുമ്പോൾ 10⁻+29 10 10⁻30. 10⁻30 10⁻27 എത്രയാ, 10⁻3, അതായത് 1000. 1.67 × 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 1670. ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എത്രയാ, 9.11. ഇനിയിപ്പോൾ ഈ താഴെ കിടക്കുന്ന 910 വിചാരിച്ചു, അപ്പോൾ മേലെന്താ 1670/10 എന്ന് പറഞ്ഞാൽ 167 വരും. ഈ 167 കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നമ്മൾ റൂട്ട് എടുക്കാൻ പോവുക. 169 പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയറാ, അത് 13 മനസ്സിലായില്ലേ. അപ്പോൾ 13നോട് അടുപ്പിച്ച ഒരു ആൻസർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ MCQ ചെയ്യുകയാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാനില്ല, ആ ആൻസർ എന്താ പറയുക, മാർക്ക് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം ഇനി എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇത് 10 ആണെങ്കിൽ 167 വരിക, ഡിനോമിനേറ്ററിൽ 10 ഇല്ല, 9 ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 167 കൂടും. ഈ 1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നറിയോ, 0.11 0.11. അപ്പോൾ 1670 × 0.11 വരും, അതായത് 167 × 1.1 വരും. അതായത് ഈ 167 × 1.1 ഈ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് 11 കൊണ്ട് എവിടെയെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉത്സാഹിച്ചേക്കണം. അതായത് ഇതിപ്പോൾ എന്താണെന്നറിയോ, ആദ്യം നമ്മൾ ഈ 7 ഇറക്കി എഴുതി. ഇനി ഈ 7 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ്, ബാക്കി എത്രയാ, 1 ഉണ്ട്. ഓക്കെ, 6 + 1 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 7, ബാക്കിയുള്ള 1 കൂടെ 8, പിന്നെ 1. ഓക്കെ, ഇങ്ങനെയാണ്. അതായത് 7 എഴുതി, പിന്നെ 7ഉം 6ഉം കൂടെ ആഡ് ചെയ്യുക,
അപ്പോൾ എത്രയാ 13. അതിൽ 3 എഴുതി ബാക്കി 1. പിന്നെ 6ഉം 1ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാ 7 പ്ലസ് ബാക്കിയുള്ള 1 8. പിന്നെ ആ 1 ഇറക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് 25നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ 2 എഴുതുക, 5 എഴുതുക, എന്നിട്ട് 2ഉം 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് നടുക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ. എനിവേ ഇവിടെ ഇപ്പോൾ വരുന്നത് 1837 ആണ്. ഓർ ലെറ്റസ് സേ നമുക്കിവിടെ എന്താ വരിക എന്നറിയോ? 1.1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരിക, ദിസ് വിൽ ബി 183.7 വരും. 183.7. ഓക്കെ, 183.7. 169 ആണെങ്കിൽ തന്നെ 13 ആയി. സോ ദിസ് വിൽ ബി സ്ലൈറ്റ്ലി മോർ ദാൻ 13. അപ്പോൾ നമുക്കൊരു 13.5 അങ്ങ് പിടിക്കാം. ഓക്കെ, ഇനി നോക്കൂട്ടെ. എ റെയിൻ ഡ്രോപ്പ് ഓഫ് റേഡിയസ് 2 millimeter falls from a height of 500 meter above the ground. Okay, it falls with decreasing acceleration. Okay, 500 മീറ്റർ മേലെ നിന്നാണ് വീഴുന്നത് കേട്ടോ. 2 millimeter റേഡിയസ് ഉള്ള ഒരു റെയിൻ ഡ്രോപ്പ് ആണ്. Until the half its original height, it attains its maximum speed. അതിൻ്റെ ടെർമിനൽ സ്പീഡ് എന്നാ പറയുക. And moves with uniform speed thereafter. ഓക്കെ, ആകെ 500 മീറ്റർ വീഴുന്നു. അപ്പോൾ ഒരു പകുതി ഹൈറ്റ്, അതായത് 250 മീറ്റർ വീഴുമ്പോൾ തന്നെ അതിൻ്റെ ടെർമിനൽ സ്പീഡ് അറ്റൈൻ ചെയ്തും പിന്നെ കോൺസ്റ്റന്റ് സ്പീഡിൽ പോവുക. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ ഡ്രോപ്പ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹാഫ് ഓഫ് ഇറ്റ്സ് ജേർണി? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും എന്താ ഒരേ ഫോഴ്സ്? ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് സെയിം അല്ലേ? അപ്പോൾ ഒരേ വർക്ക് ഡൺ ആവും. അത് എത്ര? mgh. അതിൽ mg ഹൈറ്റ് എത്രയാ? h/2, 500ന്റെ പകുതി. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ് എന്ന് പറഞ്ഞാൽ 4/3 πr³ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ മാസ് ഇൻറ്റു g ഇൻറ്റു എത്രയാ? h/2. അതിൽ 4/3 π റേഡിയസ് എത്രയാ? 2 millimeter. അപ്പോൾ 2 × 10⁻³ ഹോൾ ക്യൂബ് ഇൻറ്റു 10⁻³ g 9.8. ഹൈറ്റ് എത്രയാ? ഹൈറ്റ് 250 മീറ്റർ. h/2. h 500, h/2 പറഞ്ഞാൽ 250. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. പിന്നെ ഈ 250 ഉണ്ടല്ലോ, ഈ 250 നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താ അതിനെ 1000/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ 4ഉം ഈ 4ഉം കൂടെ തീരുമാനമായി. ഓക്കെ, കട്ടായി പോകും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 1000 ഉണ്ട്. ആ 1000ഉം ഈ 10⁻3ഉം 10⁻6 ആയി. 10⁻³ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻⁻9ഉം നമ്മുടെ കയ്യിലുള്ള 10⁻6 കൂടെ ചേർന്ന് ഒരു 10⁻³ ഉണ്ടാവും. അതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, പിന്നെ 9.8 ഞാൻ എഴുതി. ഈ 4 പോയി കേട്ടോ. ഇവിടെ 1000/4 എന്ന് എഴുതി, ആ 4 കട്ട് ചെയ്ത് കളഞ്ഞതാ. പിന്നെ 2 ക്യൂബ് ഉണ്ട്, അത് 8 പിന്നെ ഇവിടെ ഒരു പൈ ഉണ്ട്, 8π/3. മനസ്സിലാവുണ്ടല്ലോ? ഇപ്പൊ നമ്മൾ ഈ പൈ എന്ന് പറഞ്ഞാൽ 3.14 അടിയിലുള്ള 3 ഒന്ന് അടുപ്പിച്ച് പിടിച്ചു വിചാരിക്കുക, പോട്ട്. ബാക്കി എത്രയാ? 8 × 9.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 10 വിചാരിച്ചോ, 80 × 10⁻³ എന്നാണ്. അപ്പോൾ എത്ര വരും എന്നറിയോ? 0.08 ഇത് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 0.08 വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 0.08നോട് അടുത്തുള്ള ഒരു ആൻസറാണ് MCQയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. ഇറ്റ് ഈസ് 0.082 ജൂൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. അത് ഫസ്റ്റ് ഹാഫിലും അത് തന്നെയാണ്, സെക്കൻഡ് ഹാഫിലും അത് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെയിം ആണ്. ഇനി അടുത്തത് എന്താണെന്നറിയോ? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഇൻ ദ എൻറ്റയർ ജേർണി if its speed on reaching the ground is only 10 meter/second? അപ്പോൾ നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദിസ് ഈസ് ഈക്വൽ ടു എന്താ പറയുക, വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ ദ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി പറഞ്ഞാൽ mgh, വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് W വിത്ത് സഫിക്സ് R. അതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് W വിത്ത് സഫിക്സ് R ഈക്വൽ ടു ΔK, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മൈനസ് mgh വരും. ഇനീഷ്യലി എന്താ സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആയി, റെയിൻ ഡ്രോപ്പ് റെസ്റ്റ് എന്നാന്ന് വിചാരിച്ചോ. ഓക്കെ, പറഞ്ഞിട്ടില്ല അല്ലേ? പോട്ടെ റെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ½ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് എന്താ? മൈനസ് mgh. അതിൽ m നമ്മൾ കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ v²/2 - gh വരും. ഓക്കെ, അതിൽ ആ മാസിനെ നമുക്ക് 4/3 π, പിന്നെ റേഡിയസ് എത്രയാണ്? 2 × 10⁻³ മില്ലിമീറ്റർ തന്നെ മീറ്റർ ആക്കാനാണ് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂബ്. ഓക്കെ, 10⁻3. പിന്നെ അകത്ത് v എത്രയാ? വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 10 meter/second സ്ക്വയർ ചെയ്ത 100/2 പറഞ്ഞാൽ 50 വരും. ഇവിടെ എത്രയാ? 9.8 × 500. അപ്പോൾ ഇവിടെ 50 ഉണ്ട്, ഇവിടെ 500 ഉണ്ട്. അപ്പോൾ ഒരു 50 കോമൺ എടുക്കാം. അപ്പോൾ ബാക്കി ഇവിടെ എത്ര വരും? ഇവിടെ 10 വരും. 10 × 9.8 എന്ന് പറഞ്ഞാൽ 98 വരും. അതാണ് ഇവിടെ 1 വരും, ഇവിടെ 98 വരും. 1 - 98, 50 പുറത്തെടുത്തു.
ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ 10⁻³ ഹോൾ ക്യൂബ് എത്ര 10⁻⁹ 10⁻³ 10⁻⁶. ഓക്കെ, പിന്നെ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. ഓക്കെ, പിന്നെ 4π/3 പ്രശ്നമില്ല. റൈറ്റ്. അപ്പോൾ ഇനി ഇപ്പം എന്താ ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ആ 50 ഉണ്ടല്ലോ, ഒരു 50, ആ 50യെ നമുക്ക് ഇതിനെ 100/2 എന്ന് എഴുതാം. ഓക്കെ, ആ /2ഉം 4πയും കൂടെ ചേരുമ്പോൾ 2π/3 8 ഞാൻ എഴുതി. ഓക്കെ, പിന്നെ 100ഉം 10⁻⁻6 കൂടെ ചേരുമ്പോൾ 10⁻⁴. ഓക്കെ, 1 - 98 പറഞ്ഞാൽ 97, മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈയും 3യും കൂടെ എന്താ പറയുക ഓൾമോസ്റ്റ് അടുപ്പിച്ച് പിടിച്ചേക്ക്. ബാക്കി എത്ര വരും? 2 × 8 എന്ന് പറഞ്ഞാൽ 16 വരും. × 97 ആ 97 നിങ്ങൾ 100 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 10⁻⁻4ഉം 100ഉം 10⁻⁻2 × 16. അപ്പോൾ എത്ര വരും? 0.16 വരും. മനസ്സിലായില്ലേ? നെഗറ്റീവ് മൈനസ് 0.163 എന്നാണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആൻസർ. ഇനി അടുത്തത്, എ മോളിക്യൂൾ ഇൻ എ ഗ്യാസ് കണ്ടെയ്നർ ഹിറ്റ്സ് എ ഹൊറിസോണ്ടൽ വാൾ വിത്ത് എ സ്പീഡ് ഓഫ് 200 m/s ആൻഡ് ആംഗിൾ 30° വിത്ത് ദ നോർമൽ ആൻഡ് റീബൗണ്ട്സ് വിത്ത് ദ സെയിം സ്പീഡ്. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയോ? വാൾ ഇപ്പം ഇങ്ങനെ ഉണ്ട് വിചാരിച്ചോളൂ. ഓക്കെ, ഇതിൽ ഇങ്ങനെ വന്നു, അതിൽ ഇത് ഇങ്ങനെ ബൗൺസ് ചെയ്തു. ഓക്കെ, അത് ഒരേ സ്പീഡിൽ ബൗൺസ് ചെയ്യുമ്പോഴേ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആവും കേട്ടോ. അതൊക്കെ പോട്ടെ. പിന്നെ മൊമെൻറ്റം കൺസേർവ്ഡ് ഇൻ ദ കൊളീഷൻ. എല്ലാ കൊളീഷനിലും മൊമെൻറ്റം കൺസേർവ് ചെയ്യും. മൊമെൻറ്റം കൺസേർവ് ചെയ്യാത്ത ഒരു കൊളീഷനും ഇല്ല. ഓക്കെ, ഈസ് ദ കൊളീഷൻ ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക്? ഇവിടെ എന്താ? റീബൗണ്ട്സ് വിത്ത് ദ സെയിം കൈനറ്റിക് എനർജിയാണ്, സെയിം സ്പീഡ്. സോ ഇറ്റ് ഈസ് ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ഓൾസോ. ഇനി അടുത്തത്, പമ്പ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ക്യാൻ പമ്പ് വാട്ടർ ടു ഫിൽ എ ടാങ്ക് ഓഫ് വോളിയം 30 m³ ഇൻ 15 minutes. ആ ടാങ്ക് ഫില്ല് ചെയ്യണം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടോർ ഉണ്ടല്ലോ, അതിൻ്റെ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പവർ P വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ 30% മാത്രമേ നമുക്ക് യൂസ്ഫുൾ വർക്കായിട്ട് കിട്ടുള്ളൂ. അതായത് വെള്ളം ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഈ നമ്മൾ സപ്ലൈ ചെയ്യുന്ന പവറിന് വെറും 30%. അപ്പോൾ നോക്കൂ, നമ്മൾ കൊടുക്കുന്ന പവർ വിചാരിച്ചോ P × 30/100. ദാറ്റ് വിൽ ബി ദ ഔട്ട്പുട്ട് പവർ. ഔട്ട്പുട്ട് പവർ പറഞ്ഞു കഴിഞ്ഞാൽ 30 m³ ആണ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആ യെല്ലോ 10⁻3. അപ്പോൾ മാസ് ഓഫ് വാട്ടർ ആയി G 9.8, ഹൈറ്റ് 40 meter, mgh. അതാണ് ചെയ്യേണ്ട വർക്ക്. അതിനെടുക്കുന്ന സമയം 15 മിനിറ്റാണ്. ഓക്കെ, അതിന് സെക്കൻഡ് ആക്കാൻ 15 × 60. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? പവറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പവർ നമ്മൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് ഈ 30യും ഈ 30യും നിങ്ങൾ കാണുമ്പോൾ പ്രയാസപ്പെടേണ്ട, അത് കളയാം നിങ്ങൾക്ക്. ഓക്കെ, ഈ 15 × 6 ഉണ്ടല്ലോ, അത് 90. അപ്പോൾ 15 × 60 പറഞ്ഞാൽ അത് 900 ആണ്. ആ 900-ലെ 100ഉം ഈ 100 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 മാത്രം അടിയിൽ വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ 30യും 100ഉം തീരുമാനമായി, റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററും തീരുമാനമായി, 9 മാത്രം മതി. ഓക്കെ, ലെഫ്റ്റിൽ P മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി വരുന്ന എന്താണെന്നറിയോ? ഇവിടെ ഒരു 10⁻³ ഉണ്ട്, പിന്നെ ഒരു 40-ലൊരു 10 ഉണ്ട്, 10⁻⁴, പിന്നെ 9.8ഉം 4ഉം ഞാൻ അവിടെ എഴുതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ഇവിടെ 10⁻⁴ അല്ലേ, അതിൽ നിന്ന് ഒരു 10 എടുത്ത് 9.8നെ അടിച്ചോ, 98 വരും. 98, നിങ്ങളത് 99 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 99/9 എത്രയാണ്? 11 ആണ്. 11 × 4 എന്ന് പറഞ്ഞാൽ 44 × 10⁻³ വരും. കാരണം ഇവിടുന്ന് ഒരു 10 എടുത്തിട്ടാണ് ഞാൻ ഇതിന് 98 ആക്കിയത്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് 99 ആക്കി, ഈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. 11 × 4 എത്രയാണ്? 44. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 44 × 10⁻³ പറഞ്ഞാൽ 44 kW എന്നാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ 98 ഉള്ളൂ, നമ്മൾ 99 എടുത്തു, നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ആൻസറിനേക്കാൾ അല്പം കുറവായിരിക്കും ശരിക്കുള്ള ആൻസർ. നമ്മൾക്ക് കിട്ടിയത് 44 kW. അപ്പോൾ ശരിക്കുള്ള ആൻസർ 44-നേക്കാൾ അല്പം കുറവായിരിക്കും. MCQ ആണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, അടിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ NCERT ബുക്കിലെ അവസാനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്തി. ഓക്കെ, ഇതോടെ പരിപാടി കഴിയാൻ പോവാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് പറയാം? ഇവിടെ രണ്ട് ബോൾ ബെയറിങ്സ് ഇവിടെ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഐഡൻറ്റിക്കൽ ബോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിനെ ഹിറ്റ് ചെയ്യും. ഓക്കെ, ആസ് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്, മൊമെൻറ്റം കൺസേർവ് ചെയ്യും, കൈനറ്റിക് എനർജിയും കൺസേർവ് ചെയ്യണം.
അപ്പോൾ ഇതിൽ ഏതാ ഉണ്ടാവുക? ഇവിടെ ഇപ്പം എന്താ സംഭവിക്കണേന്ന്, ആ വന്ന് ഇടിച്ച ബോൾ റെസ്റ്റിലായി. ഈ 2 ബോൾ ഇവിടുന്ന് v/2 വെലോസിറ്റിയിൽ അങ്ങ് പോയി. വരുന്നത് എത്രയാ? മാസ് m, വെലോസിറ്റി v, മൊമെന്റം mv. പോകുന്നത് എന്താ? മാസ് 2m, വെലോസിറ്റി v/2, മൊമെന്റം mv തന്നെ. 2m × v/2 mv റെഡി. മൊമെന്റം കറക്റ്റാ. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുക എന്നറിയോ? പിന്നെ എന്താ, ആ വന്ന ബോൾ അവിടെ നിന്നു, എന്നിട്ട് അത് ഇവിടുന്ന് അതേപോലത്തെ ബോൾ അതേ വെലോസിറ്റിയിൽ പോയി. മനസ്സിലായില്ലേ? ആ ബോൾ മാറിയെന്നേ ഉള്ളൂ. ബാക്കി എന്താ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ മാസ്, വെലോസിറ്റി, മൊമെന്റം, എനർജി എല്ലാം സെയിം ആവും. ഓക്കെ. പിന്നെ ഇവിടെ ഇപ്പം എന്താണെന്നറിയോ? ഇവിടെ ആ ഒരു ബോൾ mv മൊമെന്റത്തിൽ വന്ന് ഇവിടെ ഇടിച്ച് പിന്നെ 3 കൂടെ പോവുകയാണ് വിത്ത് വെലോസിറ്റി v/3. അപ്പോൾ അവിടെ മാസ് 3m, വെലോസിറ്റി v/3 എന്ന് പറഞ്ഞാൽ അപ്പോൾ മൊമെന്റം എന്താ അവിടെയും കറക്റ്റാണ്. 3 കേസിലും മൊമെന്റം കൺസേർവ് ചെയ്യും. മനസ്സിലായില്ലേ? ഇനി കൈനറ്റിക് എനർജിയുടെ കാര്യമാണ്. ഇവിടെ കമോൺ, ഇവിടെ ഇപ്പം എന്താ? ലീനിയർ മൊമെന്റം p = മാസ് × വെലോസിറ്റി. ലീനിയർ മൊമെന്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ p, mv. അപ്പോൾ ഇതിനെ 2 സൈഡും സ്ക്വയർ ചെയ്യാൻ നിങ്ങൾ പ്രയാസപ്പെടരുത്. അപ്പോൾ p² = m² v². ഓക്കെ. അപ്പോൾ ഇവിടെ ഈ m² ന്ന് ഒരു m-നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു m മാത്രം ഇവിടെ ഉണ്ടാവും. p²/m = mv². ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തോന്നും. കാരണം റൈറ്റ് സൈഡിൽ കൈനറ്റിക് എനർജി ആവും. പക്ഷേ റൈറ്റ് സൈഡിൽ മാത്രമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റിലും ലെഫ്റ്റിലും വേണം. അപ്പോൾ p²/2m = mv²/2. ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി. അപ്പോൾ k = p²/2m ആണല്ലോ. ഇനി നോക്കൂ, ഇവിടെ ഈ 3 കേസിലും ഇടിയുടെ മുമ്പും, അതായത് കൊളീഷന് മുമ്പും ശേഷവും മൊമെന്റം സെയിം ആണ്. അപ്പം നമ്മൾ വി ആർ കൺസിഡറിങ് 2 കേസസ്. 1 ബിഫോർ കൊളീഷൻ, പിന്നെ ആഫ്റ്റർ കൊളീഷൻ. 2 കേസിലും ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഈ p എന്ന് പറയുന്നത് സെയിം ആണ്, ഈക്വൽ ആണ് അല്ലേ? ബിഫോറിന്ന് ആഫ്റ്ററിലേക്ക് വരുമ്പോൾ p മാറുന്നില്ല, 2 മാറുന്നില്ല. അപ്പം നമുക്കെന്ത് പറയാം? കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു മാസ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ്. കൈനറ്റിക് എനർജി മാസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയും. ഇവിടെ നോക്കൂ, ബിഫോർ കൊളീഷൻ മൂവ് ചെയ്യുന്ന മാസ് m ആയിരുന്നു. ആഫ്റ്റർ കൊളീഷൻ മൂവ് ചെയ്യുന്ന മാസ് 2m. കാരണം മൊമെന്റം മാറിയിട്ടില്ല. മൊമെന്റം p² എന്താ? ബിഫോർ ആൻഡ് ആഫ്റ്റർ സെയിം ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി വിൽ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ്. ബിഫോർ കൊളീഷൻ മൂവ് ചെയ്യുന്ന മാസ് m, ആഫ്റ്റർ കൊളീഷൻ മൂവ് ചെയ്യുന്ന മാസ് 2m. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ കൈനറ്റിക് എനർജി പകുതിയായിട്ടുണ്ടാവും. കാരണം മാസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, അത് ഡബിളായി. ഇവിടെ ബിഫോർ കൊളീഷൻ മാസ് m, ആഫ്റ്റർ കൊളീഷൻ മാസ് m. മാസ് മാറിയിട്ടില്ല, കൈനറ്റിക് എനർജി മാറില്ല. ബിഫോർ ആൻഡ് ആഫ്റ്റർ കൈനറ്റിക് എനർജി വിൽ ബി ദ സെയിം. ഇവിടെ ബിഫോർ കൊളീഷൻ മാസ് m, ആഫ്റ്റർ കൊളീഷൻ മാസ് 3m. മാസ് 3 ടൈംസ് ആയി. അപ്പോൾ കൈനറ്റിക് എനർജി 1/3 ആവും. ഹിയർ കൈനറ്റിക് എനർജി വിൽ നോട്ട് ബി കൺസേർവ്ഡ്. ഹിയർ കൈനറ്റിക് എനർജി വിൽ നോട്ട് ബി കൺസേർവ്ഡ്. ഈവൻ ദോ ദ മൊമെന്റം ഈസ് കൺസേർവ്ഡ് ഇൻ ഓൾ ദ 3 കേസസ്, കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ് ഓൺലി ഇൻ ദ സെക്കൻഡ് കേസ്. അപ്പോൾ ഇതാണ് സംഭവിക്കുക. NCERT ബുക്കിലെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കഴിഞ്ഞു. NCERT ബുക്കിൽ ഇനി പുതിയ ബുക്കിൽ വേറൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് പല കാര്യങ്ങളും മേ നോട്ട് ബി ദ സിംപ്ലസ്റ്റ് മെത്തേഡ്, മേ നോട്ട് ബി ദ ഷോർട്ടസ്റ്റ് മെത്തേഡ്, മേ നോട്ട് ബി ദ ഇൻട്രസ്റ്റിംഗ് മെത്തേഡ്. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താ ഡൈജസ്റ്റ് കാണാം. ഓർ യു ക്യാൻ വാച്ച് ദ വൺ ഷോട്ട്, അല്ലെങ്കിൽ റാപ്പിഡ് റിവിഷൻ, ഇൻസ്റ്റൻറ്റ് റിവിഷൻ. ഇതിനകത്തൊക്കെ എന്താ ബ്യൂട്ടിഫുൾ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. താങ്ക് യു.